കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. May the unique name of Lord and Savior Jesus Christ be magnified. വേദപാഠക്കൂട്ടങ്ങളുടെ രണ്ടാം ദിന രാത്രി യോഗത്തിനായി പ്രാരംഭമായി ദൈവത്തെ സ്തുതിക്കുന്നു. First of all, I praise the Lord, for the Lord has brought us unto the second evening of this series of Bible study. ഈ രാത്രികാലവും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ദൈവസന്നിധിയിലാഗതരായിരിക്കുന്ന എല്ലാ മാന്യ സ്നേഹിതർക്കും യേശുക്രിസ്തുവിന്റെ ധന്യനാമത്തിൽ ഒരിക്കൽ കൂടെ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. In the prosperous name of the Lord and Savior Jesus Christ, once again we convey with beloved greetings to all the dear ones who are taking part in this meeting and accepting our invitation. ദൈവസന്നിധാനത്തിൽ വാഞ്ചയോടും ദാഹത്തോടും കൂടെ കടന്നുവരുന്ന ദൈവത്തിന്റെ ജനത്തെ അനുഗ്രഹിപ്പാൻ വിശ്വസ്തനായി ഈ രാത്രികാലവും കർത്താവ് നമ്മുടെ മധ്യത്തിലുണ്ട്. As a faithful God, the Lord is moving in our midst this night in order to fulfill the spiritual thirst and desire of the people. പ്രാർത്ഥനയോടെ ആഗ്രഹത്തോടെ ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ ഇന്ന് രാത്രിവേളയിലും സ്വർഗം തുറന്ന് ദൈവം നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മുടെ മധ്യത്തിലുള്ളതുകൊണ്ട് ദൈവത്തെ നന്ദിയോടുകൂടെ വീണ്ടും സ്തുതിക്കുന്നു. With the spirit of prayer and a sense of need, we keep ourselves in the presence of God, where God is moving in our midst in order to bless us abundantly. For the same purpose, heaven is even right now open before us. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. നാം ദൈവസന്നിധിയിലായിരുന്ന സമയം തുടങ്ങി വിവിധ രൂപത്തിൽ നാം ദൈവസാന്നിധ്യത്തെ അനുഭവിച്ചുകൊണ്ടേയിരുന്നു. Since we reached the presence of God, we have been experiencing the presence of God in umpteen ways. പരിശുദ്ധാത്മാവ് വിവിധ രൂപത്തിൽ നമ്മോട് ഇടപെട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു. The Holy Spirit of God has been dealing with us in diverse fashions. പ്രാണപ്രിയനായ ക്രിസ്തുവിന്റെ പുനരാഗമനത്തിന്റെ കാഹളത്തിന്റെ ശബ്ദം കാതുകളിൽ കേൾക്കുമെന്ന പ്രത്യാശയോടെ നാം ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ സ്തുതിപ്പാനിടയായി തീർന്നു. We got filled up with the Spirit, rejoiced in the Lord and praised Him, on the hope that we are going to hear the voice that troubled the beloved Savior that's going to appear again. ഇന്ന് രാത്രിവേളയിലും വീണ്ടും നമ്മെ അനുഗ്രഹിപ്പാൻ നമ്മുടെ കർത്താവ് തന്റെ അദൃശ്യദൂത സഞ്ചയവുമായി നമ്മുടെ മധ്യത്തിലുണ്ട്. Even tonight, with the invisible retinue of the host of His angels, our Lord has come to midst in order to bless us prosperously. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വേദപാഠക്കൂട്ടം കർത്താവായ യേശുക്രിസ്തുവിന്റെ വരവിന് മുൻപായി ഒരു പ്രാവശ്യം കൂടെ ദൈവം നമുക്ക് നൽകി തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. Before the second of Lord Jesus Christ, the Lord has given us one more such a blessed Bible study for the marvelous grace of God. Again, I thank Him. കഴിഞ്ഞ രാത്രികാലവും വിവിധ രൂപത്തിൽ നാം ദൈവസന്നിധിയിൽ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാനിടയായി തീർന്നു. Even yesterday night, in diverse manners, we are able to rejoice blessings from the presence of God. ഇത് ഒരു വേദപാഠക്കൂട്ടമാകൊണ്ട് നാം ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിൽ ദൈവവചനത്തിലൂടെ മുൻപോട്ട് ചിന്തിക്കുന്നത്. As this is a Bible study, these days we are meditating on a particular theme based on the Bible. ദൈവത്തിന്റെ ദിവസങ്ങൾ എന്നൊരു വിഷയത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങളിലായി നാം പഠിച്ചുകൊണ്ടേയിരിക്കുന്നത്. These days, the theme of our discussion is the days of God. ദൈവത്തിന്റെ വചനങ്ങളെ നാം പഠിച്ചു നോക്കുമ്പോൾ When we examine the word of God, ദൈവ ദിവസങ്ങളെ വിവിധ രൂപത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. the days of God are portrayed in different ways. കഴിഞ്ഞ രാത്രികാലം ദൈവ ദിവസങ്ങളുടെ വിവിധ അനുഭവങ്ങളെക്കുറിച്ച് നാം ദൈവവചനത്തിലൂടെ ചിന്തിപ്പാനിടയായി തീർന്നു. Last night through the scripture we could understand the different ways of the days of God. ദൈവത്തിന്റെ ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ പ്രധാനമായി അതിനെ രണ്ട് നിലകളിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കും. The theme days of God can be importantly classified under two heads. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഒന്നാമത്തേത് ക്രിസ്തുവിന്റെ നാൾ അഥവാ അവന്റെ പുനരാഗമനത്തിന്റെ ദിവസം. The first is the day of Christ, which means the day of the second coming of Christ. രണ്ടാമതായി നാം നോക്കുമ്പോൾ The second aspect, യഹോവയുടെ ദിവസം അല്ലെങ്കിൽ ദൈവത്തിന്റെ ക്രോധം ഭൂതലത്തിൽ പകരുന്ന ദിവസങ്ങൾ. it is the day of the Lord, in other words, the day on which the wrath of God is going to be poured upon the earth. ഇങ്ങനെ പ്രധാനമായി രണ്ട് നിലകളിൽ ദൈവ ദിവസങ്ങളെക്കുറിച്ച് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. The days of God can be interpreted into two different angles. വിശുദ്ധ പത്രോസിന്റെ രണ്ടാം ലേഖനം 3-ാം അധ്യായത്തിന്റെ 9 മുതൽ 12 വരെയുള്ള വേദഭാഗങ്ങൾ നമുക്ക് വായിക്കാം. Let's read the second Peter's epistle, chapter 3, verses 9 to 12. ചിലർ താമസമെന്ന് വിചാരിക്കുന്നത് പോലെ കർത്താവ് തന്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ താമസിക്കുന്നില്ല. ആരും നശിച്ചു പോകാതെ എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിന്റെ ദിവസമോ കളനെ പോലെ വരും. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞുപോകും. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തുപോകുകയും ചെയ്യും. ഇങ്ങനെ ഇവയൊക്കെയും അഴിവാനുള്ളതായിരിക്കാൻ ആകാശം ചുട്ടഴിവാനും മൂലപദാർത്ഥങ്ങൾ വെന്തൊഴുകുവാനുമുള്ള ദൈവദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും
ഭക്തിയുമുള്ളവരായിരിക്കണം. നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിരിക്കണം. You ought to be in all holy conversation and godliness. വെളിപ്പെടുവാൻ പോകുന്ന ദൈവദിവസത്തെ ഓർത്ത് Remembering the day of God that is yet to appear. ദൈവസഭയോട് ദൈവജനത്തോട് അപ്പോസ്തലൻ ഓർപ്പിക്കുകയാണ്. Apostle warns the church of God, the people of God. നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. You ought to be in all holy conversation and godliness. ദൈവത്തിന്റെ ദിവസങ്ങളിൽ ഒന്നാം ഭാഗത്തിലേക്ക് നാം വരുമ്പോൾ When we focus attention on the first part of the days of God, ക്രിസ്തുവിന്റെ നാൾ അഥവാ അവന്റെ പുനരാഗമനത്തിന്റെ നാൾ, the day of Christ, otherwise the second advent of the Lord. യേശുക്രിസ്തുവിന്റെ പുനരാഗമനം എന്നുള്ളത് നൂതനമായ ഒരു ഉപദേശമല്ല. The second appearance of the Lord Jesus Christ is not a novel doctrine. ആദിമ സഭയിൽ തന്നെ യേശുക്രിസ്തു മടങ്ങി വരുമെന്ന് പ്രതീക്ഷിച്ച അനേക ഭക്തന്മാരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. Even the first century, first church itself, we notice plenty of saints anxiously waiting for the return of the Savior. കഴിഞ്ഞ രാത്രിയിൽ അങ്ങനെ ചില അനുഭവങ്ങൾ നാം ചിന്തിപ്പാനിടയായി തീർന്നു. Last night I highlighted a few experiences based on the same. ഇത് ആദിമസഭയിലുള്ള ഭക്തന്മാരുടെ പ്രതീക്ഷ മാത്രമായിരുന്നില്ല. This was not only the expectation of the saints belonging to the first century church. ഇത് ഒരു ദൈവവചന അല്ലെങ്കിൽ വേദപുസ്തക ഉപദേശം കൂടെയാകുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. And fathers, we understand this is a doctrine from the scripture. യേശുക്രിസ്തുവിന്റെ പുനരാഗമനം ദൈവവചനത്തിലെ അടിസ്ഥാന ഉപദേശം കൂടെയാണ്. The second coming of Lord Jesus Christ is one of the fundamental doctrines of the Holy Bible. യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിന്റെ നാളെന്നുള്ളത് ദൈവവചനത്തിന്റെ അടിസ്ഥാന ഉപദേശമാകുന്നു എങ്കിൽ The day of the second coming of Lord Jesus Christ, if that is a fundamental doctrine of the Holy Bible, ആ ദിവസത്തിൽ നാം എന്തായി തീരും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിപ്പാനിടയായി തീർന്നു. on that day, how do we be that we are in this test? കഴിഞ്ഞ രാത്രിയിൽ അല്പമായി അതിനെക്കുറിച്ചൊക്കെ ചിന്തിപ്പാനിടയായി തീർന്നു. Last night, to some extent, we decided the same. ദൈവത്തിന്റെ സഭ അല്ലെങ്കിൽ ദൈവജനം ആ നാളിൽ എന്തായി തീരും എന്ന് ദൈവജനം നമ്മെ ഓർപ്പിക്കുന്നു. The church of God and the people of God on that day, how do we be? To some extent, we could understand. ക്രിസ്തുവിന്റെ പുനരാഗമന നാളിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ച് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. On the second coming of Lord Jesus Christ, what to take place is also prescribed by the Holy Bible. ഒന്നാമത് ദൈവസഭയ്ക്ക് അല്ലെങ്കിൽ ദൈവമക്കൾക്ക് ഉണ്ടാകുന്ന ചില അനുഭവങ്ങളെക്കുറിച്ച് നാം പഠിച്ചു. The first context is analyze some of the experiences which take place in the church of God or to the people of God. അടുത്തത് ഈ ലോകത്തിൽ സംഭവിക്കുന്ന അനേക കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് ചിന്തിപ്പാനിടയായി തീർന്നു. And furtherance, we can meditate on a plenty of things which are going to take place to this earth. ദൈവസഭ അല്ലെങ്കിൽ ദൈവജനം ആ നാളിൽ എന്തായി തീരും എന്നതിനെക്കുറിച്ച് നാം പഠിക്കുവാനിടയായി. Also we could understand what to take place to the church of God, otherwise the people of God. യേശുവിന്റെ പുനരാഗമന നാളിൽ നാം അവനോട് സദൃശ്യന്മാരാകും എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. The word of God reminds, on the second coming of the Lord, we shall be like unto him. അവനോട് നാം സദൃശ്യന്മാരായി തീരുവാൻ In order to be like unto him, നാം എന്തു ചെയ്യണം എന്ന് നാം ചിന്തിപ്പാനിടയായി. what must be done on our part has also been analyzed. ഈ ലോകത്തിന് അനുരൂപരാകാതെ നാം മാനസാന്തരപ്പെടണം എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. The word of God teaches, be not conformed to this world, rather we must repent. അവന്റെ പുനരാഗമനത്തിൽ ക്രിസ്തുവിനോട് സദൃശ്യരായി തീരുവാൻ On the second coming of the Lord Jesus Christ, in order to be fashioned unto Christ, നാം അവന്റെ മരണത്തിൽ സദൃശ്യരായി തീരണം എന്ന് അപ്പോസ്തലൻ നമ്മെ പഠിപ്പിക്കുന്നു. Apostle teaches, we must be planted under the likeness of his death. അത് സ്നാനം എന്ന് പറയുന്ന ദൈവിക ഉപദേശത്തിലാണ് സാധ്യമായി തീരുന്നത്. That is realized in the doctrine which is water baptism. ഈ ലോകത്തിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ ജനം, The people of God who sustain the life in this world, ക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ അവന്റെ ശരീരത്തോട് അനുരൂപരായി തീരുമെന്ന് പറയുമ്പോൾ at the coming of the Lord, they shall be identified under his body, which means വാഗ്ദത്തമാകുന്ന പരിശുദ്ധാത്മാവിനെ ദൈവം ഭൂമിയിലേക്ക് അയച്ചതായി ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നുണ്ട്. the word of God reminds, God has poured his Holy Spirit, which is the promise upon the earth. ഈ ശക്തിയെ, അഭിഷേകത്തെ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് This power, this anointing is taught by the word of God. സകലത്തെയും കീഴ്പ്പെടുത്തുന്ന വ്യാപാര ശക്തി എന്നാണ്. It is a working power which subdues everything. സകലത്തെയും കീഴ്പ്പെടുത്തുന്ന വ്യാപാര ശക്തി നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ അവന്റെ മഹത്വമുള്ള ശരീരത്തോട് സദൃശ്യമാക്കും. By the power of this working, this vile body can be fashioned unto his glorious body.
നാം അവനോട് സദൃശ്യന്മാരാകും. We shall be like unto ഈ him. അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ You not to have these experiences into our life. നാം എന്ത് ചെയ്യണം എന്നും ചിന്തിക്കുകയുണ്ടായി. What must we do has also been discussed. ഒന്നാമത് ഭക്തികേട് നാം വർജിക്കണം. Fundamentally, we must shun away ungodliness. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. പ്രപഞ്ചമോഹങ്ങളെ നാം വർജിക്കുന്നവരാകണം. We must eschew the lust of the world. ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ച് ഈ ലോകത്തിൽ ജീവിക്കുന്നവരാകണം. We must cast away ungodliness and lust of the world, whereby maintain a holy life. പരിശുദ്ധാത്മാവ് ദൈവസഭയോട് വളരെ വ്യക്തമായി ഓർപ്പിക്കുന്ന ഒരു സത്യമാണിത്. The Holy Spirit of God is categorically subscribed to the Church of God. ക്രിസ്തു മടങ്ങി വരും. Christ will come again. അവൻ മടങ്ങി വരുമ്പോൾ ദൈവത്തിന്റെ ജനം അവനോട് സദൃശ്യരായി തീരും. As he returns, the people of God shall be like unto him. അതിനുവേണ്ടി ഒരു ഒരുക്കത്തിനാണ് ഇങ്ങനെ ഒരു വേദപാഠ കൂട്ടം ദൈവം നമുക്ക് നൽകിയത്. To which cause we need to have preparation. For the same purpose, such a Bible study has been organized. അടുത്തത് യേശുക്രിസ്തുവിന്റെ വരവെങ്കിൽ ലോകത്തിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെക്കുറിച്ചും അല്പമായി നാം ചിന്തിക്കുകയുണ്ടായി. Further, at the coming of the Lord, what should take place to this earth has also been discussed. ഈ ലോകത്തിൽ പല സംഭവങ്ങളും അതിനോടുള്ള ബന്ധത്തിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. In connection with the same thing, we witness plenty of events in the world. നൂറ്റാണ്ടുകൾക്ക് മുൻപേ പ്രവാചകന്മാരും അപ്പോസ്തലന്മാരും ഒക്കെ പറഞ്ഞ സത്യങ്ങൾ ഇന്ന് ലോകത്തിൽ അക്ഷരാർത്ഥത്തിൽ നിറവേറിക്കൊണ്ടിരിക്കുന്നു. Centuries ago, what had been foretold by the prophets and the apostles, even today literally being fulfilled. കഴിഞ്ഞ രാത്രിയിൽ ഈ വിഷയങ്ങളൊക്കെ നാം ചിന്തിച്ചതാണ്. Last night, all these things we meditated upon. ഇന്ന് രാത്രിവേളയിൽ Tonight, നാം ആ ദിവസത്തിൽ എന്താകും എന്നുള്ളതിനെക്കുറിച്ച് ചിന്തിപ്പാനിടയായി തീരണം. on that day, what must we be should be our discussion. നാം എങ്ങനെയാകണം, ആ ദിവസത്തിന് വേണ്ടി ഒരുങ്ങുന്ന ദൈവമക്കൾ ഓരോരുത്തരും എങ്ങനെയാകണം? Every child of God who is prepared for the day, how should he be? നാം അതിനുവേണ്ടി ഒരുങ്ങുമ്പോൾ ക്രിസ്തുവിന്റെ പുനരാഗമനമെന്ന ആ ദിനത്തിൽ നമുക്ക് എന്ത് ലഭിക്കും? What we prepare ourselves for the same purpose, on the day of the coming Lord Jesus Christ, what shall be granted to us? ക്രിസ്തുവിന്റെ പുനരാഗമനത്തിന്റെ മറ്റു ചില ലക്ഷണങ്ങളോട് ചിന്തിച്ച് ഇന്ന് രാത്രിയിലെ ദൈവവചന ധ്യാനം അവസാനിപ്പിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. I would like to trust in the grace of God, highlight a few events in connection with the coming of the Lord and wind up my message. ക്രിസ്തുവിന്റെ പുനരാഗമനമെന്ന യേശുവിന്റെ മടങ്ങിവരവിന്റെ ദിവസത്തേക്ക് നാം ഓരോരുത്തരും എങ്ങനെയായി തീരണം? Each one of us, how should we be on the day of Lord Jesus Christ, which means on the day of the second coming of Lord Jesus Christ. ദൈവത്തിന്റെ വചനം നമ്മെ ഇപ്രകാരം ഓർപ്പിക്കുന്നത്, The word of God reminds, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം വായിച്ചാട്ടെ. 1 Corinthians, let's read chapter 1 verse 8. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. കുറ്റമില്ലാത്തവരായി തീരേണ്ടതിന് അവൻ നിങ്ങളെ അവസാനത്തോളം ഉറപ്പിക്കും. He shall confirm you till the very end, in order not to be blameless. യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷതയുടെ നാളിൽ ദൈവത്തിന്റെ സഭ അല്ലെങ്കിൽ ദൈവജനം കുറ്റമില്ലാത്തവരായി തീരണം എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. On the day of the manifestation of Lord Jesus Christ, the word of God says, people of God should be free from any blame. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 22-ാം വാക്യത്തിലേക്ക് നാം വരുമ്പോൾ, Coming to Colossians chapter 1 verse number 22. വായിച്ചട്ടെ 22-ാം വാക്യം. നിങ്ങളെ അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന് മതി. നിങ്ങളെ അവന്റെ മുൻപിൽ വിശുദ്ധരും നിഷ്കളങ്കരും കുറ്റമില്ലാത്തവരുമായി നിർത്തേണ്ടതിന്, To present you holy, unblameable and unreprovable. യേശുക്രിസ്തുവിന്റെ പുനരാഗമനത്തിൽ ദൈവത്തിന്റെ ജനം കുറ്റമറ്റവരായി തീരണം എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. It is the will of God at the second coming of Lord Jesus Christ, the people of God should be blameless. അത് ദൈവത്തിന്റെ വചനം നമ്മെ അനുശാസിക്കുന്ന ഒരു പ്രത്യേക വിഷയമാണ്. There's a particular subject the word of God subscribes. എന്താണ് ഈ കുറ്റമില്ലാത്ത അവസ്ഥ എന്ന് പറയുന്നത്? What is the status of being blameless? പുറമെയുള്ള ഏതെങ്കിലും ചില കാര്യങ്ങൾ മാത്രമല്ല. It is not simply some external factors. അപ്പോസ്തലനായ പൗലോസിന്റെ അനുഭവത്തെക്കുറിച്ച് നാം നോക്കുമ്പോൾ, When we examine the history of Apostle Paul, അപ്പോസ്തല പ്രവൃത്തികൾ 24-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം വായിച്ചാട്ടെ. let's move on to Acts Apostle chapter 24 verse number 16. അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ഞാൻ ശ്രമിക്കുന്നു. അതുകൊണ്ട് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി ഉണ്ടായിരിക്കാൻ ഞാൻ എപ്പോഴും ശ്രമിക്കുന്നു. Therefore I do exercise myself to have always a conscience void of offense
toward God and man. ദൈവത്തിന്റെ മുൻപാകെ കുറ്റമില്ലാത്തവരായി ദൈവമക്കൾ ജീവിക്കണമെന്ന് പറയുമ്പോൾ As it is mentioned, the people of God should maintain life without any offense. ബാഹ്യമായ ചില കാര്യങ്ങളെക്കുറിച്ച് മാത്രമല്ല അവിടെ ഓർപ്പിക്കുന്നത്. The reference is not even concerning some external factors. ദൈവത്തിന്റെ ജനം ഒരു നല്ല മനസ്സാക്ഷിയുള്ളവരായി തീരണം എന്ന് ദൈവജനം നമ്മെ ഓർപ്പിക്കുന്നു. The word of God teaches people of God should hold fast a pure conscience. പൗലോസ് പറയുന്നു, അതുകൊണ്ട് ദൈവത്തോടും മനുഷ്യരോടും ഒരു കുറ്റമറ്റ മനസ്സാക്ഷി എനിക്കുണ്ട്. In the words of Apostle Paul, wherefore I own a good conscience toward God and man. നമ്മുടെ മനസ്സാക്ഷി ദൈവത്തിന്റെ മുൻപാകെ കുറ്റമറ്റതായി തീരണം. Our conscience should be blameless before the presence of God. എന്താണ് ഈ മനസ്സാക്ഷി എന്ന് പറയുന്നത്? What is meant by this conscience? പലർക്കും ഈ മനസ്സാക്ഷി എന്ന് പറയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ. Many people do not have a clear-cut understanding concerning this conscience. മനുഷ്യന്റെ ആത്മാവ്, യഹോവയുടെ ആത്മാവ് മനുഷ്യന്റെ മേൽ എപ്പോഴും ആവസിച്ച് പ്രവർത്തിക്കുവാൻ ഇഷ്ടപ്പെടുന്നു. The Spirit of God is always willing to abide in man and dealing with him. ഓരോ മനുഷ്യന്റെ ഉള്ളിലും ദൈവം ഒരു ദീപത്തെ അവന് കത്തിച്ചു വെച്ചിട്ടുണ്ട്. God has lit a light in the mind of every individual. ആ ദീപത്തിങ്കൽ മനുഷ്യന് നടപ്പാൻ സാധിക്കും. Man can walk before the light. നന്മ തിന്മകളെക്കുറിച്ചുള്ള തിരിച്ചറിവിന്റേതായ ഒരു ദീപം. There's a light to reason between vice and virtue. ഈ ലോകത്തിൽ തിന്മയായത് പ്രവർത്തിക്കരുത് എന്നുള്ള അറിവ് അവനിൽ പകരപ്പെടുന്ന ഒരു ദീപം. The sobriety, the light implies that you must not plunge into evil in this world. ഇങ്ങനെയുള്ള അറിവുകൾ ഒരുവൻ പ്രാപിക്കുവാൻ പ്രത്യേകിച്ച് അവൻ മാനസാന്തരപ്പെടുകയോ രക്ഷിക്കപ്പെടുകയോ ഒന്നും ചെയ്യണമെന്നില്ല. You not have such an understanding specifically, a person need not get into salvation. അതുകൊണ്ടാണ് ദൈവത്തിന്റെ ന്യായവിധിയെക്കുറിച്ച് പഠിക്കുമ്പോൾ, Therefore, when you analyze the judgment of God, ദൈവത്തിന്റെ വചനം കേട്ടവരെ വചനം വെച്ച് ദൈവം ന്യായം വിധിക്കും. those who heard the word of God shall be judged according to the word of God. സുവിശേഷം കേട്ടവരെ സുവിശേഷം വച്ച് ദൈവം ന്യായം വിധിക്കും. Those who heard the gospel, based on the gospel, God shall execute judgment. അവർ അറിഞ്ഞ സത്യത്തിനൊത്തവണ്ണം ദൈവം അവരെ ന്യായം വിധിക്കും. According to the doctrine known to them, God shall execute judgment. സ്വാഭാവികമായി ഒരു ചോദ്യം സമൂഹത്തിൽ ഉയർന്നു വരാറുണ്ട്. Naturally, a question crops up in the society. മരിക്കുന്നതിന് മുൻപ് ഒരിക്കലും സുവിശേഷം കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തി, Before that, a person couldn't get any opportunity to listen to the gospel. ദൈവത്തിന്റെ വചനം ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു വ്യക്തി, Never in the lifetime could he get an opportunity to listen to the word of God. ദൈവിക സത്യങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്ത ഒരു വ്യക്തി Never a person who is not to the doctrines of God. മരിച്ചാൽ If he dies, അദ്ദേഹം എങ്ങനെയായിരിക്കും ന്യായം വിധിക്കപ്പെടുന്നത്? how shall he be executed judgment? അങ്ങനെയുള്ളവരെ ദൈവം ന്യായം വിധിക്കുവാൻ അവരുടെ ഉള്ളിൽ കത്തിച്ചു വെച്ച ദീപമായ മനസ്സാക്ഷി ഉപയോഗിച്ച് ദൈവം ന്യായം വിധിക്കും. Using the light God has lit, which is a conscience based on which God shall execute judgment. എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഈ മനസ്സാക്ഷി എന്ന് പറയുന്നതൊന്നുണ്ട്. Within all human beings, this conscience is latent. എന്നാൽ യേശുക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ കുറിച്ച് പഠിക്കുമ്പോൾ, However, touching the people of God who are redeemed in the blood of Lord Jesus Christ, അവരുടെ മനസ്സാക്ഷി ആ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. their conscience is being sanctified with the blood of Christ. ആകയാൽ ഒരു ശുദ്ധ മനസ്സാക്ഷി ദൈവമക്കൾക്കുണ്ടായിരിക്കണം. Therefore, people of God should own a pure conscience. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഒരു നല്ല മനസ്സാക്ഷിക്ക് നാം ഉടമകളായിരിക്കണം. We must be the owners of a good conscience. പൗലോസ് തന്റെ പ്രാഗൽഭ്യം ദൈവത്തിന്റെ മുൻപാകെ ഒരു രാജാവിന്റെ മുൻപാകെ ദൈവത്തോടുള്ള താൻ അറിയിക്കുകയാണ്. Saint Paul makes known before the king about his confidence. ദൈവത്തോടും മനുഷ്യരോടും കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവനായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. I exercise myself in order to have a clear conscience before God and man. ഒരു നല്ല മനസ്സാക്ഷി എനിക്കുണ്ട്. I have got a good conscience. ഒരു ദൈവവൈതൽ കുറ്റമറ്റ മനസ്സാക്ഷിയുള്ളവനായിരിക്കണം എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. The word of God reminds a child of God should own a conscience free from any blame. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ദൈവത്തിന്റെ മുൻപാകെ യേശുവിന്റെ പുനരാഗമനത്തിൽ അവന്റെ മുൻപാകെ നിൽക്കുവാൻ നാം കുറ്റമില്ലാത്തവരായി തീരണം എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. At the coming of Lord Jesus Christ, in order to stand before Him, word of God says we must be free from any offense. നാം കുറ്റമുള്ളവരായി തീരുന്ന പല അവസ്ഥകളെയും നമുക്ക് ദൈവവചനത്തിൽ കാണുവാൻ സാധിക്കും. The word of God speaks of the status in which we can become blemish. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 11-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം വായിക്കുമ്പോൾ, Coming to 1 Corinthians chapter 11 verse number 27. പുതിയ നിയമസഭയുടെ അടിസ്ഥാന ഉപദേശങ്ങളിൽ ഒന്നിനെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. Now we come across one of the fundamental doctrines of the New Testament church. അതാണ് തിരുവത്താഴ ശുശ്രൂഷ എന്ന് പറയുന്നത്. This is called the communion service. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ആ വചനത്തിൽ ഇപ്രകാരം പറയുന്നു, In that passage, അയോഗ്യമായി അപ്പവും വീഞ്ഞും കുടിക്കുന്നവൻ അവൻ കുറ്റക്കാരനായി തീരും.
if anybody drinks his cup of the Lord unworthily, shall be guilty. അവർ ദൈവത്തിന്റെ മുൻപാകെ കുറ്റമുള്ളവരായി തീരുന്നു. They shall be full of blemish, are guilty before the Lord. നാം കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പോൾ When we take part in the Holy Communion, രാത്രി ഇവിടെ കൂടിയിരിക്കുന്നവരിൽ ഏറിയ പങ്കും ദൈവത്തിന്റെ ജനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. large share of the members of the congregation are believers, I believe. ഇഷ്ടംപോലെ തിരുവത്താഴ് നാം എടുത്തിട്ടുള്ളവരാണ്. On many occasions we took part in Holy Communion. എന്നാൽ ദൈവവചനം പറയുന്നു, അയോഗ്യമായി ദൈവത്തിന്റെ മേശയിൽ പങ്കെടുക്കുന്നവർ കുറ്റക്കാരായി തീരും. However, the word of God says, unworthily, anyone that takes part in the table of God is guilty. പലർക്കും ഈ ഒരു അനുഭവത്തെ വലിയൊരു വില കൊടുത്ത് കാണുവാൻ സാധിക്കുന്നില്ല. Today, many do not attach importance to this experience. യേശുവിന്റെ ശരീരവും അവന്റെ രക്തവും സംബന്ധിച്ച് അവർ കുറ്റക്കാരായി തീരും എന്ന് ദൈവവചനം പറയുന്നു. The word of God says, touching the body and blood of Lord Jesus Christ, they shall become guilty. ആകയാൽ കർത്തൃമേശയിൽ പങ്കെടുക്കുമ്പോൾ കുറ്റമറ്റ മനസാക്ഷിയോടുകൂടെ നാം പങ്കെടുക്കണം. Therefore, as we take part in the holy table of God, with the conscience free from offense, we must take part. നമ്മുടെ വിശുദ്ധന്മാരൊക്കെ കർത്തൃമേശ സമയത്ത് all our saints at the time of the Holy Communion, സാക്ഷ്യം പറയുവാൻ ദൈവസഭയിൽ ആവശ്യപ്പെടാറുണ്ട്. they ask the members of the congregation to testify. അപ്പോൾ അവർ പറയുന്നത് മനസാക്ഷി പ്രാഗൽഭ്യം അറിയിച്ചിട്ട് ഇരിക്കുവാനാണ്. You have to confess with confidence and sit down. എന്നാൽ ദുഃഖകരമെന്ന് പറയട്ടെ, sad to say, ഇന്നത്തെ അവസ്ഥയിൽ നാം നോക്കിയാൽ when we observe the present plight, ഏറിയ പങ്കാളുകളും എഴുന്നേറ്റ് നിന്നിട്ട് എന്താണ് പറയുന്നത്? vast majority, what do they confess? എനിക്ക് തിരുവത്താഴത്തിൽ പങ്കെടുക്കുവാൻ ആഗ്രഹമുണ്ട്. I got the desire to take part in the Holy Communion. ചിലര് അല്പം കൂടെ കൂട്ടിച്ചേർക്കും. Some people add a few more things. എനിക്ക് ആരോടും ഒന്നുമില്ല. I don't have any guilty conscience with anybody. എന്നോട് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ വേണ്ടത് ചെയ്തോളാം. If anybody has got anything against me, if you confess, I'm ready to reconcile. എനിക്ക് ആരോടും ഒന്നുമില്ല. I do not have any blame against എനിക്ക് anybody. ആരോടും വഴക്കില്ല. There's no discord with anybody. എനിക്ക് ആരോടും വൈരാഗ്യമില്ല. No vengeance with anybody. എനിക്ക് ആരോടും പ്രശ്നങ്ങളില്ല. No problem with anybody. ആരോടും എനിക്ക് ഭാരമില്ല. No burden with anybody. എനിക്ക് ആരോടും സ്നേഹമില്ല. No love with anybody. എനിക്ക് ആരോടും ഐക്യതയുമില്ല. No unity with anybody. എനിക്ക് ആരോടും ഒന്നും ഇല്ല. I could nothing with anybody. ചിലർ പറയുന്ന സാക്ഷ്യം ഇതാ. This is a testimony of some രാത്രിയിൽ ദൈവസന്നിധിയിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ, tonight as you are in the presence of God, നമ്മുടെ ഹൃദയത്തിന്റെ അവസ്ഥകളെ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ, let's introspect the state of our heart. കഴിഞ്ഞ നാളുകളിൽ ഈ അവസ്ഥയിൽ നാം തിരുവത്താഴ മേശയിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ, during the yesterdays in the present state, if you have taken part in the Holy Communion, വിശുദ്ധ ബൈബിൾ ഇപ്രകാരം പറയുന്നു, the Holy Bible makes it clear, യേശുവിന്റെ ശരീരവും അവന്റെ രക്തവും സംബന്ധിച്ചവർ കുറ്റക്കാരായി തീരും. touching the body and blood of Lord Jesus Christ, you shall be guilty. ദൈവത്തിന്റെ സഭ യേശുവിന്റെ മുൻപാകെ നിൽക്കുവാൻ കുറ്റമില്ലാത്തവരായി തീരണം. The church of God should be without any blame to stand before the presence of Jesus Christ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. വീണ്ടും ദൈവവചനത്തിലേക്ക് വരുമ്പോൾ, Again when we come to the word of God, കുറ്റക്കാരായി തീരുന്ന അനേക അവസ്ഥകളെ നമുക്ക് കാണുവാൻ സാധിക്കും. we come across plenty of experiences which might defile us. സദൃശ്യവാക്യങ്ങൾ 30-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, coming to Proverbs chapter 30 verse number 10, വായിച്ചാട്ടെ. ദാസനെ കുറിച്ച് യജമാനനോട് ഏഷണി പറയരുത്, അവൻ നിന്നെ ശപിപ്പാനും നീ കുറ്റക്കാരനായി തീരുവാനും ഇടവരരുത്. ദൈവത്തിന് സ്തോത്രം. praise be to the Lord. ദാസനെ കുറിച്ച് ഏഷണി പറയരുത്. accuse not a servant unto the master. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. glory be to the Lord. നാം മറ്റുള്ളവരെ കുറിച്ച് ഏഷണി പറയുന്നവരാകരുത്. we must not level accusations against others. അതിന് മൂലഭാഷയിൽ പല പദങ്ങൾ കൊടുത്തിട്ടുണ്ട്. in the original language different terms are used. മറ്റുള്ളവർക്ക് ദോഷകരമായ പ്രവർത്തികൾ ചെയ്യുന്ന വാക്കുകൾ, അതാണ് ഏഷണി എന്ന് പറയുന്നത്. words which are harming others, that's called as slander. മൂലഭാഷയിൽ അതിന് കൊടുത്തിരിക്കുന്നത് സ്ലാൻഡർ എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. the original language slander is the term used. അതിന്റെ അർത്ഥം, the meaning is, വാക്കുകൊണ്ട് ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദോഷം, the greatest harm you do a person with a word. ഒരു മനുഷ്യന് വാക്കുകൊണ്ട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദോഷം, the greatest harm done to a person with a word. നാം നമ്മുടെ അധരങ്ങളെ സൂക്ഷിച്ചുകൊള്ളണം. we must be watchful about our lips. ഏഷണി പറഞ്ഞാൽ അത് ദൈവത്തിന്റെ മുൻപാകെ കുറ്റമാണ് എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. the word of God says if you are slandering, you are guilty in the sight of God. വീണ്ടും ദൈവവചനത്തിലേക്ക് വരുമ്പോൾ, again when we come to the word of God, വേദപുസ്തകത്തിലെ ഒടുവിലത്തെ ഗ്രന്ഥമായ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം വന്നാൽ, when we come to the book of Revelation, which is the last book of the Bible, ഏഷ്യ മൈനറിലെ 7 സഭകളോട് പരിശുദ്ധാത്മാവിനുള്ള ദൂത് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കും. we notice the message of the Holy Spirit
unto the 7 churches of Asia Minor. അതിൽ പ്രധാനമായി 3 സഭകളോട് ദൈവത്തിന്റെ ആത്മാവ് അവരുടെ കുറ്റത്തെ ഓർപ്പിക്കുന്നുണ്ട്. Importantly, the Spirit of God is highlighting their guilt to 3 churches. ഒന്നാമത് എഫെസോസ് സഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നു. First one, the Spirit of God says in the church of Ephesus. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. Book of Revelation chapter 2 verse number 4. വായിച്ചാട്ടെ. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. പരിശുദ്ധാത്മാവ് ദൈവസഭയോട് പറയുകയാണ്, The Holy Spirit of God speaks to the church. ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയാനുണ്ട്. There is one guilt against you. You have left your first love. ഒത്തിരി നല്ല ഗുണങ്ങളുണ്ട്, Plenty of virtuous deeds. ഒരുപാട് അവിടെ എടുത്തു പറയുന്നുമുണ്ട്. Very virtuous are പക്ഷേ highlighted. ഒരു കുറ്റം ആത്മാവ് എടുത്തു The പറയുകയാണ്. Spirit of God refers to one guilt. നമ്മൾ ചിലപ്പോൾ ചിന്തിക്കാറുണ്ട്, Sometimes we would think ഒത്തിരി നല്ല ഗുണങ്ങൾ ഉള്ളതല്ലേ, plenty of virtuous deeds. അതിന്റെ ഇടയിൽ ഒരു ചെറിയ കുഴപ്പം, Of that one minor vice. അതങ്ങ് വിട്ടുകളഞ്ഞാൽ എന്താ കുഴപ്പം? What is wrong if you ignore it? വിട്ടുകളയാം, Okay, you could പക്ഷേ ignore. പരിശുദ്ധാത്മാവ് അത് വിട്ടുകളയുന്നില്ല. Holy Spirit of God does not wink at it. വ്യക്തമായിട്ട് അത് അവിടെ എടുത്തെഴുതി, Clearly it is referred to. ആദ്യ സ്നേഹം കുറഞ്ഞുപോയി എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. There is something lacking in you. You fall from the first love. ഞാൻ ഇപ്പോൾ കരങ്ങൾ ഉയർത്തി എല്ലാവരെയും കൊണ്ടൊരു ഹല്ലേലൂയ പറയിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. I am willing to just make you shout hallelujah. ആരും എന്നോട് കോപിക്കരുത്. Please do not get angry with me. രക്ഷിക്കപ്പെട്ട നാളിൽ അന്ന് നിങ്ങളിൽ ഉണ്ടായിരുന്ന ദൈവസ്നേഹം ഇപ്പോഴും സൂക്ഷിക്കുന്നവർ, On the day that you got saved, the love of God was in you, even now those who keep. ആരംഭ നാളുകളിൽ ഉണ്ടായിരുന്ന ദൈവസ്നേഹം ഇന്നും സൂക്ഷിക്കുന്നവർ, The love of God that you had during the initial days, those who keep even now. ഇന്ന് രാത്രിയിൽ ഇവിടെ ഉണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. Do not if in this congregation, lift their hands and shout hallelujah. വളരെ നന്നായിരിക്കുന്നു. It is a good thing. പത്തനംതിട്ട വളരെ മനോഹരമായിരിക്കുകയാണ്. Pathanamthitta is really pleasant. ദൈവത്തിന് മഹത്വമുണ്ടാകും. Glory be to God. പരിശുദ്ധാത്മാവ് നമ്മോട് എടുത്തു പറയുകയാണ്, The Holy Spirit of God is highlighting. ആദ്യ സ്നേഹം പോയി എന്ന് ഒരു കുറ്റം നിന്നെ കുറിച്ച് പറയുവാനുണ്ട്. You are guilty of having fallen away from the first love. എന്തുകൊണ്ടാണ് ദൈവാത്മാവ് ഇത് വ്യക്തമായി എടുത്ത് എഴുതിയത്? Why does the Holy Spirit of God make it clear? ഒരുപാട് നല്ല ഗുണങ്ങളുടെ കൂട്ടത്തിൽ ഇതിനെ വേണമെങ്കിൽ അങ്ങ് റിമൂവ് ചെയ്യാമായിരുന്നില്ലേ? You have plenty of virtuous deeds. This could have been removed. ദൈവത്തെ പിൻപറ്റുന്ന ഒരു ദൈവ പൈതൽ, A child of God who follows God ഈ ലോകത്തിലെ അവന്റെ വിശ്വാസ ജീവിതയാത്രയിൽ in the journey of his Christian life in this world, അവൻ എന്തായിരിക്കണം? how should he be? നമ്മുടെ ദൈവം ആരാണെന്ന് ആദ്യം നാം അറിയണം. First, we must comprehend who is our God. ആരാണ് നമ്മുടെ ദൈവം? Who is our God? ദൈവം നമ്മുടെ ആരാണ്? Who is God unto us? നാം വിളിച്ചപേക്ഷിക്കുന്ന ദൈവം ആരാണ്? The God upon whom we call, who is he? ആർക്കെങ്കിലും പറയാമോ? Can anyone respond? ദൈവം ആരാണ്? Who is God? ദൈവവചനം പറയുന്നു, Word of God says, ദൈവം സ്നേഹം തന്നെ. God is love. നമ്മുടെ രക്ഷിതാവായ ക്രിസ്തു, പുത്രനായ ക്രിസ്തു അവൻ ആരാകുന്നു? Our Savior, Son, Jesus Christ, who is he? എന്താണ് അവന്റെ രൂപം? What is his image? മൈക്കിൾ ആഞ്ചലോ വരച്ചെടുത്ത യേശുവിന്റെ ആ രൂപമാണോ ക്രിസ്തുവിന്റെ യഥാർത്ഥ രൂപം? Is it the portrait pictured by Michelangelo? എന്താണ് യേശുവിന്റെ രൂപം? What is the image of Jesus Christ? ആർക്കെങ്കിലും പറയാമോ? Can anyone say? പൗലോസ് അപ്പോസ്തലൻ കൊലോസ്യർക്ക് ലേഖനം എഴുതിയപ്പോൾ ഇങ്ങനെ പറഞ്ഞു, Apostle Paul when writing to the Colossians very clear, സ്നേഹത്തിന്റെ സ്വരൂപമായ പുത്രൻ, Son, embodiment of love. നാം വിളിച്ചപേക്ഷിക്കുന്ന നമ്മുടെ ദൈവം സ്നേഹമാകുന്നു. Our God we call upon is embodiment of അവന്റെ love. പുത്രനായ യേശു സ്നേഹത്തിന്റെ രൂപമാകുന്നു. Not Jesus' Son is an image of love. അങ്ങനെയാണെങ്കിൽ ആദ്യ സ്നേഹത്തിൽ നാം നിലനിൽക്കണം. If so, we have to become steadfast in the first love. അതൊരു കുറ്റമായി ദൈവാത്മാവ് നമ്മെ ഓർപ്പിക്കുകയാണ്. The Spirit of God refers to us as a guilt. രണ്ടാമതായി പെർഗമോസ് സഭയെക്കുറിച്ച് ആത്മാവ് ഓർപ്പിക്കുന്നു. Secondly, the Church of God speaks to Pergamos church. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം. Book of Revelation chapter 2 verse number 14. എന്താണ് അവിടെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നത്? What is mentioned by the Holy Spirit there? വായിച്ചാട്ടെ 2:14. എങ്കിലും നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറയാനുണ്ട്. ഇസ്രായേൽ മക്കൾ വിഗ്രഹാർപ്പിതം തിന്നേണ്ടതിനും ദുർനടപ്പ് ആചരിക്കേണ്ടതിനും അവരുടെ മുൻപിൽ ഇടർച്ച വെപ്പാൻ ബാലാക്കിന് ഉപദേശിച്ചു കൊടുത്ത ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ അവിടെ നിനക്കുണ്ട്. അവിടെ നിനക്ക് ഉണ്ട്. You got such there.
കുറഞ്ഞൊരു കുറ്റം നിന്നെക്കുറിച്ചും പറയുവാനുണ്ട്. There are few things short about you. ബിലയാമിന്റെ ഉപദേശം പിടിച്ചിരിക്കുന്നവർ നിനക്ക് അവിടെ ഉണ്ട്. People who are held with Balaam's doctrine are for you. എന്താണ് ബിലയാമിന്റെ ഉപദേശം? What's the doctrine of Balaam? ദൈവത്തിന്റെ ജനത്തെ തെറ്റിലേക്ക് നടത്തുവാനുള്ള മാർഗം പറഞ്ഞു കൊടുത്തവനാണ് ബിലയാം. Balaam taught the way to lead the people unto erroneous things. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഇന്നും സഭകളിൽ വ്യാപരിക്കുന്ന ഒരാത്മാവാണ് ബിലയാമിന്റെ ഉപദേശം. Even today the doctrine of Balaam is something operating in churches. മറ്റൊരു ഭാഗത്ത് ഇതിനെ നിക്കലോവിയരുടെ ഉപദേശം എന്നാണ് പറയുന്നത്. Another part is called the doctrine of Nicodemus. ദൈവത്തിന് സ്തോത്രം. Praise be to the എന്താണ് Lord. നിക്കലോവിയർ എന്ന് പറയുന്നത്? What's the Nicodemus? ബിലയാം എന്ന എബ്രായ പദത്തിന്റെ ഗ്രീക്ക് രൂപമാണ് നിക്കലോവ്. The great term of Balaam is Nicolao. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അതാണ് നിക്കലോവിയരുടെ ഉപദേശം, The doctrine of the Nicolaitans. അല്ലെങ്കിൽ ബിലയാമിന്റെ ഉപദേശം. Otherwise the doctrine of Balaam. പെർഗമോ സഭയോട് പരിശുദ്ധാത്മാവ് പറയുകയാണ്, നിന്നെക്കുറിച്ച് കുറഞ്ഞൊരു കുറ്റം പറവാനുണ്ട്. Holy Spirit of God speaks to the church of Pergamos. There is a few shortcomings about you. ദൈവത്തിന്റെ ജനത്തെ തെറ്റിലേക്ക് നടത്തുവാൻ ഉപദേശിച്ചു കൊടുക്കുക. You are teaching the people of God to move into perversion. ഇന്നും അതുപോലുള്ള ഉപദേശങ്ങൾ നമുക്ക് കാണാം. You will come across such doctrines in our midst. എന്താണ് ഉപദേശം? What is the doctrine? നമ്മുടെ പിതാക്കന്മാർ പിൻപറ്റി വന്ന പല കാര്യങ്ങളും, Many things followed by your forefathers. നമ്മുടെ മുൻകാല വിശുദ്ധന്മാർ നമ്മെ പഠിപ്പിച്ച പല അനുഭവങ്ങളും, Many experiences taught by our holy fathers. ഇക്കാലങ്ങളിൽ പലരും പറയുന്നു സാരമില്ല, These people say no matter. അത് കുഴപ്പമില്ല. Doesn't matter. അങ്ങനെ ആയാൽ ദൈവം അങ്ങ് ക്ഷമിച്ചോളും. If so, God will forgive. നമ്മൾ ജഡത്തിൽ വസിക്കുന്നവരല്ലേ, Because we are dwelling in the flesh. ദൈവം ക്ഷമിച്ചോളും. God will forgive. ദൈവം കരുണാമയനാണ്. God is an embodiment of mercy. മനുഷ്യരെ തെറ്റിലേക്ക് നടത്തുന്ന ഉപദേശങ്ങൾ, Doctrines leading people unto perversion. ഒരുപാട് കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറയുവാനുണ്ട്. Plenty of things ought to be spoken about. ഒറ്റ വാക്കിൽ ഞാൻ അവിടെ അവസാനിപ്പിക്കട്ടെ. Let me briefly tell it. ദൈവജനം തെറ്റായ അവസ്ഥയിലേക്ക് പോകുവാൻ, In order for the people of God to move into erroneous ways, ദൈവത്തിന്റെ വചനത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് ഒരു മനുഷ്യൻ വ്യതിചലിക്കുവാൻ തക്കവണ്ണം, you not to deviate from the track of God unto the erroneous track. ദൈവവചനത്തിന്റെ സത്യങ്ങളെ ലഘുവായി ചിത്രീകരിച്ചാൽ അത് ബിലയാമിന്റെ ഉപദേശമായി മാറും. Amplifying the doctrines of God, that amounts to the doctrine of Balaam. ഇസ്രായേൽ ജനം തെറ്റിലേക്ക് പോയി. Israelites plunged under error. ദൈവത്തിന്റെ ന്യായവിധി അവരുടെ മേൽ വരുവാനിടയായി തീർന്നു. The judgment of God came upon them. പെർഗമോ സഭ ബിലയാമിന്റെ ഉപദേശമെന്ന കുറ്റത്തിൽ മുൻപോട്ട് പോവുകയാണ്. Church of Pergamos, holding fast the doctrine of Balaam, moved forward. അടുത്തതായി തുയഥൈര സഭയെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുന്നു. For the Holy Spirit of God speaks to the church of Thyatira. 2-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ, Coming to chapter 2, verse number 20. അവിടെ ആ സഭയെക്കുറിച്ച് പറയുന്നു, നിന്നെക്കുറിച്ചും ഒരു കുറ്റം പറവാനുണ്ട്. Concerning church is mentioned, there is a very shortcoming about you. എന്താണ് തുയഥൈര സഭയുടെ കുറ്റം? What is wrong in the church of Thyatira? ഇസബേൽ എന്നൊരു സ്ത്രീയെ നീ അവിടെ അനുവദിക്കുന്നു എന്നൊരു കുറ്റം നിന്നെക്കുറിച്ച് പറവാനുണ്ട്. You permit a woman named Jezebel. എന്താണ് ഇസബേൽ എന്ന സ്ത്രീയെ സഭ അനുവദിച്ചതുകൊണ്ടുണ്ടായ കുഴപ്പം? What is permitted by the church called Jezebel? എന്താണ് ഇസബേൽ എന്ന് പറയുന്നത്? What's the Jezebel? നമുക്കറിയാം, ഭക്തനായ ഏലിയാവിനെ കൊന്നൊടുക്കുവാൻ കൊല്ലുവാൻ വേണ്ടി പ്രതിജ്ഞ എടുത്തവളാണ് ഇസബേൽ. We know this Jezebel took the oath in order to kill the prophet Eliah. നീതിമാനെ വധിക്കുവാൻ ആഗ്രഹിക്കുന്ന ഇസബേൽ. Jezebel who thirsty after killing the righteous. ഇന്നും സഭകളിൽ ഇങ്ങനെയുള്ള ആത്മാവ് വ്യാപരിക്കുന്നുണ്ട്. Even in the church such spirits are hampering. പരമാർത്ഥികളും നീതിമാന്മാരുമായി ജീവിക്കുന്നവരെ ആത്മീക മരണത്തിലേക്ക് തള്ളിവിടുവാനുള്ള ഉപായം ചിന്തിക്കുന്നവർ, People who are just conspiring subtlety in order to lead people upright and righteous and abominable things. ദൈവത്തിന്റെ വചനം പറയുന്നു, നീ ഇസബേലിനെ അവിടെ അനുവദിക്കുന്നു. The word of God says you are permitting Jezebel there. എന്താണ് വീണ്ടും ഇസബേലിനെ കുറിച്ച് പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത്? Again, what do we understand concerning this നാബോത്ത് Jezebel? എന്ന ഒരു ഭക്തനെ കുറ്റക്കാരെ നിർത്തി, കള്ളസാക്ഷികളെ കൊണ്ട് നിർത്തി കല്ലെറിഞ്ഞു കൊന്നു. Naboth a saint, and he was pelted to stones and to death by giving false testimony. കള്ളസാക്ഷികളെ നിർത്തിയിട്ട് നാബോത്ത് എന്ന ഭക്തനെ എറിഞ്ഞു കൊന്നു. By giving false testimonies, Naboth the saint of God was put to death. എന്നിട്ട് അവന്റെ മുന്തിരിത്തോട്ടം ഇവൾ വാങ്ങിയെടുത്തു. Thereafter she grabbed her vineyard തന്റെ ഭർത്താവായ ആഹാബ് എന്ന രാജാവിന് വേണ്ടി, for her husband King Ahab. നീതിമാനെതിരെ കള്ളസാക്ഷികളെ നിർത്തി അവനെ കൊന്നു. Bearing false witness against the righteous, that was a sentence to be killed. ഈ ലോകത്തിൽ നമുക്കും വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. In this world,
if we desire, we can do it. അനീതിയായ പ്രവർത്തികൾ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. If we want, we can do unrighteous deeds. അതിന് നമുക്ക് ഒരുപാട് വിറ്റ്നസ്സും ഉണ്ടാക്കിയെടുക്കാം. We can create plenty of witnesses. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. എന്നാൽ ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു. The word of God proclaims. ഏലിയാവെന്ന ഭക്തൻ ആത്മാവിൽ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു. Elijah the godly in the spirit proclaimed. നാബോത്തിന്റെ രക്തം നായ്ക്കൾ നക്കിയതുപോലെ As Naboth was licked by dogs, ഇസബേലിന്റെ രക്തവും നായ്ക്കൾ നക്കും. the blood of Jezebel shall be licked by dogs. എന്തിനാണ് ഇങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്? What for such experiences are mentioned in the Holy Bible? നമ്മുടെ ഹൃദയത്തിൽ കുടികൊള്ളുന്ന അനീതി എന്ന സ്വഭാവത്താൽ, By the vicious nature, unrighteousness in our life, കാരണം കൂടാതെ മറ്റൊരാൾക്ക് നാം ദോഷം ചെയ്താൽ, unreasonably, if you do harm to others, നമ്മെ കാണുന്ന ഒരു നീതിമാനുണ്ട്. there's a righteous one beholding our life. ഒരു നീതിമാന്റെ രക്തം ഭൂമിയിൽ വീഴുമ്പോൾ, When the blood of righteous falls upon the earth, നീതിമാനായ ദൈവം തന്റെ കണ്ണുകൾ ഭൂതലത്തിലേക്ക് അയച്ച കാഴ്ച കാണുകയാണ്. righteous God is peeping his eyes upon the earth, beholding the sight. ദൈവം നീതിമാനായ ദൈവമാണ്. God is a righteous one. നമുക്കറിയാമല്ലോ ഇസബേലിന്റെ അന്ത്യം. We know the end of Jezebel. യേഹൂ രാജാവായി കുതിരപ്പുറത്ത് കയറി വരുമ്പോൾ, Jehu became the king riding on the horse, ഇവൾ കിളിവാതിൽ കൂടെ നോക്കിയിട്ട് പറയുകയാണ്, looking into the window. നീ യേഹൂ തന്നെയാണോ? Are you Jehu? യേഹൂ വിളിച്ചു ചോദിച്ചു, ആരുണ്ടവിടെ? Jehu cries, who is there? രണ്ട് ഷണ്ഡന്മാർ മുൻപോട്ട് കടന്നു വന്നു. Two eunuchs came forward. അവളെ പൊക്കിയെടുത്ത് താഴേക്ക് ഇട്ടു. She was drawn, cast അവൾ aside. പൊട്ടിത്തെറിച്ച് അവളുടെ രക്തം മതിലിന്മേൽ തെറിച്ചു. She was smashed to pieces. Blood is spilled on the wall. അവളുടെ രക്തവും നായ്ക്കൾ നാക്കി. Dogs licked her blood. ദൈവം നീതിമാനായ ദൈവമാണ്. God is a righteous God. എന്താണ് വീണ്ടും ഇസബേലിനെ കുറിച്ച് നാം പഠിക്കുന്നത്? Again concerning Jezebel, what do we understand? യേഹൂ രാജാവായി കുതിരപ്പുറത്ത് വരുമ്പോൾ, Jehu became the king riding on the ഈ horse. ഇസബേൽ കിളിവാതിൽ കൂടെ നോക്കിയ നോട്ടത്തെ കുറിച്ച് പറയുന്നുണ്ട്. Concerning that Jezebel had through the window. അവൾ കണ്ണെഴുതി പൊട്ടക്ക് തൊട്ട് മുടിയൊക്കെ നല്ല മനോഹരമായി ചീകി ഒതുക്കി യേഹൂവിനെ ഇങ്ങനെ നോക്കുകയാണ്. She put the eye salve, she decorated one, adorned herself, and looking through the window. ആധുനിക ലോകത്തിന്റെ ഫാഷന്റെ ഭ്രമം ഇസബേലിൽ നമുക്ക് കാണുവാൻ സാധിക്കും. We notice the pomp of the glory of the modern world in Jezebel. ഇന്ന് ദൈവസഭയിൽ ഈ അവസ്ഥകളൊക്കെ വന്ന് കയറിയിരിക്കുകയാണ്. The present day church, these things are corrupting. ഫാഷന്റെ ഭ്രമം ഇന്ന് ദൈവജനത്തെ മുഴുവനായി പിടിച്ചിരിക്കുന്നു. The pomp of fashion completely held the people of God. ഇത് ഇസബേലിന്റെ ആത്മാവാണെന്ന് മറന്നു പോകരുത്. Don't forget, that's the spirit of Jezebel. മാതാപിതാക്കളോട് ഞാനൊരു സത്യം ഓർപ്പിക്കട്ടെ. Let me remind the truth to the parents. ലോകരക്ഷിതാവായ ക്രിസ്തുനാഥൻ Lord Jesus Christ, the Savior of the world, കാൽവറിയിലേക്ക് നടന്നു പോകുമ്പോൾ, as he trod on to Calvary, ഒരു പറ്റം സ്ത്രീകൾ അവനെ അനുഗമിച്ച് കരഞ്ഞുവെന്നാണ്. a band of women followed him and weeping. അവരെ തിരിഞ്ഞു നോക്കിയിട്ട് യേശു അവർക്കൊരു നിർദ്ദേശം കൊടുത്തു. Looking at them, Lord Jesus Christ just gave them an instruction. യെരൂശലേം പുത്രിമാരേ, Daughters of നിങ്ങൾ Jerusalem, എന്നെ ചൊല്ലി കരയരുത്. do not weep for me. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരവീൻ. Weep for you and your children. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ഓർത്ത് കരവീൻ. Weep for you and your children. കുഞ്ഞുങ്ങളെ ഓർത്ത് കരയുന്ന എത്ര മാതാപിതാക്കളുണ്ട്? How many parents are then weeping for the children? സ്വന്തം മക്കളെ ഓർത്ത് കരയുന്ന എത്ര പേരുണ്ട്? How many parents are then weeping for the children? പരിശുദ്ധാത്മാവ് നമ്മോട് വ്യക്തമായി പറയുന്നു, Holy Spirit of God strictly speaks to us. തലമുറകളെ ഓർത്ത് കരയുന്നവരാകണം. We must be remembering generations and shedding tears. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ആധുനിക ലോകത്തിൽ ഇന്ന് സഭകളിൽ ഫാഷന്റെ ഭ്രമം കടന്നുകൂടി. In the modern world in churches, the pomp of fashion corrupting. അത് ഇസബേലിന്റെ ആത്മാവാകുന്നു. That's the spirit of Jezebel. തിയതൈര സഭയോട് പരിശുദ്ധാത്മാവ് പറഞ്ഞത്, And the church of Thyatira, Holy ഇസബേൽ Spirit of God ഇസബേൽ says, എന്ന സ്ത്രീയെ നീ അവിടെ അനുവദിക്കുന്നു. you are permitting the woman Jezebel. എഫെസോ സഭയുടെ കുറ്റം ദൈവാത്മാവ് ഓർപ്പിക്കുകയാണ്. The Spirit reminds the guilt of Ephesus. ആദ്യ സ്നേഹം കുറഞ്ഞുപോയി. You've fallen from the first love. പെർഗമോ സഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, And the Pergamos, Holy Spirit of God says, ബിലെയാമിന്റെ ഉപദേശം നിന്റെ സഭയിൽ ഉണ്ട്. the doctrine of Balaam is in your church. തിയതൈര സഭയോട് പരിശുദ്ധാത്മാവ് പറയുന്നു, On the church Thyatira, the Holy Spirit of God says, ഇസബേലിനെ അനുവദിച്ചു എന്നൊരു കുറ്റം നിനക്ക് അവിടെ ഉണ്ട്. there is a shortcoming in you. That's a permitted Jezebel. ഇന്ന് രാത്രി വേളയിൽ Tonight, ഈ നിലവാരത്തിലുള്ള ഏതെങ്കിലും ബലഹീനതകളോട് ദൈവസന്നിധിയിൽ ഇരിക്കുന്നവരുണ്ടോ? is there anyone in the sight of God with such a shortcoming? വിടുതൽ പ്രാപിപ്പാൻ ഒരു മാർഗം നമ്മുടെ മുൻപാകെ ഉണ്ട്. There's a way is kept before us to find deliverance. വിടുതൽ പ്രാപിപ്പാൻ ഒരു മാർഗം നമുക്കുണ്ട്. We have got a way to find deliverance. അബദ്ധവശാൽ ജീവിതത്തിൽ സംഭവിച്ച തെറ്റുകൾക്ക് വേണ്ടി
വേണ്ടി ഉദ്ധാരണത്തിനൊരു മാർഗം ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. Word of God speaks about a way of remission for the sins we committed inadvertently. ഒരു സങ്കേത നഗരത്തെക്കുറിച്ച് ബൈബിൾ നമ്മെ ഓർപ്പിക്കുന്നു. Bible speaks of a city of refuge. യോശുവയുടെ പുസ്തകം 20:2-3 വാക്യങ്ങൾ വായിച്ചാൽ Coming to the book of Joshua chapter 20 verses 2 ഒരു and മനുഷ്യൻ 3. അബദ്ധവശാൽ സംഭവിച്ച തെറ്റുകൾക്ക് അവൻ ഓടിച്ചെല്ലുവാൻ ഒരു സങ്കേത നഗരമുണ്ട്. Unawares, when a man commits a sin, in order to find a rescue, he can go to a city of refuge. എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, Fellow people of God listening to നമുക്കും me, ഒരു സങ്കേത നഗരമുണ്ട്. we too have a city of refuge. അത് യേശുവിന്റെ നാമമാണ്. That's the name of Jesus. Name of the Lord is a strong tower. The name of the Lord is a strong tower. യഹോവയുടെ നാമം ബലമുള്ള The ഗോപുരമാകുന്നു. name of the Lord is a strong tower. നീതിമാൻ ഓടിച്ചെന്ന് അതിലേക്ക് അഭയം പ്രാപിക്കും. Righteous shall run and find asylum ഈ there. രാത്രിവേളയിൽ നമുക്ക് ഓടിച്ചെല്ലുവാൻ ഒരു സങ്കേത നഗരമുണ്ട്. Tonight there's a city of refuge for us. to അതത്രേ find asylum. നമ്മുടെ യേശുവിന്റെ കാൽവറി. That's a Calvary of Lord ഇന്ന് Jesus Christ. രാത്രിവേളയിൽ ഓടിച്ചെല്ലുവാൻ ഒരു സങ്കേത നഗരം. Tonight there's a city of refuge for us to run. യേശുവിന്റെ കാൽവറി നമ്മുടെ സങ്കേത നഗരമാണ്. The Calvary of Jesus is the city of refuge for us. കഴിഞ്ഞ കാല ജീവിതത്തിൽ സംഭവിച്ച സകല പരാജയങ്ങളും ഓർത്ത് Remember all the failures took place in the past days. നമുക്ക് കടന്നു വരുവാൻ ഒരു സങ്കേത നഗരമുണ്ട്. We have got a city of refuge for us to find. അബദ്ധവശാൽ സംഭവിച്ച തെറ്റാണെങ്കിൽ അതിന് നമുക്ക് ഓടി വരാം. If it is still committed unawares, we can come. നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ സകല തെറ്റുകളെയും ഓർത്ത് കാൽവറിയിലേക്ക് നമുക്ക് ഓടി വരാം. Remember all the shortcomings that take place in our life. Let us come to Calvary. അവന്റെ കാൽവറി ഇന്ന് നമുക്ക് ആയി തുറന്നു കിടക്കുക. Calvary is even today laid open for us. യേശു തമ്പുരാന്റെ കാൽവറിയുടെ അനുഭവം എന്താണ്? What is the experience Lord Jesus Christ on Calvary? മനുഷ്യവർഗത്തിന്റെ സകല പാപത്തെയും ശാപത്തെയും സ്വന്തം ചുമലിൽ ചുമന്നുകൊണ്ട് Bearing curses and sins of mankind on his own shoulders. ഗാൽഗുഥ മലമുകളിലേക്ക് പോയി. He was trekking to the peak of Golgotha. അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ക്രൂശിൽ അവന്റെ കൈകാലുകൾ വിരിച്ചു പിടിച്ചവർ ആണി തറച്ചു. His members were just stretched, nailed to the cross made there. ക്രൂശിന്റെ മുകളിൽ ഒരു ഞാൺ കെട്ടി ആ ക്രൂശ് അവർ ഉയർത്തി. They just kept a rope and laid on the horse. പാറയിൽ വെട്ടിയുണ്ടാക്കി വെള്ളലിലേക്ക് ആ ക്രൂശ് വീഴുവാനിടയായി. That is pushed into the pit, hewn on the rock. പാപമില്ലാത്ത പരിശുദ്ധനായവന്റെ പൂവൽ മെയ് ക്രൂശിന്മേൽ കിടന്നാടി ഉലയുവാനിടയായി. The sinless soul in the body was just oscillating on the cross. എന്തിനു വേണ്ടി? What for? ലോകത്തിലെ സകല മനുഷ്യരുടെയും പാപങ്ങളെ ചുമക്കുവാൻ, Bearing the iniquity of mankind. എന്റെയും നിങ്ങളുടെയും പാപങ്ങളെ ചുമക്കുവാൻ In order to bear my sins and yours, ഈശോ മശിഹ ക്രൂശിലേക്ക് പോയി. Lord the Savior moved on to the cross. ആ സങ്കേത നഗരത്തിലേക്ക് ഓടി വരാമോ? Let us run to the city of refuge. രാത്രിയിലും നിലയ്ക്കാത്ത പ്രവാഹമായി അവന്റെ രക്തം അവിടെ നിന്ന് ഒഴുകിക്കൊണ്ടിരിക്കും. Tonight is incessant flow. His blood is flowing from there. കണ്ടിടുക നീ കാൽവറി ക്രൂശിൽ കർത്തനാമേശു നിനക്കു വേണ്ടി. കണ്ടിടുക നീ കാൽവറി ക്രൂശിൽ കർത്തനാമേശു നിനക്കു വേണ്ടി. പാപവും ശാപവും രോഗവും ചുമന്ന് നിർമ്മലരുതിരം ചൊരിഞ്ഞിടുന്നു. പാപവും ശാപവും രോഗവും ചുമന്ന് നിർമ്മലരുതിരം ചൊരിഞ്ഞിടുന്നു. ഈ ദൈവ സ്നേഹത്തെ അധന്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടോ. അവകാശം നൽകുവാൻ ഈ ദൈവ സ്നേഹത്തെ അധന്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടും. അവകാശം നൽകുവാൻ നൽകുത്ത മലമേൽ കയറിടുന്നേ നാഥൻ ക്രൂശം ചുമലിൽ ചുമന്നുകൊണ്ട്. നൽകുത്ത മലമേൽ കയറിടുന്നേ നാഥൻ ക്രൂശം ചുമലിൽ ചുമന്നുകൊണ്ട്. നിന്നെ വീണ്ടെടുപ്പാൻ നിന്നയും സാധിച്ചു. പോയിടും കാഴ്ച നീ കണ്ടിടുക. ഓ നിന്നെ വീണ്ടെടുപ്പാൻ നിന്നയും സഹിച്ച് പോയിടും കാഴ്ച നീ കണ്ടിടുക. ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ, നിന്നെ പുത്രനാക്കിടോ. അവകാശം നൽകുവാൻ ഓ ഈ ദൈവ സ്നേഹത്തെ അഗണ്യമാക്കല്ലേ,
എന്നെ പുത്രനാക്കിടൂ അവകാശം നൽകുവാൻ. യേശുദമ്പുരാന്റെ കാൽവറി നമ്മെ സ്നേഹത്തോടെ വിളിക്കുകയാണ്. The Calvary of Lord Jesus Christ beckons us with love. നമ്മുടെ ജീവിതത്തിന്റെ അകൃത്യങ്ങളും പാപങ്ങളും പരിഹരിക്കുവാൻ അവന്റെ കാൽവറി നമുക്ക് മതിയായതാണ്. His Calvary is all sufficient to tackle all the iniquity and sins of our life. യേശുവിന്റെ പുനരാഗമന നാളിൽ നാം എങ്ങനെയായി തീരണം? On the second coming of Lord Jesus Christ, how should we be? ഒന്നാമത് നാം കുറ്റമില്ലാത്തവരായി കാണപ്പെടണം. Basically, we must be blameless. രണ്ടാമതായി നാം നോക്കുമ്പോൾ Secondly, when we observe, അവന്റെ മുൻപാകെ നിൽക്കുവാൻ നാം ഇടർച്ചകളില്ലാത്തവരായി കാണപ്പെടണം. we must be wide of offense to stand before Him. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Philippians chapter 1 verse number 10. വായിച്ചാട്ടെ 1-ന്റെ 10-ാം വാക്യം. ക്രിസ്തുവിന്റെ നാളിലേക്ക് നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരും ക്രിസ്തുവിന്റെ നാളിലേക്ക് നിങ്ങൾ നിർമ്മലന്മാരും ഇടർച്ചയില്ലാത്തവരുമായിരിക്കണം. He must be blameless, wide of offense on the day of Christ. നാം അവന്റെ മുൻപാകെ നിർമ്മലന്മാരായിരിക്കണം. We must be blameless before Him. അടുത്തത് ഇടർച്ചകളില്ലാത്തവരായിരിക്കണം. Further, we must be without any offense. എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഇടർച്ചകൾ ഉണ്ടാകുന്നത്? When does offense take place in our life? പത്രോസിന്റെ 1-ാം ലേഖനം 2-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Coming to 1 Peter chapter 2 verse number 8. ദൈവത്തിന്റെ വചനം അനുസരിക്കാത്തപ്പോൾ അവർ ഇടറുന്നു എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. The word of God says, as they fail to obey the word of God, they feel stumbled. എപ്പോഴൊക്കെയാണ് നാം ഇടർച്ചയുള്ളവരായി തീരുന്നത്? When do you feel offended? ദൈവവചനത്തെ വേണ്ടും പോലെ ഉൾക്കൊള്ളാതെ ഇരുന്നാൽ ഇടർച്ചയുള്ളവരായി തീരും. When we fail to comprehend the word of God, the proper perspective, വീണ്ടും we get stumbled. ദൈവവചനത്തിലേക്ക് വരുമ്പോൾ Again, turning to the word of God. മാർക്കോസ് 4-ാം അധ്യായം 17-ാം വാക്യം. Mark's Gospel chapter 4 verse number അവിടെ 17. ദൈവവചനം ഇപ്രകാരം പറയുന്നു. The word of God makes it clear. പാറസ്ഥലത്ത് വീണ വിത്തിനെ കുറിച്ച് പറയുമ്പോൾ As it is mentioned on the seed is sown on അത് the rock വളർന്ന് ഫലം കൊടുപ്പാൻ കഴിയാതെ വണ്ണം that grows, not able to yield forth the fruit. വചന നിമിത്തമുള്ള ഉപദ്രവങ്ങളോ പരീക്ഷകളോ നേരിടുമ്പോൾ When the persecutions, affliction because of the word of അത് God, ഇടറിപ്പോകുന്നു. that is it choked. എന്താണ് കാരണം? What's the reason? ഉള്ളിൽ വേരില്ലാത്ത ക്ഷണികന്മാർ. That is people with a root within. ദൈവത്തിന്റെ വചനത്തിന്റെ വേര് നമ്മുടെ ആഴങ്ങളിൽ ഇല്ല എങ്കിൽ നാം പരീക്ഷകൾ ഇടറിപ്പോകും. The root of the word of God is not in the yonder part of the conscience. We'll be stumbled at a trial. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. 1 യോഹന്നാൻ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Coming to 1 John chapter 2 verse number 10. സഹോദരന്മാരെ സ്നേഹിക്കുന്ന അവസ്ഥയെക്കുറിച്ച് പറയുന്നു. It is support to the nature of loving the brethren. വായിച്ചാട്ടെ 2-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം. Chapter 2 verse 10. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു, ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. ഇടർച്ചയ്ക്ക് അവനിൽ കാരണമില്ല. Not occasion of stumbling in him. സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു. He that loves his brother dwells in light. അവരുടെ ഉള്ളിൽ ഇടർച്ചയ്ക്ക് കാരണമില്ല. There's no reason for stumbling. നമ്മുടെ ജീവിതത്തിൽ ഇടർച്ചകളുടെ അനുഭവം ഉണ്ടാകുന്നെങ്കിൽ When we come across offenses in our life, അതിന്റെ ഒരനുഭവം നാം സഹോദരങ്ങളെ സ്നേഹിക്കുന്നില്ലെന്നുള്ളതാണ്. one experience is we don't have a brethren. എത്ര പേര് വെളിച്ചത്തിൽ വസിക്കുന്നുണ്ട്? How many are abiding in light? എത്ര പേർ വെളിച്ചത്തിൽ വസിക്കുന്നു? How many are dwelling in light? ഈ ട്യൂബ് ലൈറ്റിന്റെ വെളിച്ചമല്ല, Not the light of the tube light, സൂര്യന്റെ വെളിച്ചവുമല്ല, not the light of the sun ഈ even. വചനത്തിന്റെ വെളിച്ചത്തിൽ, It is the light of the word of ക്രിസ്തു God. എന്ന വെളിച്ചത്തിൽ, It is like Christ, ദൈവത്തിന്റെ ആത്മാവിന്റെ വെളിച്ചത്തിൽ the light of the Spirit of God. അവരാണ് സഹോദരങ്ങളെ സ്നേഹിക്കുന്നത്. They are the ones loving the brethren. പരസ്പരം സ്നേഹമുണ്ടോ? Do you have mutual love? ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. പോലും ചിലപ്പോൾ പ്രശ്നങ്ങളും ഭാരങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ, Some problems and burdens come up. എന്തെങ്കിലും ഇടർച്ചകളോ ഭിന്നതകളോ ഉണ്ടായാൽ There's a strife and division. പരസ്പരം ക്ഷമയോദിച്ചൊക്കെ നിരപ്പ് They പ്രാപിക്കാറുണ്ട്. will apologize, get reconciled. ഒരിക്കൽ രണ്ട് വിശ്വാസികൾ തമ്മിൽ പ്രശ്നമുണ്ടായി. Once those two believers, there was love. ഒരാൾക്ക് ദേഷ്യം വന്ന ഒറ്റ അടി വെച്ചു കൊടുത്തു. One person got angry and slapped the other person. 2 ആഴ്ച കഴിഞ്ഞപ്പോൾ തിരുവത്താഴം സഭയിൽ വന്നു. After 2 weeks, there's a holy table in the ഭർത്തൃമേശ church. എടുക്കണമെങ്കിൽ നിരപ്പ് പ്രാപിക്കണം. To take part in the holy communion, you അപ്പോൾ must be ക്ഷമയോദിച്ചെങ്കിലല്ലേ reconciled. പറ്റൂ. There should be apology. ഈ അടിച്ച സഹോദരൻ അടി കൊണ്ടവനെ അടുക്ക വിളിച്ചിട്ട്, The man who had beaten, the one who was beaten was 2 ആഴ്ചയ്ക്ക് summoned. മുമ്പ് ഞാൻ ഇയാളെ ഒരു അടി അടിച്ചല്ലോ. 2 weeks ago, I had beaten him. ദൈവനാമത്തിൽ ഞാനത് ക്ഷമിച്ചിരിക്കുന്നു. I got forgiven in the name of God. അങ്ങനെയുണ്ട് ക്ഷമ. Whatever the apology, തല്ലിയതും പോരാ, it is not in the പിന്നെ പുള്ളി തന്നെ അങ്ങ് ക്ഷമിച്ചിരിക്കുക. He himself is apologizing. ഇന്ന് അങ്ങനെയാണ് പലരുടെയും അവസ്ഥ. That's the nature of many people എങ്ങനെയാണ് today. ക്ഷമിക്കേണ്ടത്? How to forgive? ഹൃദയപൂർവ്വം ക്ഷമിക്കണം. Wholeheartedly must forgive. ഇടർച്ചകൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ സഹോദരങ്ങളെ സ്നേഹിക്കണം. Not to be offended, you must love your brethren. ദൈവത്തിന്റെ ജനം, ദൈവമക്കൾ തമ്മിൽ അങ്ങനെ ഒരു അവസ്ഥയിൽ ജീവിക്കണം. The people of God should maintain the life in such an അവർ experience. വെളിച്ചത്തിൽ വസിക്കുന്നു. They are dwelling in light. അവരിൽ ഇടർച്ചകൾ ഇല്ല. There is no offense in them. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ന്റെ 32-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Coming to 1 Corinthians chapter 2 verse 32. അവിടെ ദൈവജനം നമ്മെ ഇപ്രകാരം ഓർപ്പിക്കുന്നു. What of God reminds us there? ദൈവത്തിന്റെ ജനം
the people of God, ദൈവസഭയ്ക്ക് ഇടർച്ചയില്ലാത്തവരായിരിക്കണം. without any offense to the church of God. ദൈവമക്കൾ ഒരിക്കലും സഭയ്ക്ക് ഇടർച്ചയാകരുത്. People of God should not create offense to the church. ചിലർ അങ്ങനെയാണ് എപ്പോഴും സഭയ്ക്ക് ഇടർച്ച ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. Some people always create offense to the church. ഒരു ആരാധനയ്ക്ക് വന്നാൽ ഒരു ഇടർച്ച ഉണ്ടാക്കിയിട്ടേ പോകൂ. At any meeting they will create an offense. ദൈവസഭ ദൈവമക്കൾക്ക് ആരാധനയ്ക്കുള്ള സ്ഥലമാകുമ്പോൾ Church of God is meant for the worship of God. കൂടി വരുന്ന ദൈവമക്കൾ ഒരിക്കലും സഭയ്ക്ക് ഇടർച്ചയാകരുത്. The congregation should not be offense to the church. ദൈവാത്മാവ് അത് വളരെ വ്യക്തമായി നമ്മെ ഓർപ്പിക്കുകയാണ്. Clear terms, the Spirit of God speaks about സഭയ്ക്ക് it. ഇടർച്ചയില്ലാത്തവരായിരിക്കണം. You must be free from offense to the church. ഇങ്ങനെ എപ്പോഴും നാം ഇടർച്ചയുള്ളവരായി തീർന്നാൽ Thus always once we become offenseful, ദൈവത്തിന്റെ വചനങ്ങളെ അനുസരിക്കാതെ, without obeying the word of God, ഉള്ളിൽ വേര് കാണപ്പെടാതെ, without getting rooted, സഹോദരങ്ങളെ സ്നേഹിക്കാതെ, without loving brethren, സഭയ്ക്ക് ഇടർച്ചയുള്ളവരായി തീരുമ്പോൾ creating offenses to the church. അവർക്ക് എന്ത് സംഭവിക്കും? What shall take place to ദൈവവചനം God? നമ്മെ ഇപ്രകാരം ഓർപ്പിക്കുന്നു. Word of God reminds, മത്തായി 13:41 Matthew's Gospel chapter 13 അവൻ verse 41. സകല ഇടർച്ചകളെയും വലിച്ചുകൂട്ടി തീയിലേക്ക് വലിച്ചെറിയും. He collects all the offenses, casting into fire. ആകയാൽ നന്നായി നാം ഓർത്തുകൊള്ളണം. Therefore, bear in mind, സഹോദരങ്ങൾക്ക് ഇടർച്ച ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ, you people who create offense to brethren, ദൈവസഭയിൽ ഇടർച്ച ഉണ്ടാക്കുന്നവരുണ്ടെങ്കിൽ, those who create offense to the church, യേശുവിന്റെ വരവിൽ അവർക്ക് അവനോട് സദൃശരാകുവാൻ സാധ്യമല്ല. at the appearing of the Lord, you shall not be planted into him. ദൈവവചനം പറയുന്നു, അവൻ ഇടർച്ചകളെ വലിച്ചുകൂട്ടി തീയിലേക്ക് എറിഞ്ഞു കളയും. Word of God says, he shall collect all the offenses, casting into fire. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. അടുത്തതായി നാം നിർമ്മലന്മാരായി കാണപ്പെടണം. Further, we must be blameless. 1 യോഹന്നാൻ 3:3 1 John chapter 3 verse 3. അവൻ നിർമ്മലനാകുന്നത് പോലെ നാമും നിർമ്മലന്മാരായിരിക്കണം. We must be pure as he is pure. യേശു നിർമ്മലനായിരിക്കുന്നത് പോലെ As Jesus is pure, ദൈവത്തിന്റെ സഭയും നിർമ്മലന്മാരായി കാണപ്പെടണം. so must the church of God be pure. തീത്തോസിന്റെ ലേഖനം 2:8 വരുമ്പോൾ Epistle Titus chapter 2 verse number 8. ഉപദേശത്തിന്റെ നിർമ്മലതയെക്കുറിച്ച് അവിടെ പറയുന്നു. We read about the purity of the doctrine. ഇന്ന് ആധുനിക സഭകളിൽ ഉപദേശത്തിന്റെ നിർമ്മലത നഷ്ടപ്പെടുകയാണ്. Today in the modern church, the purity of the doctrine is lost. പ്രൊട്ടസ്റ്റന്റ് ഗ്രൂപ്പുകൾ ഇന്ന് ലോകത്തിൽ ആയിരക്കണക്കിനുണ്ട്. Mushrooms of Protestant groups come up in the world. എന്നാൽ ഉപദേശത്തിൽ നിർമ്മലത കാണുന്നില്ല. There's no purity in doctrine. ഇന്നത്തെ തലമുറകളും അതാണ് ആഗ്രഹിക്കുന്നത്. The present generation is hankering after the പുതിയ same. തലമുറ അതൊക്കെയാണ് ആഗ്രഹിക്കുന്നത്. Novel generation is running after the same. ശുദ്ധന്മാർ പഠിപ്പിച്ച ആ പാഠങ്ങളിൽ നിൽക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. They're not willing to become steadfast in the doctrines ദൈവം taught by the saints. ഒരിക്കൽ ഇപ്രകാരം പറയുകയുണ്ടായി, You don't context God's word. God എന്റെ says, ചട്ടങ്ങളിൽ നിങ്ങൾ നിലനിന്നാൽ if you abide in my ഞാൻ statutes, നിങ്ങളെ അനുഗ്രഹിക്കാം. I will bless you. ദൈവത്തിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് നാം പഠിച്ചാൽ What will honor the blessings of ദൈവം God? ഒരു വ്യവസ്ഥയിലാണ് അനുഗ്രഹിക്കുന്നത്. It's based on order. നിങ്ങൾ എന്റെ വാക്ക് കേട്ടനുസരിപ്പി, Be hearken to my commandments ഞാൻ and നിങ്ങളെ obey. അനുഗ്രഹിക്കാം. I will bless you. നിങ്ങൾ എന്റെ നിയമത്തിൽ നിലനിൽപ്പി, Abide in my law. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം. I will bless you. നിങ്ങൾ എന്റെ ചട്ടങ്ങളിൽ നിലനിൽപ്പി, Abide my ഞാൻ statutes. നിങ്ങളെ അനുഗ്രഹിക്കാം. I will bless you. നിങ്ങൾ എന്റെ വചനത്തെ അനുസരിപ്പി, You obey my word. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കാം. I will bless you. ദൈവിക അനുഗ്രഹങ്ങൾ ഒരു വ്യവസ്ഥയിലാണ്. Your blessings are അത് conditional. വെറുതെ നമുക്ക് പ്രാപിപ്പാൻ സാധ്യമല്ല. Easily we cannot attain. എന്താണ് ഈ ചട്ടം എന്ന് പറയുന്നത്? What is meant with the statutes? ദൈവസഭയ്ക്ക് ഒരു ചട്ടമുണ്ട്. The Church of God has got a framework. ചട്ടം എന്ന് പറയണമെങ്കിൽ പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ You ought to understand this framework. നമ്മുടെ ഈ വിൻഡോ ജനലിനെ കുറിച്ച് നോക്കുമ്പോൾ When you observe the window, ആ ജനൽ കൂടെ കാറ്റകത്ത് വരാതിരിക്കാൻ ഒരു ഗ്ലാസ് ഇട്ട ഒരു ചട്ടം അതിലുണ്ട്. there's a glass frame which blocks the air. കടയിൽ ചെന്ന് നാം മോഡി കെയറിന്റെ ഗ്ലാസ് വാങ്ങിച്ചുകൊണ്ട് വന്നു. Just go to the shop and purchase a ഇത് body ചുമ്മാ care. കൊണ്ട് ആ ജനലിൽ ഒട്ടിച്ചു വെക്കാൻ സാധ്യമല്ല. In its own nature, there cannot be ഈ facets. ഗ്ലാസ് വളരെ സൂക്ഷിക്കേണ്ടതാണ്. You must be watchful about it. താഴെ വീണാൽ പൊട്ടിപ്പോകും. False one will be broken. പൊട്ടിയ ഗ്ലാസിൽ ചവിട്ടിയാൽ നമ്മൾക്ക് മുറിവ് പറ്റും. If we keep on the broken glass, we will be അതുകൊണ്ട് harmed. ഇവനെ ചെയ്യുന്നത് നല്ല ആശാരി വന്നൊരു 4 മരക്കഷണം എടുത്ത് ഒരു ചട്ടമുണ്ടാക്കി അതിനകത്ത് റീപ്പർ കൊണ്ട് അടിച്ചു നിർത്തുകയാണ്. Carpenter comes, he makes a frame and that is fitted in it. ഇതാണ് ദൈവസഭയുടെ ചട്ടം. This is called the frame of the Church of God. അതിൽ നിൽക്കണം. You must abide. അപ്പൊ ആ ചട്ടത്തോട് നമ്മൾ ചോദിച്ചാൽ, If you ask the frame, ചട്ടം ഇങ്ങനെ പണിത് ഒരു ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുകയാണ്. that is made, kept on a pillar. അല്പസമയം കഴിയുമ്പോൾ After a short അത് while, പണിയുന്ന കാർപ്പന്റർ വന്നിട്ട് the carpenter comes, ഒരു 3 ഹിഞ്ചസ് കൊണ്ടുവരും. he breaks the 3 hinges. ഹിഞ്ചസ് കൊണ്ടുവന്നത് സ്ക്രൂ ഒക്കെ ഉപയോഗിച്ച് അത് പിരിച്ചങ്ങ് കയറ്റുകയാണ്. Applied with the screws and pierced through. പിന്നെ ആ ചട്ടത്തോട് ചോദിക്കുകയാണ്, You ask the frame, എന്തുകൊണ്ട് വിശേഷം? what about you? ചട്ടം പറയും പ്രത്യേകിച്ച് ഒന്നുമില്ല, Is there nothing special? കുറെ കാലങ്ങളായിട്ട് ഇവിടെ അങ്ങ് നിൽക്കുകയാണ്. For a long time I have been here. ആ യജമാനൻ വന്ന് കൊളുത്തെടുത്ത് തുറക്കുമ്പോൾ ഞാൻ അങ്ങോട്ട് പോകും. Master comes, applies the key. I രാത്രി open. വന്ന് എന്നെ വലിച്ചടയ്ക്കുമ്പോൾ ഞാൻ ഇങ്ങോട്ട് വരും. Very close now, I come here.
എന്താ ഗുണം? What is the യോ, benefit? എന്റെ അകത്തിരിക്കുന്നവർക്ക് കാറ്റേൽക്കാതെ, Those who are within are free from air, അകത്തോട്ട് ആ ക്ഷുദ്രജന്തുക്കളെ കയറ്റിവിടാതെ without poisonous elements coming ഞാനിങ്ങനെ within. വർഷങ്ങളായി ഇവിടെ നിൽക്കുകയാണ്. Years together I എന്നെ remain കേൾക്കുന്ന here. ദൈവമക്കളെ, Beloved people of ഇതാണ് God, ദൈവസഭയുടെ ചട്ടം. this is the frame of the Church of ആ God. ഗ്ലാസിനോട് നമുക്കൊന്ന് ചോദിക്കാം, You ask the glass, സ്വാതന്ത്ര്യമുണ്ടോ? do you have freedom? അദ്ദേഹം പറയും സ്വാതന്ത്ര്യമൊന്നുമില്ല, No freedom at all. പക്ഷെ ഒത്തിരി ഗുണങ്ങളുണ്ട്. There is plenty of virtue. ദൈവസഭയുടെ ചട്ടം ഇത് തന്നെയാണ്. This is the framework of the ആ Church of ഗ്ലാസിനെ ഇനി God. സ്വാതന്ത്ര്യമായിട്ട് അങ്ങ് വിട്ടാട്ട്. You just leave that glass ഞാൻ freely. പാമ്പാക്കുട എന്ന് പറയുന്ന സ്ഥലത്ത് കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി മാറ്റമായി ചെല്ലുകയാണ്. I was transferred to a church called അന്ന് Pambakuda. അവിടെ ഉണ്ടായിരുന്നത് ഒരു പഴയ വിശ്വാസ ഭവനം. There was an old faith home there. മരിച്ചുപോയ പാസ്റ്റർ വൈ തോമസ് അവറുകളുടെ ഭാഷയില് In the language of Pastor late Wade Thomas. അദ്ദേഹം എന്നോട് ഇപ്രകാരമാണ് പറഞ്ഞത്, He told me, അവിടെ ഒരു ജീർണിച്ച ഫെയ്ത്തോ ഉണ്ട്, നീ അവിടോട്ട് പോകണം. you got an emaciated faith home, go there. അങ്ങനെ പറഞ്ഞാണ് എന്നെ അവിടെ അയക്കുന്നത്. Telling so, he sent me there. ഞാൻ ആ വിശ്വാസ ഭവനത്തിൽ ചെന്നിട്ട് After reaching the faith home, ഒരു 2-3 ജനല് ആ മുറിക്കുണ്ട്. the room has got 3 or 2 പേര് കൊണ്ട് മാത്രമേ ജനലെന്ന് പറയാൻ കഴിയൂ. My namesake ഞാൻ ആ on the ജനല് അതിന്റെ ആ ഫ്രെയിമിന്റെ ആ കുറ്റി അത് കൊളുത്തിങ്ങനെ ഒന്ന് എടുത്തു, The hook was removed. അതിനെ ഒന്ന് തുറന്നു. I opened it. തുറന്നപ്പോൾ ആ ഗ്ലാസ് അതിനകത്തുനിന്ന് ഇങ്ങനെ ഊറി താഴോട്ട് വീണ് പൊട്ടിപ്പോയി. The glass just painted down and broken. ഞാൻ ഇത് ശ്രദ്ധിച്ചില്ല. I didn't watch about എന്താണ് it. കാരണമെന്നറിയാമോ? You know the ആ reason? ചട്ടത്തിന്റെ അടിപ്പലക നഷ്ടപ്പെട്ടു പോയി, ദ്രവിച്ചു പോയി. Because the bottom of the frame that is decayed. ആ ചട്ടത്തിൽ നിന്നില്ലെങ്കിലുള്ള കുഴപ്പം ഇതാ. There's a problem. It does not remain ആ on the frame. പ്രത്യേക സമയത്ത് ദൈവാത്മാവ് എന്നെ ഈ വിഷയം ഓർപ്പിച്ചു. In that physical context, the Spirit of God taught me this. ചട്ടത്തിന്റെ ഉള്ളിൽ നിൽക്കുന്ന ഒരു സംരക്ഷണമാണ്. That preservation, keeping within the frame. ദൈവസഭ എന്ന ചട്ടത്തിന്റെ ഉള്ളിൽ നിൽക്കുന്നത് ഒരു സംരക്ഷണമാണ്. That's the protection. If you remain within the framework എന്നാൽ of the ഇതിനെ church, സ്വാതന്ത്ര്യമായി തുറന്നു വിട്ടാൽ അത് താഴെ വീണ് ഉടഞ്ഞു പോകും. let it go, that will fall and down. കുട്ടികൾ അതിൽ ചവിട്ടിയാൽ അവരുടെ കാലുകൾ മുറിയും. Children to keep upon, it will be wounded. അത് വലിയ ദോഷത്തിലേക്ക് പോകും. It is leading to destruction. ദൈവത്തിന്റെ നിയമത്തിൽ നിലനിൽക്കുന്നവരായി തീരട്ടെ. We must abide on the laws of God. ദൈവത്തിന്റെ സഭ ദൈവ നിയമത്തിൽ നിലനിൽക്കുന്നവരായിരിക്കട്ടെ. Church of God should be steadfast in the ആ laws of God. ഉപദേശത്തിന്റെ നിർമ്മലത ദൈവസഭയിൽ ദൈവം തന്നിട്ടുണ്ട്. God has given the period of the doctrine in the church അത് of God. മാനസാന്തരം മാത്രമല്ല, Not only repentance, സ്നാനം കൊണ്ട് തീരുന്നില്ല, not over with the baptism, അഭിഷേകം കൊണ്ടും തീരുന്നില്ല. not over with the Holy അവിടെ Spirit. രോഗശാന്തിയുടെ ഉപദേശമുണ്ട്, Doctrine of the divine healing is there. വേർപാടിൻ ജീവിതത്തിന്റെ ഉപദേശമുണ്ട്, Doctrine of separate life is സമ്പൂർണ്ണ there. വിശുദ്ധീകരണത്തിന്റെ ഉപദേശമുണ്ട്, Doctrine of total sanctification is പൂർണ്ണതയിലേക്ക് there. വളർത്തപ്പെടുന്ന ഉപദേശമുണ്ട്, Doctrine be brought into ഒരു perfection. ജയജീവനത്തിന്റെ ഉപദേശമുണ്ട്. Doctrine of victorious life. ഇങ്ങനെയുള്ള ഉപദേശത്തിന്റെ നിർമ്മലതയിൽ ദൈവസഭ വളരണം. Church of God should grow in such a doctrines of purity. എന്നാൽ ഇന്ന് പുതുതലമുറയ്ക്ക് ഇത് ഇഷ്ടമല്ല. Noble generation is not pleased with അവർ it. പറയുന്നത് ഞങ്ങൾക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പ് മതിയെന്ന്. They say we want to praise worship. ഇന്നത്തെ ആളുകളുടെ ഇഷ്ടം അതാ, That's the days of the modern പ്രൈസ് generation. ആൻഡ് വർഷിപ്പ്. Praise and worship. ഇഷ്ടംപോലെ ഇടങ്ങളിൽ നമുക്കത് കാണുവാൻ സാധിക്കും. Plenty places we notice it. സ്റ്റേജിൽ കിടന്ന് ഒത്തിരി പേര് ചാടുന്നു, People just dance on the താഴെയും stage. കിടന്ന് ഒത്തിരി പേര് ചാടുന്നു. From the hall when ഈ they അടുത്ത dance. സമയത്ത് മൂവാറ്റുപുഴ എന്ന് പറയുന്ന സ്ഥലത്ത് Recently near ഒരു Muvatupura, വലിയ മീറ്റിംഗ് നടക്കുകയാണ്. a huge meeting was held. ആ ഒരു 250 അടി നീളമുള്ള വലിയ പന്തൽ. A huge pandal round about 250 കേരളത്തിലെ meters. അറിയപ്പെടുന്ന ഒരു പ്രാസംഗികനാണ് മീറ്റിംഗ് നടത്താൻ വന്നിരിക്കുന്നത്. A reputed preacher in Kerala ആ came to conduct the meeting. സ്റ്റേജിന്റെ അറേഞ്ച്മെന്റുകൾ, The arrangement of the stage, വലിയ പല കളറിലുള്ള ലൈറ്റുകൾ ഇങ്ങനെ കത്തി മിന്നി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. illumination was the hallmark of the stage. എനിക്ക് തോന്നുന്നു 200 പേരെങ്കിലും ഉണ്ട്. പുരുഷന്മാര് സ്ത്രീകളും നല്ല ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് മുടിയൊക്കെ മനോഹരമായി ബോബ് ചെയ്ത് നല്ല നല്ല വേഷങ്ങളിൽ നിന്ന് പാടി തിമിർക്കുകയാണ് അവിടെ. People could deck themselves, I suppose, at least 200 members. അവരങ്ങ് People like singing and dancing. ചാടി നൃത്തം ചെയ്യുകയാണ്. Dancing. അപ്പോൾ പന്തലിലുള്ളവരും ചാടാൻ തുടങ്ങി. The people in the pandal ഇത് started singing. കണ്ടുകൊണ്ട് മൂവാറ്റുപുഴ പട്ടണത്തിൽ നിന്ന് ഒത്തിരി ആളുകൾ അവിടെ കൂടി വന്നു. People from the city of Muvatupura gathered ആ there. സിറ്റിയിലുള്ള ഒത്തിരി യൗവനക്കാർ, Many youngsters in the city. എല്ലാം കഞ്ചാവും മയക്കുമരുന്നും അടിച്ചവർ, People acting to opium. അവർക്കും അങ്ങ് ഉണർവായി. They also got പിന്നെ kindled. അവിടെ പൊരിഞ്ഞ ഉണർവായി. Then completely revival. പിന്നീടുള്ള കാര്യം ഞാൻ പറയുന്നില്ല സംഭവിച്ചത്. I'm not willing to speak about the ഇന്നത്തെ consequences. ആധുനിക സഭകളും ഇതാണ് ഇഷ്ടപ്പെടുന്നത്. This is placed by the modern church. പ്രൈസ് ആൻഡ് വർഷിപ്പിനെ ഇഷ്ടപ്പെടുന്നവർ, Delighted in praise and worship. വിശുദ്ധന്മാര് പഠിപ്പിച്ച ചട്ടത്തിൽ നിൽക്കാൻ ആഗ്രഹമില്ല, Not to remain within the framework taught by the saints of പിതാക്കന്മാർ God. പഠിപ്പിച്ച ഉപദേശത്തിന്റെ ഉള്ളിൽ നിൽക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. Not to really remain within doctrine taught by the saints എല്ലാവരും of God. സ്വാതന്ത്ര്യം ആഗ്രഹിച്ച് ഇങ്ങനെ ഓടുകയാണ്. All wants your freedom and running for the എന്നെ same. കേൾക്കുന്ന ദൈവമക്കളെ, Beloved people of God, ദൈവത്തിന്റെ ആത്മാവ് ഇങ്ങനെ ഓർപ്പിക്കുന്നു. the Spirit of God reminds നിങ്ങൾ you. വീഥികളിൽ ചെന്ന് You go to the പഴയ streets, പാതകളെ നോക്കി ask for the old ways, ചോദിച്ച് ask about it, അതിൽ നടപ്പി, walk in it, എന്നാൽ ആത്മാക്കൾക്ക് വിശ്രാമം ഉണ്ടാകും. and you shall find rest to your soul. നമ്മുടെ വിശുദ്ധന്മാർ നമ്മെ പഠിപ്പിച്ച
പഴയ പാതകളെ ചോദിച്ചു നടക്കണം. Let us enter the old paths taught by the saints of God. ചോദിച്ചു നടക്കുക എന്ന് പറഞ്ഞാൽ അറിയാവുന്നവരോട് ചോദിക്കണം. You have to encourage the people who know. ഇല്ലെങ്കിൽ നമ്മൾ കറങ്ങിപ്പോകും. If not, we'll be ചില wandering. വർഷങ്ങൾക്ക് മുൻപ് A few years ago, ഞാൻ കോഴിക്കോട് കരളായി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കൺവെൻഷന് പോയി. I went to a place called Kerala to Calicut. തിരിച്ച് ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. I was coming back. ശനിയാഴ്ച രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് അതിവേഗത്തിൽ വാഹനം ഓടിച്ചു വരികയാണ്. After a certain night meeting, I was coming fast ഞായറാഴ്ചത്തെ ആരാധനയ്ക്ക് പങ്കെടുക്കണം. to attend the Sunday ഒരു service. 12:30 1 മണി അടുക്കാറായ സമയത്ത് At midnight, 12:30 hour, ഞാൻ അല്പം വാഹനത്തിൽ നിന്ന് മയങ്ങിപ്പോയി. I was in a slumber. വണ്ടി ഓടിച്ച സഹോദരൻ ഇങ്ങനെ വാഹനം മുമ്പോട്ട് ഓടിക്കുകയാണ്. The driver was driving on. അല്പസമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഉണർന്നു. After a short while, I got up. നോക്കിയപ്പോൾ വഴി പെട്ടെന്ന് മനസ്സിലാകുന്നില്ല. I couldn't understand the way. എന്തോ വഴി തെറ്റിയതുപോലെ. I got the wrong way. ഞാൻ ചോദിച്ചു വഴി വല്ലതും തെറ്റിയോ? I asked him, are you going the right അദ്ദേഹം way? പറഞ്ഞില്ല, തെറ്റിയിട്ടില്ല, പോയിക്കൊണ്ടിരിക്കുകയും. No, no, follow the right way. കുറെ ദൂരം മുൻപോട്ട് പോയി. After a short while, അപ്പോൾ എനിക്ക് സംശയം തോന്നി. I was skeptical. വാഹനം നിർത്താൻ പറഞ്ഞു. I asked him to stop the vehicle. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെ ഈ തെറ്റിയിട്ടില്ലെന്ന് ഉറപ്പാണോ? Are you sure that we have taken the right പറഞ്ഞു, path? ഇല്ല, ഉറപ്പാണ്. I'm sure. എന്താ കാരണം? Why? ഞാൻ ഒരാളോട് ചോദിച്ചിരുന്നു. I asked a person. ആരോടാണ് ചോദിച്ചത്? With whom did you ask? 12:45 വന്ന വഴിയിൽ കലിങ്ങയിൽ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. At 12:48, it is midnight, one person on the culvert. അദ്ദേഹത്തോടാ ചോദിച്ചത്. I asked him. പുള്ളി ഇങ്ങനെ കൈ കാണിച്ച് ട്രാഫിക് സിഗ്നൽ കൊടുത്തു വിട്ടു. He gave the traffic signal. ഏതാണ്ട് ഞാൻ വരേണ്ട റൂട്ട് വിട്ട് ഒരു 30-35 കിലോമീറ്റർ വേറെ വഴിയിൽ കൂടെ ഓടിപ്പോയി. I uptracked nearly 35 kilometers. പിന്നെ അവിടുന്ന് തിരിച്ചോടി വരേണ്ടതായിട്ട് We had to ഞാൻ return. അദ്ദേഹത്തോട് ചോദിച്ചു, I asked him. പകൽ 12 മണിക്ക് കലിങ്ങയിൽ ഇരിക്കുന്നവനെ വെളിവില്ല. Noon to look clock. The man with the culvert is not here. പാതിരാത്രി 12 മണിക്ക് ഇരിക്കുന്നവന് കലിങ്ങയിരിക്കും ഒരു വെളിവും ഉണ്ടാവുക. Midnight 12 o'clock person on the culvert, he will not have any reason. അവനോട് വഴി ചോദിച്ചാൽ തെറ്റിയത് തന്നെ. If he inquire, he'll go wrong. വീഥികളിൽ ചെന്ന് ചോദിക്കണം. Go and inquire in the streets. ആരോട് ചോദിക്കണം? Unto whom you ask. അനുഭവമുള്ളവരോട് ചോദിക്കണം. People with an experience. നമ്മുടെ സഭയിൽ ദൈവം തന്ന ശുശ്രൂഷകരോട് ചോദിക്കണം. We are sent with the workers. God is given the church. അനുഭവം പഴക്കമുള്ള ദൈവമക്കളോട് ചോദിക്കണം. Most people with plenty of ഞാൻ എങ്ങനെ experiences. മുൻപോട്ട് കടന്നു പോകണം? How should I move forward? വീഥികളിൽ ചെന്ന് Go to the street. പഴയ പാതകളെ ചോദിച്ച് Ask for the old അതിൽ ways. നടപ്പീൻ. Walk in the. എന്നാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസമുണ്ടാകും. Then you shall find rest to the soul. ആകയാൽ ഉപദേശത്തിന്റെ നിർമ്മലതയിൽ ദൈവമക്കൾ നടക്കണം. Now we must walk in the purity of the doctrine. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. വീണ്ടും നാം എങ്ങനെയായി തീരണം? Again, how should we നാം be? നിർമ്മലന്മാരായി തീരണം. We must be pure. നിർമ്മലന്മാരായി തീരണമെന്ന് ദൈവവചനം പറയുമ്പോൾ Word of God says we must be ഇവിടെ pure. ബൈബിൾ ഉപയോഗിച്ചിരിക്കുന്ന മറ്റൊരു പദം Just in the term used in the നാം Bible. പരമാർത്ഥികളായിരിക്കണം. We must be upright. നാം ബി സിൻസിയർ, നാം സിൻസിയർ ആയിരിക്കണമെന്ന് Word ദൈവവചനം of പറയുന്നു. God says we must be sincere. പരമാർത്ഥ ഹൃദയത്തോടെ മുൻപോട്ട് പോകുന്നവരാകണം. With a sincere heart we must move forward. നമ്മുടെ വിശ്വാസ ജീവിതം അങ്ങനെ ആയിരിക്കണം. Our faith life should become so. എബ്രായ ലേഖനം 10 അധ്യായത്തിന്റെ 22 വാക്യത്തിലേക്ക് വരുമ്പോൾ Coming to Hebrews chapter 10 verse ദൈവവചനം 22. നമ്മോട് പറയുന്നു, പരമാർത്ഥ ഹൃദയത്തോടുകൂടെ അടുത്തു വരേണം. Word of God says come closer with an upright heart. എന്താണ് ഈ പരമാർത്ഥത എന്ന് പറയുന്നത്? What's the sincerity? ഒന്ന്, അത് ഹൃദയത്തിന്റെ പരമാർത്ഥതയായിരിക്കണം. That's the sincerity of the heart. 2 കൊരിന്ത്യർ 8 അധ്യായത്തിന്റെ 8 വാക്യത്തിലേക്ക് വരുമ്പോൾ 2 Corinthians chapter 8 verse നിങ്ങൾ 8. സ്നേഹത്തിന്റെ പരമാർത്ഥതയുള്ളവരായിരിക്കണം. We must have sincerity of love. സ്നേഹത്തിൽ പരമാർത്ഥതയുള്ളവരായിരിക്കണം. Be sincere in love. ദൈവത്തിന് മഹത്വം Glory ഉണ്ടാകട്ടെ. be to God. ആ ദിവസത്തിൽ നാം എങ്ങനെയായി തീരണം? On the day, how should we be? നാം കുറ്റമില്ലാത്തവരായി തീരണം. We must be blameless. ഇടർച്ചകളില്ലാത്തവരായി തീരണം. We must be without offense. നാം നിർമ്മലന്മാരായി We കാണപ്പെടണം. must be pure. പരമാർത്ഥതയിൽ We കാണപ്പെടണം. must be sincere. അടുത്തതായി നോക്കുമ്പോൾ Father, ക്രിസ്തുവിന്റെ പുനരാഗമന നാളിൽ നമുക്ക് എന്ത് കിട്ടും? on the day of the second coming of Lord Jesus ഈ Christ, നിലയിലൊക്കെ what shall we say? ജീവിച്ചാൽ നമുക്ക് എന്താണ് കിട്ടുവാൻ പോകുന്നത്? Mental life in this experience, what shall be granted to us? ഫിലിപ്പ് ലേഖനം 2 അധ്യായത്തിന്റെ 16 വാക്യത്തിലേക്ക് വരുമ്പോൾ Philippians chapter 2 verse number 16. അവിടെ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു, Word of God says there, ഓടിയതും അധ്വാനിച്ചതും വൃഥാവല്ല എന്ന് ക്രിസ്തുവിന്റെ നാളിൽ എനിക്ക് പ്രശംസയുണ്ടാകും. on the day of Christ, I have not run in vain, neither labored in vain, I will rejoice. ക്രിസ്തുവിന്റെ നാളിൽ ഒരു വലിയ പ്രശംസയുണ്ടാകും. There's a great honor in the day of Christ. എന്താണ് ഈ പ്രശംസ എന്ന് പറയുന്നത്? What is this honor? അതാണ് ദൈവസന്നിധിയിലെ പ്രതിഫലങ്ങൾ. There's a reward in the sight of God. ദൈവസന്നിധിയിലെ പ്രശംസ നമ്മുടെ പ്രതിഫലങ്ങളാണ്. The joy in the presence of God is our reward. യെശയ്യാ പ്രവചനം 40:10. Isaiah 40 verse 10. ഇതാ നമ്മുടെ കർത്താവ് ബലശാലിയായി വരുന്നു. Behold, our God comes to be mighty. കൂലി അവന്റെ പക്കലും പ്രതിഫലം അവന്റെ കയ്യിലും ഉണ്ട്. There is wages with him, reward in his hand. പ്രതിഫലം അവന്റെ കൈവശമുണ്ട്. There is reward in his hand. എന്താണ് ഈ പ്രതിഫലം? What is this reward? ആർക്കാണ് പ്രതിഫലം കിട്ടുന്നത്? And to whom will he give the reward? ക്രിസ്തുവിന്റെ നാളിൽ ഓടിയതും അധ്വാനിച്ചതും വൃഥാവല്ല എന്ന് എനിക്ക് പ്രശംസയുണ്ടാകും. I will rejoice the day of Christ.
I did not labor in vain. യേശു മടങ്ങി വരുമ്പോൾ നമുക്ക് പ്രശംസയുണ്ട്, When Jesus comes again, we'll have joy. പ്രതിഫലങ്ങളുണ്ട്. There's reward. എന്താണ് നമുക്ക് ലഭിക്കുന്ന പ്രതിഫലം? What's the reward we will get? ആർക്കാണ് ഈ പ്രതിഫലം ലഭിക്കുന്നത്? We shall be granted this reward. 58 സങ്കീർത്തനം 11 വാക്യം Psalm 58 verse 11. ദൈവവചനം പറയുന്നു, Word of God says, നീതിമാന്മാർക്ക് ഒരു പ്രതിഫലമുണ്ട്. righteous have got a reward. എബ്രായ ലേഖനം 11 വാക്യം Hebrews chapter 11 verse 2. തന്നെ അന്വേഷിക്കുന്നവർക്ക് ഒരു പ്രതിഫലം ഉണ്ട്. There's a reward for the ones seeking God. 1 കൊരിന്ത്യർ 3:14 വാക്യം 1 Corinthians chapter 3 verse 14. ഓരോരുത്തനും അവന്റെ ആത്മീക ജീവിതത്തെ പണിയുന്ന പണിക്ക് ഒരു പ്രതിഫലമുണ്ട്. For the spiritual building done by everyone, there's a എന്താണ് reward. എന്താണ് അവന്റെ പണി? What is the work? ക്രിസ്തുവാകുന്ന മൂലക്കല്ലിന്മേൽ Christ, that is the cornerstone. അപ്പോസ്തലന്മാർ പ്രവാചകന്മാരെന്ന അടിസ്ഥാനത്തിന്മേൽ Upon the foundation of apostles and ജീവനുള്ള prophets, കല്ലുകളായി ദൈവത്തിന്റെ സഭ പണിയപ്പെടുമ്പോൾ pay living stones. What is the church of God is അവരുടെ built? പണി വെള്ളി കൊണ്ടും പൊന്നുകൊണ്ടുമാകുമ്പോൾ The construction with the silver and ആ gold. പണികൾ തീയിൽ കൂടെ കടന്നു പോകുമ്പോൾ The work passes through the fire. ആരുടെ പണി നിലനിൽക്കുന്നുവോ Whose work abides. നിലനിൽക്കുന്ന പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലമുണ്ട്. For the abiding work, there's a reward. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. വെളിപ്പാട് പുസ്തകം 22:12 വാക്യം Revelation chapter 22 verse 12. പ്രവർത്തികൾക്ക് തക്കവണ്ണം പ്രതിഫലമുണ്ട്. The reward according to the work. നമ്മുടെ നല്ലതും തീയതുമായ പ്രവർത്തികൾക്ക് പ്രതിഫലമുണ്ട്. For the good and bad works, there's a reward. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്യുന്നത് Everyone against the body, നല്ലതാകിലും തീയതാകിലും it's a good or evil, അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് according to his work. എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുൻപാകെ നിൽക്കേണ്ടി വരും. We all may have to stand before the judgment throne of Jesus Christ. ദൈവമക്കൾക്ക് ഒരു പ്രതിഫലമുണ്ട്. People of God have got a നമ്മുടെ reward. നല്ല പ്രവർത്തികൾക്ക് ഒരു പ്രതിഫലമുണ്ട്. Good works, there's a reward. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പറയുന്നത്, Therefore, Apostle says, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ he that started the good work in you ക്രിസ്തുവിന്റെ നാളോളം അത് തികപ്പാൻ ശക്തനത്രേ. is able to perform till the day of Christ. ആകയാൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലമുണ്ട്. Therefore, there's a reward to our good work. എബ്രായ ലേഖനം 10:35 വാക്യം വായിക്കുമ്പോൾ Hebrews chapter 10 verse 35. ദൈവത്തിന്റെ വചനോട് ഇപ്രകാരം നമ്മെ ഓർപ്പിക്കുന്നു, What of God says there? അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം നിങ്ങൾ തള്ളിക്കളയരുത്. Therefore, do not disown the great hope upon എന്താണ് reward. അവിടെ പറയുന്നത്? What is mentioned there? ആ വാക്യം ഒന്ന് വായിച്ചാട്ട്. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. അതിന് മുൻപുള്ള ഭാഗങ്ങളെ നാം വായിച്ചു നോക്കുമ്പോൾ Where we read about passages, ഒരു വിശ്വാസ ജീവിതത്തിൽ അവൻ സഹിക്കുന്ന പാടുകൾ, the sufferings one incurs in the faith life, അവൻ സഹിക്കുന്ന കഷ്ടങ്ങൾ, affliction he undergoes, ജീവിതത്തിൽ കടന്നുവരുന്ന അനവധിയായ പോരാട്ടങ്ങൾ, challenges he encounters in the journey of life. സഹിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. Those who suffer, there's reward. ജീവിതത്തിൽ പരീക്ഷകൾ വരുമ്പോൾ സഹിക്കണം. When trials come, you must suffer. ദൈവവചനം പറയുന്നു, സഹിക്കുന്നുവെങ്കിൽ If you suffer, കൂടെ വാഴും. you should reign with him. ആരുടെ കൂടെ വാഴും? With whom? യേശുവിനോട് കൂടെ വാഴും. With Jesus. സഹിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. Those who suffer, there's a reward. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, Let me ask you. രാത്രി ഇവിടെ നിന്ന് സഹിക്കുന്നവർ പ്രതിഫലം പ്രാപിക്കുമോ? Those who suffer here, will you be rewarded? പ്രതിഫലം പ്രാപിപ്പാൻ തക്കവണ്ണം എന്തെങ്കിലും സഹിക്കുന്നുണ്ടോ? To be rewarded, do you suffer anything? ചിലർക്കൊരു വാക്കിന് സഹിക്കാൻ പറ്റുകയില്ല. Someone not to tolerate one ഒരു word. ചെറിയ പ്രവൃത്തിക്ക് സഹിപ്പാൻ കഴിയുകയില്ല. Someone informer even a word. വലിയ ബുദ്ധിമുട്ടാണ് ജീവിതം. Great difficulty undergo. ഞാൻ എങ്ങനെ സഹിക്കുമെന്നാ ചോദിക്കുന്നത്. People ask, how can they tolerate? ദൈവത്തിന് മഹത്വമുണ്ടാകും. Glory be to God. ചിലരുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയാ. In the life of some people, ചെറിയൊരു they കാര്യം don't- വന്നാൽ മതി, ദുഃഖം താങ്ങാൻ കഴിയുന്നില്ല. before a minor thing, they are grieved. പണ്ടൊരിക്കലൊരു പട്ടര് Formerly a Brahmin. ഇങ്ങനെ മുമ്പോട്ട് നടന്നു He പോവുകയും was moving forward. കയ്യിലൊരു കാലം കൊടയൊക്കെ ഉണ്ട്. He had the ഇങ്ങനെ an നടന്ന് umbrella. മുൻപോട്ട് പോകുമ്പോൾ As he was marching ഒരു forward, പുഴയുടെ കരയിലെത്തി. he reached the bank of a river. ദൈവത്തിന് സ്തോത്രം. Praise be to the അവിടെ Lord. ചെന്ന് നിൽക്കുമ്പോൾ As he was പുഴയിൽ standing ഇങ്ങനെ there, വെള്ളം നിറഞ്ഞൊഴുകുകയാണ്. it was overflowing. ആ പുഴയുടെ മറുകരയിൽ ഒരു പട്ടി ഇങ്ങനെ തുടലിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പട്ടി ഇളകി മറിഞ്ഞു കുരയ്ക്കുന്നു. On the other bank, a dog that is in chain that was barking. കുറെ നേരം ഇങ്ങനെ നോക്കിയിരുന്നു. He was watching. എന്നിട്ട് ഒരൊറ്റ കരച്ചില്. He wept. കയ്യിലിരുന്ന കൊട ഒരൊറ്റയടി 150 രൂപയുടെ പോപ്പി കൊട ഒറ്റയടിക്ക് 3 കഷണമാക്കി. Probable Lord that beat on the ground that is broken to 3 എന്നിട്ട് pieces. നെഞ്ചത്തിടി തുടങ്ങി. He started thumping on the ചിലർ breast. അങ്ങനെയാ, ദുഃഖം വന്ന ഉടനെ ഇടിക്കാൻ തുടങ്ങും. When sorrowful people started ചിലർ beating on the chest, ഇടിച്ചിടിച്ച് നെഞ്ചൊരു പരുവമായവരുണ്ട്. smite, smite, ഭയങ്കര ഇടിയും കരച്ചിലും ഒക്കെ കേട്ട് ആളുകൾ ഓടിക്കൂടി. beating and crying, people gathered there. അപ്പൊ എല്ലാരും ചോദിച്ചു, എന്താ കാര്യം? What happened? What happened? പുള്ളി പിന്നെയും കരയുകയാ, Again he plunged into പിന്നെ weeping. ഇടിക്കുകയാ. He was beating again. ആളുകൾ കൂടി എന്ന് ചോദിച്ചു, പട്ടരെ എന്താണ് പ്രശ്നം പറഞ്ഞ? People asked, "No, Brahmin, what happened?" അദ്ദേഹം പറയുകയാ, He replied, ഈ പുഴയിലെ വെള്ളം അങ്ങ് വറ്റിയും പോയി, "Suppose water dries, ആ പട്ടിയുടെ തുടലങ്ങ് അറ്റും പോയാ chain gets disconnected. എന്റെ ഗതി എന്താ?
What shall be my future? ഇതാ ഇന്ന് പലരുടെയും സന്ദേഹം, That is the thought of many people. പലരുടെയും സംശയം ഇതാ. That's the doubt of many എന്റെ people. ഗതി എന്താകും? What shall be my ഇത് future? രണ്ടും സംഭവിക്കാൻ പോകുന്നില്ല. True, these things are not going to take പക്ഷെ place. രണ്ടു മൂന്ന് കാര്യം അവിടെ സംഭവിച്ചു. A few things took place ഒന്ന്, here. 100-200 രൂപ വിലയുള്ള കൊട തല്ലി ഒടിച്ചു. First, umbrella precious, that's പിന്നെ lost. നെഞ്ചത്തിടിച്ച് അവസാനം നീർക്കെട്ടായി. Second, he afflicted പിന്നെ pneumonia. 2 മാസം ചുമക്കാനുള്ള പരുവത്തിലാക്കി വെച്ചു. 2 months he started coughing. സ്വയമേ ഉണ്ടാക്കി വെക്കുന്ന വിപത്തല്ലേ ഇതെല്ലാം. So that's a tragedy he created all by ചിലർക്കൊന്നും himself. സഹിക്കാൻ കഴിയുന്നില്ല. Some cannot forbear. സഹിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. Those who suffer shall be rewarded. പ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. Do not deny that great ദൈവമക്കളെ, confidence for your വിശ്വാസ own. ജീവിതത്തിൽ നാം സഹിക്കുന്നവരാണ്. Fellow people of God, we must suffer. അഗ്നിശോധനകൾ കടന്നു വരുമ്പോൾ When സഹിക്കുന്നവരാണ്. fiery trials come, we must suffer. ശ്വാസ ജീവിതത്തിൽ താങ്ങുവാൻ കഴിയാത്ത വേദനകൾ വരുമ്പോൾ ഏറ്റുകൊള്ളണം. When unbearable pain comes, you must undergo. നമുക്കറിയാമല്ലോ സാധു കൊച്ചു കുഞ്ഞുപദേശി. We know evangelist Sadhu Kochugunyu. നമ്മുടെ ഈ ദേശത്തിന് സമീപമാണല്ലോ അദ്ദേഹത്തിന്റെ വീട്. His house is located nearby. ഇടയാറുമുളയാണ് തന്റെ ഭവനം. Idiyaramula is his house. തന്റെ വിശ്വാസ ജീവിതത്തിൽ താൻ ഒരുപാട് കഷ്ടതകളെ സഹിച്ചു. In his faith life, he underwent plenty of sufferings. 2 ആൺമക്കളുണ്ടായി. He got 2 sons. രണ്ടാമത്തെ മകന്റെ പേര് ശാമുവേൽ കുട്ടി. His second boy's name is Samuel Gutti. താൻ ഒരു സ്ഥലത്ത് മീറ്റിംഗിനായി പോയി. He went to a place to conduct തന്റെ a മകന് meeting. സൗഖ്യമില്ല എന്നറിഞ്ഞു. It was brought to the knowledge താൻ that his മടങ്ങി son was sick. വരുന്നതിന് മുമ്പ് താൻ മടങ്ങി വന്ന് ആ മകന് വേണ്ടി പ്രാർത്ഥിച്ചു. He came back praying for his son. മകൻ മരിച്ചുപോയി. Son died. അടക്കാരാധന കഴിഞ്ഞു. Burial was over. ചില വർഷങ്ങൾക്ക് ശേഷം After some years, തന്റെ ഭാര്യ his wife, അടുത്ത വീട്ടിലെ then a nearby house, ഒരു കൊച്ചുകുട്ടിയെ വീട്ടിൽ വിളിച്ചുകൊണ്ടുവന്നു. she brought up a small child to her house. വിളിച്ചുകൊണ്ടുവന്ന ആ പറമ്പിലൊക്കെ She പണിയെടുപ്പിക്കുകയാണ്. kept it and that is pressed in the മരിച്ചുപോയ service. തന്റെ മകൻ ശാമുവേൽ കുട്ടിയുടെ അതേ പ്രായം. The same age of the deceased son. ഈ കാഴ്ച കൊച്ചു കുഞ്ഞുപദേശി ഭവനത്തിൽ നിന്ന് കണ്ടു. Evangelist Kochunyu witnesses from this ആ house. ഭക്തന്റെ ഹൃദയം നീറി പിടയുവാനിടയായി. He started struggling. അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ വല്ലാത്ത വേദനയുണ്ട്. He parched within. എനിക്ക് നഷ്ടപ്പെട്ടു പോയ മകന്റെ അതേ പ്രായം. The age of my son who is ആ lost. മകൻ നഷ്ടപ്പെട്ടില്ലായിരുന്നെങ്കിൽ Had he not been lost, ഇപ്പോൾ അവന് പകരം എന്റെ മകൻ അവിടെ നിന്നേനെ. he should have been there. അവന്റെ ഹൃദയം ദുഃഖത്താൽ തകർന്നു. That is broken with grief. ഹൃദയം വേദനയാൽ നിറഞ്ഞു. That is parched with anguish. ഭക്തന്റെ ഹൃദയത്തിൽ ദൈവം ചില ആശ്വാസത്തിന്റെ വാക്കുകൾ കൊടുത്തു. God gave some words of comfort in his heart. അന്ന് താൻ എഴുതിയ പാട്ടാണ്, ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ. If the Lord gives me the cup of sorrow in my hand. നമുക്ക് എല്ലാവർക്കും കൂടെ ചേർന്ന് ശാന്തമായി ആ പാട്ടിന്റെ അടികളെ ചേർന്നൊന്ന് പാടാം. Passive, let us sing the stanza. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യുകയില്ല. ദോഷമായിട്ടൊന്നും എന്നോ എന്റെ താതൻ ചെയ്യുകയില്ല. എന്നെ അവനടിച്ചാലോ അവൻ എന്നെ വിശ്വാസമുള്ളവർ പാടിയാട്ടെ. എന്നെ അവനടിച്ചാലോ അവൻ എന്നെ സ്നേഹിക്കുന്നു. നഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. നഷ്ടമേറി വന്ന ഭാഗ്യവാനായി തീരുന്നു ഞാൻ. കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു. ഓ കഷ്ടമേറ്റ കർത്താവോട് കൂട്ടാളിയായി തീരുന്നു ഞാൻ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ. ദുഃഖത്തിന്റെ പാനപാത്രം കർത്താവിന്റെ കയ്യിൽ തന്നാൽ. സന്തോഷത്തോടു
വാങ്ങി ഹല്ലേലൂയ ഹല്ലേലൂയ പാടിടും ഞാൻ സന്തോഷത്തോടതു വാങ്ങി ഹല്ലേലൂയ പാടിടും ഞാൻ. ദുഃഖത്തിന്റെ പാനപാത്രം ജീവിതത്തിൽ കടന്നു വരുമ്പോൾ When the cup of sorrow comes into our lives, സന്തോഷത്തോടെ അതിനെ ഏറ്റുകൊള്ളുവാൻ കഴിയുന്നെങ്കിൽ joyfully we are able to accept it. ഒരു സത്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, Let me tell you a truth, അത് നിങ്ങളല്ല ആ സമയത്ത് ചുമക്കുന്നത്. that you are not bearing the cup. നിങ്ങളെ അവൻ തന്റെ ഉള്ളംകൈയിൽ വഹിക്കുകയാണ്. He is bearing his palm. ഉള്ളംകൈയിൽ വഹിച്ചവൻ മാർവോട് ചേർത്ത് പിടിക്കുകയാണ്. He is bearing the palm and keeping കഴിഞ്ഞ it കാല as breast. ജീവിതങ്ങളിലേക്ക് നിങ്ങളൊന്ന് തിരിഞ്ഞു നോക്കിയാൽ Just a flashback to the yesterday's life. തകർന്ന് വീണുടഞ്ഞു പോകാവുന്ന എത്രയോ സന്ദർഭങ്ങൾ. Many condemnation crumbled and അവിടെ crushed. എല്ലാം നമ്മെ താങ്ങി നിലനിർത്തിയത് ആരാണ്? Oh, this condemnation who has sustained us. യേശുവിന്റെ ദിവ്യഭുജം നമ്മെ താങ്ങിയില്ലേ? Divine hand of God had indeed supported നമ്മെ us. വഹിക്കുന്നവന്റെ കരം നമ്മെ ചുമന്നില്ലേ? It is a hand with that is a bonus. ആകയാൽ സഹിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. Therefore the suffering, that's the reward. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം. Matthew's Gospel chapter 6 verse 4. രഹസ്യമായി ദാനങ്ങൾ ചെയ്യുന്നവർക്ക് പ്രതിഫലമുണ്ട്. In secrecy, those who give gifts, that's the reward. 6-ാം അധ്യായത്തിന്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Coming to chapter 6 verse number 6. രഹസ്യമായി പ്രാർത്ഥിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. Those who pray in secrecy, that's the ആ reward. രഹസ്യമായ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. We must pray in closet in our 6-ാം life. അധ്യായത്തിന്റെ 18-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Chapter 6 verse number 18. ഉപവസിക്കുന്നവർക്ക് പ്രതിഫലമുണ്ട്. Those who fast, there's reward. മത്തായിയുടെ സുവിശേഷം 10-ന്റെ 41-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Matthew chapter 2 verse 41. ദൈവഭക്തന്മാരെ കൈക്കൊള്ളുന്നവർക്ക് പ്രതിഫലമുണ്ട്. Those who receive the saints of God, that is reward. 10-42-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Chapter verse 42. അവർക്കൊരു പാനപാത്രം തണ്ണീർ കൊടുത്താൽ അവർക്ക് പ്രതിഫലമുണ്ട്. You have a cup of water, there's reward. എഫേസ്യ ലേഖനം 6-ന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Ephesians chapter 6 verse ഒരു 8. ദൈവപൈതൽ ചെയ്യുന്ന സകല നന്മകൾക്കും പ്രതിഫലമുണ്ട്. For every good work done by a child of God, there's reward. 1 കൊരിന്ത്യർ 9-ന്റെ 17-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 1 Corinthians chapter 1 verse 9. സുവിശേഷം മനഃപൂർവ്വമായി അറിയിക്കുന്നവർക്കൊരു പ്രതിഫലമുണ്ട്. Those who willingly speak the gospel, that's reward. 2 തിമോത്തിയോസ് 4-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ 2 Timothy chapter 4 verse 8. നല്ല പോർ പൊരുതിയോട്ടം തികച്ച് വിശ്വാസം കാത്തു നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. Those who do the good fight, keep the faith, run the course, and the crown righteousness is അവർക്ക് kept for ഒരു me. പ്രതിഫലമുണ്ട്. There's a reward for them. യേശുക്രിസ്തുവിന്റെ നാളിൽ നാം എങ്ങനെ ആയിത്തീരണം? On the day of Jesus Christ, how should we be? കുറ്റമില്ലാത്തവരായി തീരണം എന്ന് ദൈവവചനം നമ്മെ ഓർപ്പിക്കുന്നു. What about this? Without blame. നാം അവന്റെ നാളിൽ കുറ്റമില്ലാത്തവരായിരിക്കണം. We must be free from blame on his day. ഇടർച്ചകളില്ലാത്തവർ ആയിരിക്കണം. Without offense. പരമാർത്ഥ ഹൃദയത്തോടെ ജീവിക്കുന്നവരായിരിക്കണം. We must be with a sincere heart. അങ്ങനെ നാം ജീവിച്ചാൽ നമുക്ക് എന്താണ് ലഭിക്കുന്നത്? We live so, what shall we receive? പ്രതിഫലങ്ങളെ ദൈവം നൽകുന്നു എന്ന് ദൈവജനം നമ്മെ ഓർപ്പിക്കുന്നു. Word of God says God is providing reward. ദൈവത്തിന്റെ ദിവസത്തെ ഓർത്ത് നാം എത്ര ഭക്തിയും വിശുദ്ധ ജീവിതവും ചെയ്യുന്നവരായിരിക്കണം. Concerning the day of God, who must accomplish a holy life. ക്രിസ്തുവിന്റെ പുനരാഗമനത്തിന്റെ നാൾ സമീപിച്ചിരിക്കുകയാണ്. The day of the second coming of the Lord is drawn closer. എന്താണ് അതിന്റെ തെളിവ്? What's the evidence? ലോകത്തിലേക്ക് നാം നോക്കുമ്പോൾ When we observe the present കഴിഞ്ഞ world. രാത്രിയിൽ ചില അടയാളങ്ങളെ കുറിച്ച് നാം ചിന്തിപ്പാനിടയായി തീർന്നു. Last night I highlighted some signs. വീണ്ടും ദൈവവചനത്തിലേക്ക് വരുമ്പോൾ Again, coming to the word of God. ലൂക്കോസിന്റെ സുവിശേഷം 21-ാം അധ്യായം Luke's Gospel chapter 21. 25-26 വാക്യങ്ങൾ വായിക്കുമ്പോൾ Verses 25 and 26. ക്രിസ്തുവിന്റെ പുനരാഗമന നാൾ അടുക്കുമ്പോൾ As the day of Lord Jesus Christ is drawing closer, അന്ന് കാണപ്പെടുന്ന അടയാളങ്ങളെ കുറിച്ച് പറയുന്നു. we read about the signs seen there. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ചില ലക്ഷണങ്ങൾ അന്ന് കാണും. Some signs shall be seen there. എന്താണ് അന്ന് കാണുന്ന ലക്ഷണങ്ങൾ? What are the signs seen there? ദൈവവചനം ഇപ്രകാരം നമ്മെ ഓർപ്പിക്കുന്നു. The word of God reminds അന്ന് us. സൂര്യനിൽ ചില അടയാളങ്ങൾ കാണും. Some signs in the sun. ചന്ദ്രനിൽ ചില അടയാളങ്ങൾ കാണും. Signs in the moon. നക്ഷത്രങ്ങളിൽ ചില അടയാളങ്ങൾ കാണും. Signs in the stars. ആകാശത്തിൽ ചില അടയാളങ്ങൾ കാണും. Signs in the sky. കടലിന്റെയും ഓളത്തിന്റെയും മുഴക്കം നിമിത്തം ജാതികൾക്ക് പരിഭ്രമവും നിരാശയും ഉണ്ടാകും. Mix the roaring of the waves of the sea. People shall be perplexed. ഇതെല്ലാം ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വിഷയങ്ങളാണ്. These are signs mentioned in the word of God. അല്പസമയത്തേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഈ ചാർട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. For a short while, I invite to add attention to the chart. ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ When you learn about the sustenance of this universe, ഭൂമി അല്ലെങ്കിൽ ഈ പ്രപഞ്ചം നിലനിൽക്കുന്നത് 7 സിസ്റ്റങ്ങളിന്മേലാണ്. this earth is support on 7 systems. ഒന്നാമത്തേത് സൂര്യൻ, First one is the sun. രണ്ടാമത്തേത് ചന്ദ്രൻ, Second one is the moon. അടുത്തത് നക്ഷത്രം, Next one is the stars. നാലാമത്തേത് ആകാശം, Fourth is the sky. 5 ഭൂമി, 5 the earth. 6 സമുദ്രം, 6 the sea. 7 ഭൂമിയുടെ അധോഭാഗം. 7 the yonder part of the ഇങ്ങനെ sea. 7 സിസ്റ്റം
സിസ്റ്റത്തിന്മേലാണ് ഈ ഭൂലോകം അല്ലെങ്കിൽ ഈ പ്രപഞ്ചം This നിലനിൽക്കുന്നത്. universe is sustaining upon 7 systems. ഈ 7 സിസ്റ്റത്തിലേക്ക് നാം നോക്കുമ്പോൾ When you observe these 7 ഈ systems, 7 സിസ്റ്റങ്ങളും ഇന്ന് തകർച്ചയുടെ വക്കിലാണ്. they are at the verge of disaster. എന്താണ് അതിന്റെ തെളിവ്? What's the proof? നാം പാർക്കുന്നത് ഈ ഭൂമിയിലാണ്. We are abiding on this earth. ഈ ഭൂമിയെ ദൈവം മനുഷ്യർക്ക് ദാനമായി കൊടുത്തതാണ്. God has gifted this earth to man. ദൈവവചനം ഇപ്രകാരം പറയുന്നു, The word of God says, ഭൂമിയെ അവൻ മനുഷ്യർക്ക് He കൊടുത്തിരിക്കുന്നു. gave earth to man. അതുകൊണ്ട് ഈ ഭൂമിക്ക് മാത്രം ഒത്തിരി പ്രത്യേകതകളുണ്ട്. This earth has got a speciality. ഭൂമി മനുഷ്യപ്പാർപ്പിന് യോഗ്യമല്ലാതെ വന്നാൽ If this is not worthy for human മറ്റേതെങ്കിലും habitation, ഗ്രഹത്തിൽ പോയി പാർക്കുവാൻ ഇന്നത്തെ മനുഷ്യൻ ഓടുകയാണ്. present man is making to go to some other planet. 2025 ആകുമ്പോൾ ചൊവ്വയിൽ പോയി പാർക്കാമെന്ന് മനുഷ്യൻ പറയുന്നു. Man says in 2025 he can go to Mars. എന്നാൽ ദൈവവചനം പഠിക്കുമ്പോൾ But the word of God says, മനുഷ്യന് പാർക്കുവാൻ he not inhabit it. ഭൂമി മാത്രമേ ദൈവം കൊടുത്തിട്ടുള്ളൂ. God is permitted only earth എന്താണ് alone. കാരണം? What's the ഈ reason? ഭൂമിക്ക് മാത്രം പ്രത്യേകത ചില വിഷയങ്ങളുണ്ട്. Earth has a certain conspicuous ഈ ഭൂമിയിൽ characteristics. മാത്രമാണ് ഓക്സിജൻ ഉള്ളത്. Oxygen is permitted only to ഈ this earth. ഭൂമിയിൽ മാത്രമാണ് ശുദ്ധമായ ജലം ഉള്ളത്. Pure water is available only on this earth. ഈ ഭൂമിക്ക് ഒരു 23 ഡിഗ്രി ചരിവുണ്ട് എന്ന് പറയുന്നു. Earth has got 20th degree slanting. ഭൂമി ഇങ്ങനെ 23 ഡിഗ്രി ചരിവിൽ നിൽക്കുന്നത് കൊണ്ടാണ് As it is moving 20th degree slanting, കാലാവസ്ഥയിൽ പ്രധാനപ്പെട്ട 4 ഋതുക്കൾ കടന്നു വരുന്നത്. if at 4 seasons in the 4 climatical ഈ conditions. ഭൂമിയിൽ മാത്രം 12 മണിക്കൂർ രാത്രി, 12 മണിക്കൂർ പകൽ. This earth is 12 hours today, 12 hours tonight. ഭൂമിയുടെ നൈബറായ വീനസിലേക്ക് നമ്മൾ പോയാൽ If you go to Venus, the neighbor of the ഒന്ന് earth, രാത്രിയായിട്ട് നേരം വെളുക്കണമെങ്കിൽ സുമാർ 121 ദിവസം വേണം. to take under 21 days to have the day after the night. 3 രാത്രി ഒരു ബർത്ത്ഡേ. That means 3 nights, 1 birthday. നന്നായിട്ട് ഉറങ്ങേണ്ടവരൊക്കെ വീനസിലേക്ക് പോയാൽ മതി. Those who are soundly go to Venus. ഒന്ന് ഉറങ്ങിയ പിന്നെ 121 ദിവസം കഴിഞ്ഞ് എഴുന്നേറ്റാൽ മതി. They sleep well, just get up after 121 days. അതുകൊണ്ട് ഉറക്കപ്രിയർക്കായിട്ട് ഞാൻ വീനസ് സെലക്ട് ചെയ്ത് തരികയാണ്. Those who love sleep, I opt to Venus. ദൈവത്തിന് മഹത്വം Praise be ഉണ്ടാകട്ടെ. to the Lord. ഞാൻ പറഞ്ഞല്ലോ സിസ്റ്റങ്ങൾ 7 വിധത്തിലുണ്ട്. I told you 7 kinds of ഇത് systems. 7 ഇന്ന് തകർച്ചയുടെ പടിയിൽ മുൻപോട്ട് പോവുകയാണ്. This one at the verge of departure, ഒന്നാമത് disaster. സൂര്യനെ കുറിച്ച് ദൈവവചനം പറയുന്നു. First, the word of God speaks about the ലൂക്കോസ് sun. 21:25 വാക്യം. Luke 21 verse സൂര്യനിൽ 25. ചില അടയാളങ്ങൾ Some signs കാണുന്നു. in the sun. എന്താണ് സൂര്യനിൽ കാണുന്ന അടയാളങ്ങൾ? What are the signs seen in the sun? ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. 2012 ഒക്ടോബർ മാസം 10 തീയതി From day 12, October 10, ദേശാഭിമാനി പത്രത്തിൽ വന്ന ഒരു ചിത്രമാണ് ഈ ഭാഗത്ത് കാണുന്നത്. a picture published in the Daily Day Sabbath is ഒരു പക്ഷേ നിങ്ങളിൽ ചിലർ കണ്ടിരിക്കാം. perhaps some of you might have ഞാൻ ഈ seen. മനോരമ എന്നും ദേശാഭിമാനി പത്രം എന്നൊക്കെ പറയുന്നത് I say Manorama and Desabhimani, പത്രവാർത്ത പറയാൻ നിൽക്കുകയല്ല, not to the newspapers. തെളിവിന് വേണ്ടി ചില കാര്യങ്ങൾ പറയുന്നു എന്ന് മാത്രം. For evidence, I cite something. സൂര്യനിൽ ഉണ്ടായ ഒരു പ്രതിഭാസമാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. A phenomenon took place. The sun is portrayed ഈ here. പടം പത്രത്തിൽ അവർ പ്രസിദ്ധീകരിച്ചപ്പോൾ They published this photo. അതിനൊരു ഹെഡിങ് കൊടുത്തിരുന്നു. It had a title. ഭൂമിയിൽ നിന്നൊരു തീഗോളം സൂര്യനിൽ നിന്നൊരു തീഗോളം ഭൂമിയിൽ പതിച്ചു. A fiery ball from the sun came upon the earth. സൂര്യൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ആണവ റിയാക്ടർ പോലെ പ്രവർത്തിക്കുന്ന ഒരു ഗ്രഹമാണ്. Sun is a planet just function like a reactor of അവിടെ atom. ഒരു ന്യൂക്ലിയർ ഫ്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. A nuclear fusion is going on there. എന്താണ് അവിടെ സംഭവിക്കുന്നത്? What is taking place ഒരു there? സെക്കൻഡിൽ 620 മില്യൺ മെട്രോ ടൺ ഹൈഡ്രജൻ ഹീലിയമായി In മാറിക്കൊണ്ടിരിക്കുകയാണ്. 1 second, 620, that is million hydrogen is converted to hydrogen. അത്രയും ഹൈഡ്രജൻ ഒരൊറ്റ സെക്കൻഡിൽ ഒരു സ്ഫോടനത്തിലൂടെ ഹീലിയമായി മാറുന്നു. In 1 second, the same quantum hydrogen is through an അതുകൊണ്ടാണ് explosion സൂര്യനെ becomes കുറിച്ച് a helium. പറയുന്നത് അത് കത്തി ജ്വലിക്കുന്ന ഒരു തീഗോളമാണ്. Therefore, concerns itself, that's a ball that is burning. ഈ പിക്ചറിനെ കുറിച്ച് നാം നോക്കുമ്പോൾ When we saw this picture, ശാസ്ത്രലോകം ഇതിനെക്കുറിച്ച് പഠിച്ചു. scientific world studied of അവർ this. അതിനെക്കുറിച്ച് പഠിച്ചിട്ട് ഇപ്രകാരമാണ് പറഞ്ഞത്. They made investigations and said, ഈ അടുത്ത കാലത്തായി സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് ചില തീവർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. recently some flowing of fire from the sun coming to the earth. അതിന്റെ പേരാണ് CME എന്ന് പറയുന്നത്. It's called CME, എന്ന് പറഞ്ഞാൽ കൊറോണൽ മാസ് ഇജക്ഷൻ. coronal mass ejection. ദൈവത്തിന് സ്തോത്രം. Praise be to the അത് Lord. വ്യക്തമായി മനസ്സിലാക്കാൻ ഞാൻ നിങ്ങളൊരു സത്യം പറയാം. To understand, I'll reveal the ഒരു truth unto you. ക്ഷയരോഗി, ക്ഷയം ബാധിച്ച ഒരു രോഗി, A person suffering tuberculosis, അദ്ദേഹത്തിന്റെ ലങ്സ് ഒക്കെ ആകെ തകരാറിലായിട്ട് so lungs is in disaster. അവസാന സമയമാകുമ്പോൾ Finally, ചുമച്ച് ബ്ലഡ് ഇങ്ങനെ തുപ്പിക്കൊണ്ടിരിക്കും. he coughs and spits blood. ശാസ്ത്രജ്ഞന്മാർ ഇതിന് കൊടുത്ത നിർവചനവും ഇപ്രകാരമായിരുന്നു. Doctors
have ഒരു defined. ക്ഷയരോഗിയുടെ അവസാനത്തെങ്കിൽ അത് ചുമച്ച് രക്തം തുപ്പുന്നത് പോലെ At the end of the last phase of life, the TB patient, the corpse. സൂര്യൻ അതിന്റെ അവസാന ദശയിൽ എത്തി നിൽക്കുകയാണ്. Sun has reached a fag end. ദൈവത്തിന് മഹത്വം Glory ഉണ്ടാകട്ടെ. be to God. ഇങ്ങനെ ഒരു തീഗോളം ഈ അടുത്ത സമയത്ത് ഭൂമിയുടെ ഉപരിതലത്തിലേക്ക് വരുവാനിടയായി തീർന്നു. Such a fiery wall from the sun came upon the surface of the earth. നാസയാണ് ഇത് കണ്ടുപിടിച്ചത്. NASA investigated this. നാസയുടെ സോളർ ആൻഡ് ഹീലിയോസ്ഫിയർ ഒബ്സർവേറ്ററിക്കാണ് ഈ ചിത്രം ലഭിച്ചത്. Solar Helios Observatory just observed this. ഒരു സെക്കൻഡിൽ ഏതാണ്ട് 1120 കിലോമീറ്റർ വേഗത്തിലാണ് ഈ തീഗോളം ഭൂമിയിലേക്ക് വന്നത്. Near one second, around about 120 kilometers. നമ്മളിവിടെ ഒരു ചെറിയ പടമായിട്ടാണ് കാണുന്നതെങ്കിലും Even the put as a small picture here. ശാസ്ത്രലോകം ഇതിനെക്കുറിച്ച് പറയുന്നത് Scientific world speaks ഈ about this. തീഗോളങ്ങൾക്ക് ഏതാണ്ട് ലക്ഷക്കണക്കിന് കിലോമീറ്ററുകൾ നീളം വരുമെന്നാണ്. These fiery balls are as long as lakhs of millions. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ച് അവർ പഠിച്ചു. They studied about the consequences. സൂര്യനെ കുറിച്ച് അവർ പഠിച്ചപ്പോൾ As investigated of the sun, സൂര്യനിൽ സൾഫറും ഹീലിയവും ഒക്കെ കടന്നു പോകുന്ന ഒരുപാട് ട്യൂബുകളുണ്ട്. there are plenty of tubes whereby sulfur and helium pass through. സൂര്യനുണ്ടാകുന്ന പ്രഷറിന്റെ വേരിയേഷനിൽ ഇത് ചിലപ്പോൾ പൊട്ടിത്തെറിക്കാറുണ്ട്. Because of variation of the pressure, this is exploding. അപ്പോഴാണ് ഈ വാതക തീ ഭൂഗോളത്തിലേക്ക് വരുവാൻ കാരണമായി Then തീരുന്നത്. the fiery balls are coming upon the earth. ഇങ്ങനെ തുടർച്ചയായി സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ Continuously, as these things proceed, സൂര്യൻ അതിന്റെ ഊർജം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്ക് വരുന്നു. sun is losing its energy. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. സൂര്യന് വേണ്ടും പോലെ നിലനിൽപ്പില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കടന്നു വരുന്നു. Sun's existence is under threats. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് സൂര്യാഘാതം എന്ന് പറയുന്ന പ്രതിഭാസം അധികമായി ഉണ്ടാകുന്നത്. Therefore, recently, sunstroke that is looming large. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. പ്രകാരം സൂര്യനിൽ നിന്നുള്ളതായ തീഗോളം അതിന്റെ എനർജി നഷ്ടപ്പെടുമ്പോൾ As sun is losing energy, സൂര്യൻ അവിടവിടങ്ങളിലായി രണ്ടാമത്തെ ഈ പടത്തിലേക്ക് നാം നോക്കുമ്പോൾ അവിടവിടങ്ങളിലായി ചെറിയ സ്പോട്ടുകൾ നമുക്ക് കാണുവാൻ സാധിക്കും. when there's a particular picture, you can find smudges here and there. ദൈവത്തിന് സ്തോത്രം. അവിടവിടങ്ങളിലായി ചില സ്പോട്ടുകളെ കാണാം. You can find certain spots there. ഇവയാണ് സൺസ്പോട്ട്സ് എന്ന് പറയുന്നത്. They call the sunspots. സൂര്യകളങ്കങ്ങൾ They call the smudges. എന്ന് പറഞ്ഞാൽ സൂര്യനിൽ ഇങ്ങനെ ബ്ലാക്ക് കളേഴ്സ് You കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. can find the multiplicity of black അതിന്റെ spots. കാരണം അവർ പറഞ്ഞത് They explain the reason. സൂര്യന്റെ ഇപ്രകാരമുള്ള എനർജിയുടെ നഷ്ടമാണ്. That is a draining out of the energy from the sun. ദൈവത്തിന്റെ വചനം പറയുന്നു The word of God says, സൂര്യനിൽ ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. sun shall be in the sun. ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ തുടർച്ചയായിട്ടുണ്ടാകുമ്പോൾ Such a phenomena continuously taking place. ഭൂമിയിൽ മനുഷ്യന്റെ ജീവിതം താറുമാറാകുന്നു. Man's life is jumbled in the world. സൂര്യാഘാതത്താൽ അനേകം പേർ മരിക്കുന്നു. Due to sunstroke, many people die. 2013 ഏപ്രിൽ മാസം 2013 April, 9, 10, 11 ദിവസങ്ങൾ 9th, 10th and 11th. കേരളത്തിലെ പല ജില്ലകളിലും സൂര്യാഘാതമുണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. It was reported in Kerala many ഈ districts. Sunstroke appeared. പത്തനംതിട്ട ജില്ലയിലും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. In Pathanamthitta district also it was reported. 2014 മാർച്ച് മാസം 29 തീയതി കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ അധികമായ സൂര്യാഘാതമുണ്ടായതായി പറയുന്നു. 2014 March 29 again Palakkad highest this heat was reported. ഇതിനെക്കുറിച്ച് ഒരു ചർച്ച ഈ അടുത്ത കാലത്ത് നടന്നപ്പോൾ A discussion was conducted recently നാസയുടെ concerning this. സയന്റിസ്റ്റുകൾ പറഞ്ഞത് ഇപ്രകാരമാണ്. Scientists and NASA opined ഇത് ഇനിയും വർദ്ധിച്ചു പെരുകിക്കൊണ്ടേയിരിക്കും. this is going to multiply again. അവർ പറഞ്ഞ കാരണം ഇതാണ്. These are the reasons of propounded. സൂര്യനിൽ നിന്ന് പുറപ്പെടുന്ന ഈ കോസ്മിക് റേസുകളെ The cosmic rays emanated from the sun. തടയുവാൻ ഈ ഭൂമിക്ക് ഒരു ഉപരിതലമുണ്ട്. Earth has got a surface to block. ഇങ്ങനെയുള്ള തുടർച്ചയായ തീവർഷങ്ങൾ നിമിത്തമായി Because of fiery years continuously ഭൂമിയുടെ coming, മാഗ്നറ്റോസ്ഫിയർ തകർന്നുകൊണ്ടിരിക്കുകയാണ്. the mantle atmosphere is broken. അതിന്റെ കാന്തിക മണ്ഡലം തകർന്നുകൊണ്ടിരിക്കുകയാണ്. Attractive atmosphere is destroyed. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. അപ്പോൾ ഇത് കൂടുതലായി ഭൂമിയിലേക്ക് വരുന്നു. More and more this is coming upon the earth. ദൈവത്തിന് സ്തോത്രം. Glory be to God. വെളിപ്പാട് പുസ്തകം 16:8 വാക്യത്തിലേക്ക് വരുമ്പോൾ Coming to Revelation chapter 16 verse 8. അവിടെ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പറയുന്നു. The word of God says there, ഒരു ദൂതൻ തന്റെ കലശം സൂര്യനിലേക്ക് ഒഴിച്ചു. an angel poured his oil upon the sun. എന്താണ് അപ്പോൾ സംഭവിച്ചത്? What happened there? ഭൂമിയിൽ മനുഷ്യരെ ചുടുവാനുള്ള അധികാരം സൂര്യന് ലഭിച്ചു. It was a scorching fire for the sun to ഇത് burn. സംഭവിക്കുമോ എന്ന് ശാസ്ത്രലോകം ഒരിക്കൽ ചോദിച്ചു. Said we Lord, will it take place? മനുഷ്യനെ ചുടുവാൻ സൂര്യന് കഴിയുമോ? Can man burn human beings? ഇന്നത്തെ ശാസ്ത്രം പറയുന്നു കഴിയും. Present science says it can. അതിന്റെ ആരംഭമായി ഇപ്പോഴത്തെ ഈ സൂര്യാഘാതം. Sunstroke is the beginning of the same. ഇത് ചുമ്മാ ചൂടാക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. Simply the beginning is there. മെഴുക്കുവരട്ടിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആദ്യം വിട്ടൊന്ന് ചൂടാക്കത്തില്ലേ? First in order to make that dish, അതുപോലെ we ഇതൊന്ന് heat പതിയെ ചൂടാക്കി തുടങ്ങിയിട്ടേ ഉള്ളൂ. It's a beginning heating ഇനി up is there. ചൂടാക്കൽ മാറ്റിയിട്ട് ചുടും.
it will be scorched out. ഭൂമിയിലെ മനുഷ്യരെ ചുടുവാൻ സൂര്യന് അധികാരം ലഭിക്കും. Sun is authorized to scorch men. സൂര്യന്റെ ചൂട് കാരണം ഭൂമിയിൽ മനുഷ്യർ മരിക്കും. Because of the heat of this sun, man will be dying. നമുക്കറിയാമല്ലോ, നമ്മുടെ ഈ നോർത്തേൺ സൗത്തേൺ സ്റ്റേറ്റുകളിൽ, ആന്ധ്ര തുടങ്ങിയ സ്റ്റേറ്റുകളിൽ ഈ അടുത്ത സമയത്തുണ്ടായ ചൂട്, We know the sunstroke heat waves in southern states like Andhra Pradesh and Telangana. ആന്ധ്രയിൽ തന്നെ ഏതാണ്ട് 2000-ഓളം പേർ മരിച്ചു. 2000 people died in Andhra Pradesh itself. സൂര്യനിൽ ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. Signs are seen in the sun. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. വീണ്ടും അവർ അതിനെക്കുറിച്ച് പഠനം നടത്തിയപ്പോൾ Again they continued the അവർ investigation. ഇപ്രകാരം പറയുകയാണ്, They said, സൂര്യന്റെ പ്രകാശത്തെക്കുറിച്ച് അവർ പഠിച്ചു. they analyzed of the brightness of the sun. അതിൽ 41% ഈ ഭൂമിയിൽ വരാൻ പാടുള്ളൂ. Only 40% should come upon the earth. 59% ഭൂമിയിൽ വരുവാൻ പാടില്ല. 59% of the light should not come upon the earth. കാരണം 51% IR അഥവാ ഇൻഫ്രാറെഡ് ആണ്. Because the 15% is infrared. 8% UV അഥവാ അൾട്രാ വയലറ്റ് കിരണങ്ങളാണ്. 80% is ultraviolet rays. ഈ 59% ഭൗമോപരിതലത്തിൽ നിന്ന് തിരികെ പോകണം. 15% should go back from the surface. എന്നാൽ ഇന്നത്തെ അന്തരീക്ഷ മണ്ഡലത്തിന്റെ തകർച്ചയാൽ ഇത് ഇന്ന് ഭൂമിയിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. Because they have come the atmosphere, this is peeping upon the earth. ഏറ്റവും അടുത്ത സമയത്ത് Recently, ജപ്പാനിലെ ശാസ്ത്രജ്ഞന്മാർ ചില കാര്യങ്ങൾ കണ്ടുപിടിച്ചു. scientists in Japan discovered a few ഈ things. അന്തരീക്ഷ മണ്ഡലത്തിന്റെ തകർച്ച കാരണം Because of the havoc of the സൂര്യനിൽ atmosphere, നിന്ന് IR-ഉം UV-യും ഭൂമിയിലേക്ക് വരുന്നതിനാൽ IR and UV coming upon the earth, and therefore, ഇന്നത്തെ ക്യാൻസർ രോഗത്തിന്റെ പ്രധാന കാരണം അതാണ്. that's the basic reasons for cancer. ജപ്പാനിലെ മെഡിക്കൽ ശാസ്ത്രജ്ഞന്മാർ ഇത് കണ്ടുപിടിച്ചതാണ്. Medical scientists of Japan, they convinced the same. എന്തുകൊണ്ട് ഇന്ന് ക്യാൻസർ രോഗം വർദ്ധിക്കുന്നു? Why result in cancerous? സൂര്യനിലെ ലക്ഷ്യങ്ങൾ നിമിത്തം, Because of signs in the sun. അന്തരീക്ഷ മണ്ഡലത്തിന്റെ തകർച്ച നിമിത്തമായി. Because of the disaster of the atmosphere. ഈ അടുത്ത സമയത്ത് Recently, സൂര്യന്റെ നാശത്തെക്കുറിച്ച് ചില ശാസ്ത്രജ്ഞന്മാർ പറയുകയുണ്ടായി. some scientists opened the destruction of the sun. സോളാർ സയന്റിസ്റ്റായ ഫ്രാങ്ക്ലിനും Franklin, solar scientist. കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞനായ ബെർക്ലിയും ചേർന്ന് Berkeley, the scientist from California University, ഈ ഇടയ്ക്ക് അവരുടെ ഒരു പഠന റിപ്പോർട്ട് അവർ പ്രസിദ്ധീകരിക്കുകയുണ്ടായി. recently published the report. അവർ പറഞ്ഞത് ഇപ്രകാരമാണ്: This is their opinion. 2024 ആകുമ്പോൾ Coming in 2014, ഈ സൂര്യൻ ഒരു 2024, നീണ്ട മയക്കത്തിലേക്ക് പോകുമെന്ന്. sun shall be the prolonged slumber. അവർ പറഞ്ഞത് ഇങ്ങനെയാണ്: സൂര്യൻ ഒന്ന് നീണ്ട ഉറക്കത്തിന് പോകും. Sun shall be going into prolonged sleep. ഒരു ഹിമയുഗം വീണ്ടും പിറക്കുവാൻ സാധ്യതയുണ്ട്. Again, Mercury may come up. സൂര്യൻ 2 ദിവസം ഒന്നും ഉദിക്കാതിരുന്നാൽ Suppose the sun does not come 2 days. ഭൂമിയുടെ സകല താളവും തെറ്റും. Every balance of the earth shall be നമുക്കറിയാം, imbalanced. വാദം പോലുള്ള രോഗമുള്ളവർ We know rheumatic people. സൂര്യന്റെ വെളിച്ചം കണ്ടില്ലെങ്കിൽ കാലത്ത് അവർക്ക് എഴുന്നേൽക്കാൻ പറ്റുകയില്ല. Without seeing the light, they could not ഈ get up. പ്രപഞ്ചത്തിന്റെ മുഴുവൻ ഊർജ്ജത്തിന്റെയും സോഴ്സ് സൂര്യനാകുന്നു. The source energy of the whole universe is the sun. ഇവിടെ ബെർക്ലിയും ഫ്രാങ്ക്ലിയും ചേർന്ന് പറഞ്ഞത് സൂര്യൻ മയങ്ങാൻ പോകുന്നു എന്ന്. Franklin said the sun is going to sleep. ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, Let me tell you, ലോകത്തിലെ സയൻസിന് ഇതേ പറയാൻ കഴിയൂ. science the world can tell this alone. എന്നാൽ സയൻസ് പറയാത്തൊരു ദൈവവചനം പറയുന്നു. What God says more than what is said വെളിപ്പാട് by പുസ്തകം science. 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ Revelation chapter 6 verse 12. അവിടെ ദൈവവചനം ഇപ്രകാരം നമ്മെ ഓർപ്പിക്കുന്നു: What God says there, സൂര്യൻ കരിമ്പടം പോലെ കറക്കും. the sun shall be as a ഇത് cyclone. 2000 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധാത്മാവ് എഴുതി വെച്ചതാണ്. Holy Spirit wrote 2000 years ago. എന്നാൽ ഇന്നത്തെ ശാസ്ത്രം വിളിച്ചു പറയുന്നു, The present world is proclaiming സൂര്യൻ ഉറങ്ങാൻ പോകും. sun is going to sleep. അവർക്ക് അത്രേ പറയാൻ കഴിയൂ. They can opine that പക്ഷേ much. പരിശുദ്ധാത്മാവ് അതിന്റെ യാഥാർത്ഥ്യം വിളിച്ചു പറഞ്ഞു. Holy Spirit is proclaiming the സൂര്യൻ ഒരു truth. നീണ്ട മയക്കത്തിലേക്കല്ല പോകുന്നത്, Sun is not moving into slumber. കരിമ്പടം പോലെ കറക്കുവാൻ പോകുന്നു. Going to be dark as a cyclone. യേശു പറഞ്ഞത്, Jesus said, സൂര്യനിൽ ലക്ഷ്യങ്ങൾ there കണ്ടുകൊണ്ടേയിരിക്കും. shall be signs in the ഇങ്ങനെയുള്ള sun. ലക്ഷ്യങ്ങൾ ഭൂതലത്തിൽ ഉണ്ടാകുമ്പോൾ Such as take place on the മനുഷ്യർ surface. ചൂടുകൊണ്ട് നിൽക്കുവാൻ കഴിയാതെ Man ഓടുകയാണ്. cannot discover because of the scorching. ചൂട് വർദ്ധിച്ചു വരുന്നു. It is multiplying. ക്രമാതീതമായ ചൂടിന്റെ വർധനവ്, Uncontrollable multiplicity of the scorching. ഗ്ലോബൽ വാർമിംഗ് എന്ന പ്രതിഭാസത്താൽ ഇന്നത്തെ ലോകം വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്. This world is undergoing suffering because of global warming, the strange phenomenon. ആഗോള തപനമെന്ന പ്രതിഭാസത്താൽ ഇന്ന് ലോകത്തിലെ ജീവജാലങ്ങളുടെ ജീവിതം പോലും താറുമാറായിക്കൊണ്ടിരിക്കുകയാണ്. And the sustenance of the living creatures is under jeopardy because of the global warming. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. ഈ ചിത്രത്തിലേക്ക് കടന്നു വരുമ്പോൾ When we come to the particular picture, ഇവിടെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു പർവ്വതമാണ് ഇവിടെ കാണുന്നത്. this is about look at the northern side of India. ഹിമാലയ പർവ്വതം. Himalayans. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. അതിന്റെ ഉയരത്തെ കുറിച്ച് നാം നോക്കുമ്പോൾ What we about the height of the same? 8848 മീറ്റർ ആണ് അതിന്റെ ഉയരം. 8,840 meters is the height. 8.25 കിലോമീറ്റർ ഉയരം. Around 8.8 and 4/4 miles height. ദൈവത്തിന് മഹത്വം Praise be to the ഉണ്ടാകട്ടെ. Lord. ഹിമാലയം ഇന്നൊരു
ഒരു വലിയ ഭീഷണിയിലാണ്. Himalayas is today under threat. സൂര്യന്റെ ഈ പ്രതിഭാസങ്ങൾ നിമിത്തം മഞ്ഞുമലകൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. Because of the phenomenon of the sun, the ice-clad mountains are melting. 2002 വർഷം 2002, ചൈനയിലെ ചില ശാസ്ത്രജ്ഞന്മാർ some scientists of ഈ China, ഹിമാലയത്തിൽ ഒരു റിസർച്ചിന് വേണ്ടി കടന്നു വന്നു. they went to Himalayas for research. അവർ അതിന്റെ ഒരു ഭാഗം അളന്ന് തിട്ടപ്പെടുത്തി. They measured and stated one part. 2002 അന്ന് അവർ അളന്ന മലയുടെ ഉയരം 5600 അടി. In 2002, they measured that is 5,600 feet. ഇന്ന് ഒരു 4 വർഷത്തിന് ശേഷം 2006 വീണ്ടും അവർ അവിടെ കടന്നു ചെന്നു. After 4 years, they visited the same place, that is അന്ന് 2006. അവർ അളന്ന് തിട്ടപ്പെടുത്തിയ മല വീണ്ടും അവർ അളന്നു നോക്കിയപ്പോൾ The mountain they measured then, remeasured. 2002 5600 അടി പൊക്കമുള്ള മല In 2002, that is കേവലം 5,600. 2 അടി പൊക്കത്തിലേക്ക് താണുപോയി. Simply reduced to 2 feet. അവർ അത്ഭുതപ്പെടുവാനിടയായി. They marveled at it. അവർ അതിനെക്കുറിച്ച് പഠനം നടത്തി. They made investigation പഠനം about it. നടത്തിയപ്പോൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിച്ചു Scientific world could സൂര്യനിൽ നിന്ന് പ്രത്യേക കിരണങ്ങൾ ഹിമാലയുടെ പ്രദേശത്ത് പതിച്ചുകൊണ്ടിരിക്കുന്നു. special rays come upon, fall upon Himalayas. ഹിമാലയത്തിന്റെ മഞ്ഞുമലകൾ ഉരുകി സമുദ്രത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. Glaciers of Himalayas are melting, moving into sea. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. മറ്റൊരു അനുഭവത്തെ നാം നോക്കുമ്പോൾ When you have another experience, ഭൂമിയിൽ കാണപ്പെടുന്ന ഒരു ഭൂഖണ്ഡമാണ് അന്റാർട്ടിക്ക എന്ന് പറയുന്നത്. Antarctica is a continent on the earth. ഈ ഭാഗത്ത് അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിന്റെ പടമാണ് കാണുന്നത്. The picture Antarctica is portrayed there. ഇതിനെ ശാസ്ത്രലോകം പറയുന്നത് ഭൂമിയുടെ കൂളർ എന്നാകുന്നു. കൂളർ. World of science says that this is the cooler of the earth. ഈ ഭൂമിയുടെ കൂളർ അന്റാർട്ടിക്ക ഭൂഖണ്ഡമാണ്. Antarctica continent is the cooler of the earth. നമുക്ക് പലപ്പോഴും തണുപ്പ് അനുഭവപ്പെടുന്നതിന്റെ കാരണം അന്റാർട്ടിക്ക ഭൂഖണ്ഡം ഉള്ളതുകൊണ്ടാണ്. On many occasions we experience the coolness because of the Antarctica. ഈ ലോകത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ When you observe this universe, ലോകത്തിലുള്ള 99.5% ഐസും കാണുന്നത് അന്റാർട്ടിക്കയിലും ഗ്രീൻലാൻഡിലുമാണ്. 99.5% ice of the whole world is found in Greenland and Antarctica. എന്നാൽ ഇന്ന് അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തിന് വലിയ Today there's a മാറ്റമുണ്ടായിക്കൊണ്ടിരിക്കുന്നു. great change taking place in this ഈ Antarctica. അന്റാർട്ടിക്ക ഭൂഖണ്ഡത്തെക്കുറിച്ച് നാം പഠിക്കുമ്പോൾ When Valley is the continent of അവിടെ Antarctica, പൊതിഞ്ഞിരിക്കുന്ന ഐസ് മലകളെ 3 പാളികളായി ശാസ്ത്രലോകം തിരിച്ചിട്ടുണ്ട്. ice-clad mountains are classified into 3 heads by the scientific world. ഏറ്റവും മുകളിലത്തെ പാളിയുടെ പേര് ഫാസ്റ്റ് ഐസ്. The highest what is found fast ice. രണ്ടാമത്തെ പാളിയുടെ പേര് പാക്ക് ഐസ്. Second layer is called pack ice. മൂന്നാമത്തെ പാളിയുടെ പേര് പോളാർ ഐസ്. Third layer is called polar ice. ഇങ്ങനെ 3 പാളി ഐസുകൾ കൊണ്ട് അന്റാർട്ടിക്ക ഭൂഖണ്ഡം മഞ്ഞുമലകളാൽ മൂടിക്കിടക്കുകയാണ്. Antarctica is covered with 3 layers of ice-clad mountains. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ഈ മഞ്ഞുമലകളെ കുറിച്ച് അവർ പഠനം നടത്തിയപ്പോൾ Their investigations concern the ഇതിന്റെ glaciers. മുകളിലുള്ള ഫാസ്റ്റ് ഐസും പാക്ക് ഐസും കാലാവസ്ഥ വ്യതിയാനം അനുസരിച്ച് ഉരുകാറുണ്ട്. The first 2 layers, fastest pack ice, based on the atmosphere that is എന്നാൽ melt. പോളാർ ഐസ് എന്ന് പറയുന്ന ഭാഗം ഒരിക്കലും ഉരുകാറില്ല. Polar ice will never melt. എന്നാൽ ഇപ്പോൾ ശാസ്ത്രലോകം കണ്ടുപിടിച്ചു But now scientific world has അന്റാർട്ടിക്കയിൽ discovered കാണപ്പെടുന്ന ഐസിൽ അവസാനത്തെ പാളിയായ പോളാർ ഐസ് even the last layer, that's the polar ice, ഏതാണ്ട് 50 കിലോമീറ്റർ ആഴത്തിൽ കിടക്കുകയാണ്. that is lying 50 kilometers. ഇപ്പോൾ ഫാസ്റ്റ് ഐസും പാക്ക് ഐസും ഉരുകി മാറി. Now fast ice and pack ice melted away. പോളാർ ഐസിന്റെ പാളികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. Layers of polar ice, they are also melting now. ഈ അടുത്ത സമയത്ത് ഒരു റിപ്പോർട്ട് പത്രത്തിൽ വന്നത് നിങ്ങളും വായിച്ചു കാണും. Recently you must have read a report published in the newspaper. ഒരു വർഷം 1 year, 30,000 കോടി ടൺ മഞ്ഞ് ഉരുകി സമുദ്രത്തിൽ വരുന്നു. 30,000 crore tons of ice melting and coming to the sea. ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞത് Scientists opine ഈ പ്രതിഭാസം ഇങ്ങനെ ചില വർഷങ്ങൾ തുടർന്നാൽ this phenomenon, if it continues for some years, തീരപ്രദേശങ്ങളെല്ലാം വെള്ളത്തിലാകും. coast areas shall be submerged. തീരപ്രദേശങ്ങളെല്ലാം വെള്ളത്തിന്റെ ഉള്ളിലാകും. All the beaches shall be submerged. എന്തുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് സമുദ്രം ഇളകി മറിഞ്ഞ് തീരപ്രദേശങ്ങളെ മൂടുന്നത്? Why tumultuous is and therefore moving into the sea? സൂര്യനിൽ ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. Signs are seen in the sun. ഐസ് പാളികൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. Ice layers are melting and flowing. ലോകത്തിൽ അടയാളങ്ങൾ കണ്ടുകൊണ്ടേയിരിക്കുന്നു. Signs are seen in the world. ലൂക്കോസ് 21 അധ്യായത്തിൽ നാം വായിച്ചത് Luke chapter 21, what we know. സൂര്യനിൽ ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. Signs are seen in the sun. രണ്ടാമത് ചന്ദ്രനിൽ ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. Secondly, signs in the ഇന്ന് moon. ചന്ദ്രനിൽ വിവിധ രൂപത്തിലുള്ള ലക്ഷ്യങ്ങൾ Today, കാണുന്നു. if it's the sun, signs are seen in the വെളിപ്പാട് moon. പുസ്തകം 6 അധ്യായം 12 വാക്യത്തിലേക്ക് വരുമ്പോൾ Revelation chapter 6 verse 12. സൂര്യൻ കരിമ്പടം പോലെ കറുക്കും. Sun shall be as dark as a 6 sackcloth. മുദ്ര പൊട്ടിച്ചപ്പോൾ 6 sign was സൂര്യൻ opened. കരിമ്പടം പോലെ കറുത്തു. Sun became darkened. അടുത്തത് ചന്ദ്രൻ രക്തതുല്യമായി തീർന്നു. Moon became as blood. രക്തതുല്യമായി തീർന്ന ചന്ദ്രൻ. Moon that became as blood. ദൈവത്തിന് Glory മഹത്വമുണ്ടാകട്ടെ. be to God. ഇന്ന് രക്തചന്ദ്രൻ എന്ന് പറയുന്നത് ഒരു വലിയ വാർത്തയായി നിൽക്കുകയാണ്. Today, sun that is blood moon
ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. രക്തചന്ദ്രന്റെ അനുഭവം ഇന്ന് നമ്മുടെ ചുറ്റുപാടുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. The expensive blood moon is visible around us. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. നാം ചന്ദ്രഗ്രഹണത്തെ കുറിച്ച് നാം കേട്ടിട്ടുണ്ട്. What we read about the eclipse. ദൈവത്തിന് മഹത്വം Praise ഉണ്ടാകട്ടെ. be to the Lord. എന്നാൽ ചന്ദ്രഗ്രഹണങ്ങളിൽ വ്യത്യസ്തമായ ചില അനുഭവങ്ങളെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. During moon eclipse, we notice a different phenomena. ശാസ്ത്രലോകം ഭൂമിയുടെ ഉപഗ്രഹമായ ചന്ദ്രനെ കുറിച്ച് ഇപ്രകാരം പറയുന്നു. Scientific speaks about this planet moon, that's a subplanet of the earth. ചന്ദ്രഗ്രഹണങ്ങൾ അടുപ്പിച്ചടുപ്പിച്ചുണ്ടാകുന്ന ചില കാലഘട്ടങ്ങളുണ്ട്. There is such eclipses recently taking place repeatedly. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. Glory be to God. അതിനെ ഈ സാധാരണ ചന്ദ്രഗ്രഹണത്തെ അതിനെ ലൂണാർ എക്ലിപ്സ് എന്നാണ് പറയുന്നത്. Normally that is said as lunar eclipse. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. എന്നാൽ ഇത് അടുപ്പിച്ചടുപ്പിച്ച് ചില പ്രത്യേക കാലഘട്ടങ്ങളിൽ ഒരു 4 അടുപ്പിച്ച് വരുന്ന ഒരു കാലഘട്ടത്തെ കുറിച്ച് ശാസ്ത്രം പറയുന്നു. Frequently 4 eclipses took place, noticed by the scientific world. അതിനവർ കൊടുത്തിരിക്കുന്ന പേര് ലൂണാർ ടെട്രാഡ് എന്നാകുന്നു. The name given is lunar ഒരു tetrad. പ്രത്യേക പീരീഡിനുള്ളിൽ 4 ചന്ദ്രഗ്രഹണങ്ങൾ പ്രത്യേകമായിട്ടുണ്ടാകുന്നു. Within a particular time, 4 eclipses took place. ചന്ദ്രൻ രക്തതുല്യമായി ലോകത്തിന്റെ മുൻപാകെ പ്രത്യക്ഷപ്പെടുന്നു. Moon became as blood before the world. ഏറ്റവും ഒടുവിൽ Finally, 2014 ഏപ്രിൽ മാസം 15 തീയതി 2014 April 15, ബ്ലഡ് മൂൺ എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ലോകം കണ്ടു. on the phenomenon blood moon, the world could witness. അന്ന് ഇത് വലിയ വാർത്താ പ്രാധാന്യം നേടി. That attached significance. ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു ഒക്ടോബർ മാസം 8 തീയതി വീണ്ടും ഇതുണ്ടാകും. Scientific world said that October 8, that will reappear. അത് ഡേറ്റ് മാറാതെ അന്ന് സംഭവിച്ചു. Without changing the date, that took place. വീണ്ടും ശാസ്ത്രലോകം പറഞ്ഞു 2015 ഏപ്രിൽ മാസം 4 തീയതി അത് സംഭവിക്കും. 2015 April 15, again that will reappear. ഈ വാർത്ത വായിച്ചപ്പോൾ ആ ദിവസം ഞാനും ചന്ദ്രനെ വീക്ഷിച്ചു. On it is I to observe the moon. അന്ന് ആ രക്തചന്ദ്രനെ ഞാനും കാണുവാനിടയായി തീർന്നു. I to witness a bloody moon. എന്നാൽ ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് Today the scientists say ഈ ലൂണാർ ടെട്രാഡിന്റെ സൈക്കിൾ പൂർത്തിയാകാൻ പോവുകയാണ്. the cycle of the lunar tetrad is going to be complete. വരുന്ന സെപ്റ്റംബർ മാസം 28 തീയതി September 28th, വീണ്ടും ഒരു എക്ലിപ്സ് കൂടെ ഉണ്ടാക്കാൻ പോകുന്നു. and the eclipse is going to ഒരു reappear. രക്തചന്ദ്രനെ കൂടെ കാണുവാൻ പോകുന്നു. One moon of blood is going to ചാർട്ടിന്റെ reappear. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു ബ്ലഡ് മൂണിന്റെ പടം നമുക്ക് കാണാം. When we come to that part of the chart, that picture is drawn. ചന്ദ്രനിൽ ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. Signs of sin in the moon. ദൈവത്തിന് മഹത്വം Glory ഉണ്ടാകട്ടെ. be to God. എന്താണ് ഇതിന്റെ പ്രാധാന്യം? What's importance of this? ചന്ദ്രൻ രക്തതുല്യമായി തീർന്നതിനെ കുറിച്ചല്ല പറയുന്നത്. It is not the sun, the moon has ഇതിനെ become blood. കുറിച്ച് അനേക പ്രവചനങ്ങൾ നടന്നിട്ടുണ്ട്. When the prophecies made about it. പ്രത്യേകിച്ച് ജൂതന്മാരുമായി ഈ വിഷയങ്ങൾക്ക് ചില ബന്ധമുണ്ട്. Important, this is some connection with the Jews. ലൂണാർ ടെട്രാഡ് ഉണ്ടാകുന്നത് ആദ്യമായിട്ടല്ല. Lunar tetrad is not taken place for the first time. ഇതിനു മുൻപും പല സന്ദർഭങ്ങളിൽ On ഉണ്ടായിട്ടുണ്ട്. previous occasions, this has taken place. എന്നാൽ ഇത് ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു. Concern the Jews, this has got more importance. 1948 ഇതുപോലെ ലൂണാർ ടെട്രാഡ് ഉണ്ടായി. In 1948, such a lunar tetrad took അന്ന് place. ജൂതന്മാർക്ക് അവരുടെ രാജ്യം സ്വന്തമായി മടങ്ങി വരുവാൻ ലഭിച്ചു. The Jews got back their native country. 1967 വീണ്ടും ഒരു ലൂണാർ ടെട്രാഡ് ഉണ്ടായി. 1967, another lunar tetrad took place. അന്നുണ്ടായ യുദ്ധത്തിൽ യെരുശലേമിനെ അവർ തങ്ങളുടെ തലസ്ഥാന നഗരിയായി മാറ്റി. In the battle, then they made Jerusalem their capital. ഇപ്പോൾ ഈ ലൂണാർ ടെട്രാഡ് പൂർത്തിയാകുമ്പോൾ Now, as the cycle of this lunar eclipse is ജൂതന്മാരുടെ over, ഇടയിൽ പ്രവചനങ്ങൾ നിറഞ്ഞു വരികയാണ്. among the Jews, prophecies multiplying. ബോബ് ഓഡൽ എന്ന് പറയുന്ന ഒരു യഹൂദൻ Lord Odin, the Jew, ഈ അടുത്ത സമയത്ത് അതിനെക്കുറിച്ച് പറഞ്ഞത് recently concerning that he said, ലൂണാർ ടെട്രാഡ് എന്ന പ്രതിഭാസം യഹൂദനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. the phenomenon lunar tetrad has got more importance concerning the ഈ Jew. ലൂണാർ ടെട്രാഡിൽ ജൂതന് അല്ലെങ്കിൽ ഇസ്രായേൽ രാജ്യത്തിന് ഒരു പ്രധാനപ്പെട്ട കാര്യം ഏതെങ്കിലും ഒരു നല്ല വിഷയം നടക്കുവാൻ പോകുന്നു. The land of Israel has got some importance, that is, some auspicious thing is going to take place during this occurrence. മറ്റൊരു അനുഭവത്തെ നോക്കുമ്പോൾ When there's another event, ജൂതന്മാരുടെ റബ്ബിയായിരുന്ന അമ്രാം, Rabbi Amra, the Rabbi of the Jew, അദ്ദേഹം അവരുടെ ഇടയിലെ ഒരു പ്രവാചകനായിരുന്നു. he was a prophet among them. താന് പല സത്യങ്ങളും പ്രവചിച്ചിട്ടുണ്ട്. He predicted many truths. ജൂതരാജ്യത്തെക്കുറിച്ചുള്ള അനേക പ്രവചനങ്ങൾ താൻ നടത്തിയിട്ടുണ്ട്. Many predictions concerning the kingdom of the Jews. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. തന്റെ ഈ പ്രവചന ഭാഗത്ത് In his prophetic താൻ portion, ഈ ലൂണാർ ടെട്രാഡിനെ കുറിച്ച് പറയുകയുണ്ടായി. he spoke about the lunar tetrad. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ബ്ലഡ് മൂണിനെ കുറിച്ച് താൻ ഇപ്രകാരം പറഞ്ഞു. He spoke about this blood moon. ബ്ലഡ് എന്ന പദത്തിന്റെ എബ്രായ ഭാഷയിലുള്ള പദത്തെക്കുറിച്ച് നോക്കുമ്പോൾ When we observe the basic time, the original term of blood, ആ വാക്കിന്റെ ന്യൂമറിക്കൽ വാല്യൂ എടുക്കുമ്പോൾ when we take the numerical value, 44 ആണ് അതിന്റെ സ്കോർ. the score is 44. 44 എന്നൊരു സ്കോർ അവിടെ ലഭിക്കുന്നു. We get a score അതിനെ 44. ചില പ്രത്യേക ശാസ്ത്രീയ സത്യങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് This is connected to scientific താൻ truths. ഇപ്രകാരം ഒരു പ്രവചനം നടത്തി. He made a prophecy. അമേരിക്കയുടെ ഇന്നത്തെ പ്രസിഡന്റ് അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നടന്ന ഒരു പ്രവചനമാണിത്. The prophecy made years before
saw the president of America coming to throne. താൻ ഇപ്രകാരം പറഞ്ഞു, He said so. അമേരിക്കയുടെ 44ാമത്തെ പ്രസിഡന്റ് അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഇസ്രായേലിൽ രക്തരൂക്ഷിതമായ ചില അനുഭവങ്ങൾ ഉണ്ടാകും. When the 44th president of the USA is on the throne, ആരാണ് some events will take place in the Jews. ആരാണ് അമേരിക്കയുടെ 44ാമത്തെ പ്രസിഡന്റ്? Who is the 44th president of America? ബറാക് ഒബാമ. Obama Barack. അദ്ദേഹം ഇന്ന് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. He is on the throne. ഈ റബ്ബി അബ്രാം പറഞ്ഞത്, This predictor said, 44ാമത്തെ അമേരിക്കൻ പ്രസിഡന്റ് കാലത്ത് യഹൂദന് വലിയൊരു പ്രയാസമുണ്ടാകും. during the days of the 44th American president, great affliction take place with the Jews. അതോടൊപ്പം ഒരു വലിയ സംഭവം അവരുടെ ഇടയിൽ അരങ്ങേറും. And the event shall also take താൻ place. ഇപ്രകാരം പറയുകയുണ്ടായി, He explained this all. യഹൂദൻ പ്രതീക്ഷിക്കുന്ന മശിഹ ഈ കാലഘട്ടത്തിൽ വരും. During this period, Messiah expected by it, the Jew will come. സെപ്റ്റംബർ 28 യേശു വരുമെന്ന് ഞാൻ പ്രവചിക്കുന്നില്ല. I don't say Jesus will come on September 28. പക്ഷേ ജൂതന്മാരത് വിശ്വസിക്കുന്നു. The Jews believe it. ജൂതന്മാരത് ഒരുങ്ങി അതിനുവേണ്ടി കാത്തിരിക്കുന്നു. Jews are prepared for the same. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, Beloved people of God, ലോകത്തിന്റെ ജാതികൾ ഇത് കണ്ടുണരുമ്പോൾ, all the nations are awake. ദൈവസഭേ നീ എത്രമാത്രം ഇത് കണ്ടുണരണം. No church of God, how far you must be quickened. മാത്രമല്ല, Moreover, യഹൂദന്റെ മതഗ്രന്ഥമായി തൽമുദ് പഠിച്ചാൽ Talmud, the religious book of the Jews, 2015 എന്ന വർഷം 2015 year, അവരുടെ ശബത്തിന്റെ വർഷമാണ്. day of the Sabbath. ഈ റബ്ബി അബ്രാം മറ്റൊരു പ്രവചനം നടത്തി. Abraham made another ഈ prophecy. ശബത്ത് വർഷം അവരുടെ സ്വസ്ഥതയുടെ നാടുകളായി തീരുകയാണ്. Sabbath day, days of their rest. ജൂതന് സ്വസ്ഥതയുണ്ടാകണമെങ്കിൽ For the Jew to have rest, മശിഹ പ്രത്യക്ഷപ്പെടണം. Messiah should appear. അവർ മശിഹായുടെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നു. Waiting for the arrival of the ദൈവത്തിന് Messiah. മഹത്വമുണ്ടാകട്ടെ. Glory be to God. അടുത്തതായി നക്ഷത്രങ്ങളിൽ ലക്ഷ്യങ്ങൾ ഉണ്ടാകുന്നു. The signs in the stars. നക്ഷത്രങ്ങളിൽ അടയാളമുണ്ടാകുന്നു. Signs in the stars. 1993 ആണ്ട് 1993, ജൂപ്പിറ്റർ എന്ന് പറയുന്ന ഗ്രഹം, Jupiter the planet. ആ ഗ്രഹത്തിലേക്ക് ഒരു അസ്ട്രോയിഡ് അതിവേഗത്തിൽ കടന്നു വന്നു. An asteroid that fiercely came upon. ചാർട്ടിന്റെ ഈ ഭാഗത്തേക്ക് നാം നോക്കുമ്പോൾ When we get to that part of the chart, ജൂപ്പിറ്ററിൽ ഒരു അസ്ട്രോയിഡ് ഹിറ്റ് ചെയ്ത പടമാണ് ഇവിടെ കാണുന്നത്. this asteroid fitted Jupiter is mentioned there. ഒരു വലിയ ഭയങ്കര ഗർത്തത്തെ കാണുവാൻ You സാധിക്കുന്നു. can notice a great crater. ഒരു അസ്ട്രോയിഡ് ഭയങ്കരമായ ആകാശ ഉൽക്ക ജൂപ്പിറ്ററിന് നേരെ പറന്നു വന്നു. An asteroid came from Jupiter upon the earth. 21 കഷണങ്ങളായി അത് പൊട്ടിത്തെറിച്ചു. That is smashed to 21 pieces. 20 കഷണം സ്പേസിലേക്ക് മറഞ്ഞു. 20 pieces hid in the space. ഒരു കഷണം വന്ന് ഈ ജൂപ്പിറ്ററിനെ ഹിറ്റ് ചെയ്തു. One piece came and hit the Jupiter. പാറകൾ നിറഞ്ഞ വ്യാഴം എന്ന ഗ്രഹത്തിൽ ഒരു വലിയ ഗർത്തമുണ്ടായി. Like a crater on the planet filled with rocks. ദൈവത്തിന് സ്തോത്രം. Praise be to the ഈ Lord. സംഭവത്തെ കണ്ടുപിടിച്ച ഒരു അമേരിക്കൻ സയന്റിസ്റ്റ് ആണ്. American scientists discovered this event. അദ്ദേഹത്തിന്റെ പേര് ഷൂമാക്കർ His എന്നായിരുന്നു. name is a shoemaker. തന്റെ ഭാര്യയുടെ പേര് ലേവി എന്നായിരുന്നു. His name is Levi. ഭാര്യയുടെയും ഭർത്താവിന്റെയും പേര് ചേർത്ത് ഇതിൽ ഹിറ്റ് ചെയ്ത അസ്ട്രോയിഡിന് അവർ പേര് കൊടുത്തു ഷൂമാക്കർ ലേവി. Compounding the two, the name is given Shoemaker Levi. ദൈവത്തിന് Glory be മഹത്വമുണ്ടാകട്ടെ. to God. ആകാശത്ത് നക്ഷത്രങ്ങൾ പറഞ്ഞു വീണ് ഭൂമിയിലേക്ക് വരുന്നു. Stars in the sky fall down upon the earth. വെളിപ്പാട് 6:12 Revelation 6:12. 6 മുദ്ര പൊട്ടിച്ചു. Sixth seal is open. അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് As the picture is shaken in the wind, കായികൾ ഉതിർക്കും പോലെ as the fruits fall down, നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് വീണു. stars fall from the heaven upon the earth. നക്ഷത്രങ്ങൾ ആകാശത്തുനിന്ന് ഭൂമിയിലേക്ക് വീണു. Stars fall from heaven upon the earth. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. 2014 ആണ്ട് സെപ്റ്റംബർ മാസം 8 2014 September 8. മലയാള മനോരമ പത്രത്തിൽ ഒരു ചിത്രം വന്നു. Malayalam photographers published. ആ ചിത്രമാണ് ഇവിടെ കാണുന്നത്. That is painted here. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. നിക്കരാഗ്വ എന്ന് പറയുന്ന രാജ്യത്തിൽ Nicaragua, the country. അവിടെ സംഭവിച്ച ഒരു സംഭവം. An event took place there. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Praise be to the Lord. പത്രവാർത്തകൾ നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. You better listen to the daily news. 2014 വർഷം 2014. ഒരു ചെറിയ ഗ്രഹം ഭൂമിയുടെ സമീപത്തൂടെ പോകുമെന്ന് ശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു. Scientists predicted a small planet shall pass ആ beside the ചെറിയ earth. ഗ്രഹം ഭൂമിയുടെ സമീപത്തൂടെ പോയപ്പോൾ As it passed by the earth, അതിൽ നിന്നൊരു കല്ല് തെറിച്ച് ഈ നിക്കരാഗ്വ പ്രദേശത്ത് വീഴുവാനിടയായി. a stone ejected and fell upon Nicaragua. അതിന്റെ തലസ്ഥാനമായ മനാഗ്വ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇത് വീണത്. That fell upon the capital, Managua. 12 മീറ്റർ വ്യാസവും 12 meters wide. 5 മീറ്റർ ആഴവുമുള്ള ഒരു കുഴി, ഒരു ഗർത്തം അവിടെ ഉണ്ടായി. അതാണ് ഈ കാണുന്നത്. A crater that is 5 meters in depth, that is pictured there. എന്താണ് ദൈവവചനം പറയുന്നത്? What does the word of God say? നക്ഷത്രങ്ങളിൽ ലക്ഷ്യങ്ങൾ കാണുന്നു. There shall be signs in the അതെ, stars. നക്ഷത്രങ്ങൾ കുലുങ്ങി ഭൂമിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. Stars shake up upon the earth. ശാസ്ത്രലോകം ഇത് കണ്ടപ്പോൾ ഭയപ്പെട്ടു. Scientific world is panicked. നാളെ അത് മറ്റൊരു സ്ഥലത്ത് വീണുകൂടുന്നില്ല. Tomorrow they will fall upon some സംഭവങ്ങൾ place. ഇങ്ങനെ ഓരോന്നോരോന്നായി നിറവേറിക്കൊണ്ടിരിക്കുകയാണ്. Events are
fulfilled one after another. 2015 ഫെബ്രുവരി മാസം 27-ാം തീയതി 2015 February 27th, രാത്രി 10 മണി സമയം night at 10 o'clock, ഞാൻ രാത്രിയിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. I was staying my ഒരു food. വലിയ ഭൂകമ്പ ശബ്ദം പോലെ ഒരു ശബ്ദം ഞാൻ കേട്ടു. A great noise like an earthquake. വിശ്വാസഭവനത്തിന്റെ ജനലുകൾ ഇങ്ങനെ കുലുങ്ങി വിറയ്ക്കുവാൻ തുടങ്ങി. Windows of faith started shivering. കതകും ജനലും എല്ലാം അല്പസമയത്തേക്ക് ഒന്ന് ഇളകി ആടി. Those windows cracked for some time. ഞാൻ വിചാരിച്ച എവിടെയോ വലിയ വെടിക്കെട്ട് നടക്കുകയായിരുന്നു. I thought some lightning was എന്റെ കൂടെ ഒരു cracking. സഹോദരൻ ഉണ്ടായിരുന്നു. So your brother was there. എന്നോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനും കേട്ടു. I asked him, I too heard it. അല്പസമയം കഴിഞ്ഞപ്പോൾ ഭയങ്കര വെളിച്ചവും ശബ്ദവും ഒക്കെ കേൾക്കുന്നു. After a short while, a great light and thunderous പെട്ടെന്ന് voice. ഫോൺ ബെല്ലടിക്കുവാൻ തുടങ്ങി. The phone started ringing. ഫോൺ ബെല്ലടിച്ചപ്പോൾ എടുത്ത് ചോദിക്കുക, ആകാശത്തൂടെ തീകോളം പോകുന്നതായിട്ടൊക്കെ ആളുകൾ പറയുന്നു, കോലഞ്ചേരിയിലാണെന്നാണ് കേൾക്കുന്നത്, ശരിയാണോ എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ വിളിക്കാൻ തുടങ്ങി. People started calling, fireballs are passing through the sky. People report that took place at Kolanjeri. Is it true? ഒന്ന് വന്നപ്പോൾ അടുത്തത് പിന്നെയും വരികയാണ്. ഞാൻ ഇരിക്കുന്നത് കോലഞ്ചേരിയിലായതുകൊണ്ട് ഫോണുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. After once again, another call came there. As I was at Kolanjeri, people asked me. ഒരു വിശ്വാസി എന്നെ വിളിച്ചു പറഞ്ഞു, അച്ഛാ പെട്ടെന്ന് പുറത്തിറങ്ങി നോക്കാമെങ്കിൽ ചില കാഴ്ചകൾ കാണാം. One will ask me just to come out, you can see marvelous ഞാൻ ഇറങ്ങി sights. നോക്കുമ്പോൾ തീകോളം പാഞ്ഞു പോകുന്ന ഒരു വെളിച്ചം മാത്രം ഞാൻ കണ്ടു. I noticed the light wire fireball was passing ദൈവത്തിന്റെ through. സ്തോത്രം. Praise be to the പിറ്റേ Lord. ദിവസത്തെ പത്രത്തിൽ വാർത്ത വന്നു. Next day, daily paper published it. തീകോളം കേരളത്തിന്റെ അന്തരീക്ഷ മണ്ഡലത്തിൽ കൂടെ പാഞ്ഞുപോയി. Fireball passed through atmosphere of അടുത്ത Kerala. ദിവസത്തെ പത്രത്തിൽ വീണ്ടും പടങ്ങൾ വന്നു. Next day's paper again. എറണാകുളം ജില്ലയിൽ ചില സ്ഥലങ്ങളിൽ അത് വീണു. Ernakulam at a place that fell down. ദൈവത്തിന് സ്തോത്രം. കരമാലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഉൽക്ക വന്ന് പതിച്ചതായിട്ട് അവർ പത്രത്തിൽ പടം കൊടുത്തു. An asteroid fell at a place at Karamanu. ചാർട്ടിൽ ഈ ഭാഗത്തേക്ക് വരുമ്പോ When we come to that part of the chart, ആലുവയ്ക്കടുത്ത് കരമാലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഉൽക്ക പതിച്ചതിന്റെ പടമാണ്. near Alway to Karamanu, an asteroid fell down. That picture ഇതിൽ is നിൽക്കുന്നതൊക്കെ photographed. നല്ല നാടൻ മലയാളികളാ. These are ethnic Malayalis. കേരളത്തിലെ പടം തന്നെയായി കാണുന്നത്. This is a picture of Kerala. നാളെ പത്തനംതിട്ട ജില്ലയിൽ വീണുകൂടുന്നില്ല. Tomorrow, they may not keep off following from പുത്തൻപീടിയയിലും Pathanamthitta. ഓമലൂരും ഒക്കെ വീണുകൂടുന്നില്ല. At Puthalur, Omalur, they may fall. കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ ഈ സ്ഥലം പോയി കാണുവാനിടയായി. Last week I visited this spot. തീയോളം വന്ന് വീണപ്പോൾ ഒരു പ്രദേശം മുഴുവൻ കരിഞ്ഞ് കത്തിക്കരിഞ്ഞ് ചാമ്പല് പോയ When അവസ്ഥ. the fireball fell down, a place is consumed to നക്ഷത്രങ്ങളിൽ ashes. ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. Signs are seen in the stars. ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവചനങ്ങൾ ഒന്നൊന്നായി നിവർത്തിക്കപ്പെടുന്നു. All the prophets, the word of God are fulfilled one after another. സമുദ്രത്തിൽ അടയാളങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. Signs are seen in the sea. ദൈവത്തിന് സ്തോത്രം. Praise be to the Lord. ദൈവവചനം പറയുന്നു, Word of God says, കടലിന്റെയും ഓളത്തിന്റെയും മുഴക്ക നിമിത്തം ജാതികൾക്ക് പരിഭ്രമമുണ്ടാകും. because the roaring of the waves of the sea, people are perplexed. ദൈവത്തിന് മഹത്വമുണ്ടാകും. Glory be to God. 2004 വർഷം 2004, ഇക്കഡോർ എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ ഒരു അഗ്നിപർവ്വത സ്ഫോടനമാണ് ഈ ചിത്രത്തില്. volcanic explosion place Ecuador. ഏതാണ്ട് 6 മൈൽ പൊക്കത്തിൽ ഇതിന്റെ ഉയർന്നു പൊങ്ങിയതായി പറയുന്നു. Waves raise as high as 6 miles. തുടർന്നുണ്ടായി വന്ന പ്രവഹിച്ച മാഗ്മ എന്ന് പറയുന്ന ദ്രാവകം The subsequent lava, that's magma, അറ്റ്ലാന്റിക് സമുദ്രത്തിലേക്ക് ഒഴുകിപ്പോയി. that flowed in the Atlantic Ocean. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ ഇതിനെ താങ്ങുവാൻ കഴിഞ്ഞില്ല. It was not able to sustain it. അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് അത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് വന്നു. That came to Indian Ocean from ഇന്ത്യൻ Atlantic. മഹാസമുദ്രത്തിൽ അതിങ്ങനെ ആ പ്രഷർ നിമിത്തമായി ഉണ്ടായ ഭയങ്കരമായ ഭൂകമ്പങ്ങളും മറ്റനുഭവങ്ങളും ഒക്കെ ഉണ്ടായി. Because of earthquakes and the consequent things took place in Indian Ocean. അതേ തുടർന്നാണ് 2004 സുനാമി തിരമാലകൾ ഉണ്ടായത്. By 2004, tsunami waves came in the ഒരുപക്ഷെ Atlantic നിങ്ങൾക്കൊക്കെ Ocean. അത് ഓർമ്മ കാണും. You may remember it. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട കൊട്ടാരക്കര സെൻട്രൽ പാസ്റ്റർ ജോസഫ് കുട്ടിയപ്പച്ചൻ അന്ന് എറണാകുളത്തുണ്ട്. Our distinguished Sunday Pastor Joseph ഈ Kudi was സംഭവം there in നടക്കുന്നതിന് Ernakulam. ചില നാളുകൾക്ക് മുമ്പ് A few days before this അദ്ദേഹത്തിന് occurrence, ദൈവത്തിന്റെ ആത്മാവ് ഈ സത്യം ഓർപ്പിച്ചു കൊടുത്തു. the Spirit of God revealed this to him. അന്ന് അവിടെ ഉണ്ടായിരുന്ന ശുശ്രൂഷകരുമായ വിശ്വാസഭവനത്തിന്റെ മുകളിലേക്ക് താൻ കയറി. He just mounted on the faith of the Okas അവിടെ there. ഉണ്ടായിരുന്ന ശുശ്രൂഷകരെല്ലാം വിളിച്ച് സ്തോത്രം ചെയ്യിച്ചു. He just summoned all the Okas, asked them to praise God. ഒരുപക്ഷെ അതായിരിക്കും എറണാകുളം പട്ടണത്തിന്റെ രക്ഷിപ്പിന് മുഖാന്തരമായത്. That should have been the reason for the rescue of Ernakulam city. ഏതാണ്ട് 2,80,000 പേർ അന്ന് ഭൂമിയിൽ തുടച്ചു മാറ്റപ്പെട്ടു. Around 2,80,000 people were moved away from the face of the കടലിൽ earth. ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. Signs are seen in the sea. ഇങ്ങനെ ലക്ഷ്യങ്ങൾ ഓരോന്നോരോന്നായി നിവർത്തിക്കപ്പെടുകയാണ്. The signs are fulfilled one after ലക്ഷ്യങ്ങൾ another. ഓരോന്നോരോന്നായി നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. Signs are fulfilled one after another. സൂര്യനിൽ ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. Signs are seen in the sun. ചന്ദ്രനിൽ ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. Signs are seen in the moon. ദൈവത്തിന് Glory മഹത്വമുണ്ടാകട്ടെ. be to God. നക്ഷത്രങ്ങളിൽ ലക്ഷ്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു. Signs are seen in the stars. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. Glory be to God. ആകാശത്തുനിന്ന് ആകാശ ഉൽക്കകൾ പതിച്ചുകൊണ്ടിരിക്കുന്നു. Asteroids fall from the ഇതൊക്കെ heaven. കാണുമ്പോൾ ലോകത്തിന്റെ അന്ത്യമാണെന്ന് നാം ഉണർത്തപ്പെടുവാനിടയാകേണം. All see things we must be quick at the end of മത്തായി the world. സുവിശേഷം 24:12 Matthew chapter 24 verse അധർമ്മം 12. പെരുകുന്നു, സ്നേഹം തണുക്കുന്നു. Iniquity abounds, love becomes wax cold. യേശുവിന്റെ വരവിന്റെ ലക്ഷണങ്ങളായി ഇത് ഇന്ന് ലോകത്തിൽ As കാണുകയാണ്. the sign of the coming of the Lord, this is seen in the world today. 24 അധ്യായത്തിന്റെ 14 വാക്യത്തിലേക്ക് വരുമ്പോൾ Chapter 24 verse 14. സുവിശേഷം ലോകത്തിൽ സകലയിടത്തും പ്രസംഗിക്കപ്പെടും. Gospel
gospel is preached in every part of the world today. സത്യസുവിശേഷം ലോകത്തിൽ എല്ലായിടത്തും പ്രസംഗിക്കപ്പെടുകയാണ്. True gospel is preached in every part of the world today. CIA-യുടെ കണക്ക് പ്രകാരം According to the census of CIA, 6909 ഭാഷകൾ ലോകത്തിലുണ്ട്. there are 6,909 languages in the world today. ഇന്ന് 24 മണിക്കൂറും ലോകത്തിൽ സുവിശേഷം പല ഭാഷകളിൽ പ്രസിദ്ധീകരിക്കുന്നു. All the 24 hours in different media, this gospel is preached in the world. 2798 ഭാഷകളിൽ ബൈബിൾ പ്രതികൾ അച്ചടിച്ചു കഴിഞ്ഞു. More than 2,978 copies of the Bible. ദൈവത്തിന്റെ വചനം വിളിച്ചു പറയുന്നു, The word of God says, ലോകത്തിലെല്ലായിടവും സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ gospel shall preach to every corner of the world. അപ്പോൾ അവസാനമുണ്ടാകും. That the end shall come. ലോകത്തിലെല്ലായിടത്തും ഇത് പ്രസംഗിക്കപ്പെടുകയാണ്. Everywhere this is preached ഈ today. അടുത്ത സമയത്ത് ഒരു സർവേ റിപ്പോർട്ട് ഞാൻ വായിച്ചത്, Recently I read a survey. 24 മണിക്കൂറും മുടക്കം കൂടാതെ സുവിശേഷം മാധ്യമങ്ങളിലൂടെ പകരുന്നു. Incessantly all the 24 hours, gospel is preached through the media. എന്താണ് ഇത് സംഭവിക്കുന്നത്? What is taking place there? യേശു വരാറാ എന്ന് സത്യങ്ങൾ നമ്മെ അറിയിക്കുന്നു. The true Jesus coming is informed. ലോകത്തിന്റെ സംഭവങ്ങൾ ക്രിസ്തുവിന്റെ പുനരാഗമനത്തിന്റെ നാളിനെ വിളിച്ചറിയിക്കും. All the events have proclaimed the second coming of the Lord. ദൈവസഭയെ നമുക്ക് എന്ത് ചെയ്യാം? Church, but what must we do? ലൂക്കോസ് 21:36 Luke 21:36. സംഭവിപ്പാനുള്ള എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞു പോകുവാൻ Did not escape things yet to come to pass. മനുഷ്യപുത്രന്റെ മുൻപാകെ നിൽക്കുവാൻ പ്രാപ്തരാകേണ്ടതിന് To be worthy to stand before the Son of Man. ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പി. Always watch and pray. ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിപ്പി. Be sober and pray. അവൻ വെളിപ്പെടുന്ന നാളുകളായി. The days of his coming. കണ്ണുകളെ അടയ്ക്കാം, Just close your eyes. മുഴങ്കാലുകളെ മടക്കാം. Just kneel down. ബൈബിൾ ക്ലാസിന്റെ 2ാം ദിന രാത്രി യോഗം. The second night of the ഈ Bible രാത്രി study. മീറ്റിംഗിൽ കടന്നു വന്നതുപോലെ ആരിവിടം വിട്ടു പോകരുത്. Nobody should go back as you come here. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മിലൊന്ന് വ്യാപരിക്കട്ടെ. The power of the Holy Spirit of God should open within അഭിഷേകത്തിന്റെ us. ശക്തി നമ്മിലൊന്ന് വ്യാപരിക്കട്ടെ. Power and anointing should open us. പ്രാർത്ഥനയോടെ മീറ്റിംഗ് അവസാനിപ്പിക്കുമ്പോൾ With the prayer when the meeting is round up. ആത്മശക്തിയോടെ എഴുന്നേറ്റ് പോകാം. With the spiritual strength you must രാത്രി go back. വന്നവരാരും വെറുതെ ഇവിടം വിട്ടു പോവുകയില്ല. Nobody should go back emptily. നിങ്ങൾ വന്നതുപോലെ മടങ്ങി പോകുകയില്ല. You must not go back as you കണ്ണുകൾ come. അടച്ചാട്ട് Close your eyes. മുഴങ്കാൽ ഇരിപ്പാൻ കഴിവുള്ളവർ മുഴങ്കാലുകളെ മടക്കിയ Please be on the knees if possible. അല്പസമയം ആത്മാവിനിടം കൊടുക്കുക. For a short will give you for യേശു the വരാറായി. Spirit. Jesus is coming. ഞാൻ ഈ സംഭവങ്ങളെല്ലാം പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കാൻ പറഞ്ഞതല്ല. Not to frighten you. I don't know ദൈവസഭയോട് what ആത്മാവ് പറയുന്നു, the Spirit of God സഭയെ says to God. ഉണർത്തപ്പെടുക, No church be quickened. പാപ വഴികളെ വിട്ടുപേക്ഷിക്കുക, Discern the sinful ways. അവനോട് സദൃശ്യരാകുവാൻ ആഗ്രഹിക്കുന്നവർ Those who are the desire to be like ദൈവ him. വഴികളിലേക്ക് മടങ്ങി വരൂ. Come unto the ways of God. അനുതാപവും കണ്ണുനീരും ജീവിതത്തിൽ ഉണ്ടാകട്ടെ. Have regret and tears in your കാരണം life. യേശു വരാറായി. Because Jesus is coming. യേശു വരാറായി. Jesus is coming. യേശു വരാറായി. Jesus is coming. അത്യാശ വർദ്ധിക്കട്ടെ. May the hope ഇത് വന്നതുപോലെ abound. ആരും ഇവിടം വിട്ടു പോകേണ്ട. No should go back as യേശുവിന്റെ you വരവിനോട് come. അടുത്ത് നാം നിൽക്കുന്നു. We are closer to the coming of the ഒരിക്കലൊരു Lord. ഭക്തൻ ഇപ്രകാരം Once the പറയുകയുണ്ടായി, saint said so. അന്ത്യകാലത്തിന്റെ അവസാന പീരീഡിൽ നാം നിൽക്കുന്നു. We have stepped in the last phase of the last day. എന്താണ് ലാസ്റ്റ് പീരീഡ്? What's the last period? സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചാൽ You ask the children of school. 7ാം പീരീഡ് എന്ന് പറഞ്ഞൊരു പീരീഡ് ഉണ്ട്. There's another called seventh ആ period. പീരീഡ് കണക്ക് സാർ വന്ന് എന്ത് മാത്സ് പറഞ്ഞാലും പിള്ളേർ പഠിക്കുകയില്ല. Next teacher comes and teaches കാരണം ആ calculus. സമയത്ത് ഇവര് വാട്ടർ ബാഗും ഒക്കെ ഒരുക്കി വെക്കുന്ന സമയമാണ്. That's the time preparing water park. സ്കൂൾ ബെൽ അടിച്ചാൽ ബാഗ് തോളിൽ തൂക്കി ഒരൊറ്റ ഓട്ടം സ്കൂൾ ബസ്സിലേക്ക്. Once the bell rings, they take the bag and go into school bus. മാത്സും സയൻസും ഇംഗ്ലീഷും പഠിക്കാനുള്ള സമയമല്ല. It's the right time when they teach science, mathematics. എത്ര അടിക്കുന്ന സാറുമാര് വന്നാലും രക്ഷയില്ല. Even the strict teacher comes, there's കാരണം no way. ബാഗ് ചുരുട്ടി പോകേണ്ട സമയമാണ്. This is a time to be അതെ, ഇതൊരു power. ലാസ്റ്റ് പീരീഡ് അത്രേ. Yes, this is the last ഇനി ഇവിടെ period. ഒത്തിരി പഠിക്കാനുള്ള സമയമില്ല. No time to learn much. ഓ, കൂടാരത്തിന്റെ കുറ്റികൾ ഊരി And the stake of the അതിന്റെ tabernacle തിരശീലകൾ ചുരുട്ടിയിട്ട് is rolled down. ദൈവത്തിന്റെ ജനം വാഗ്ദത്ത നാട്ടിലേക്ക് പോകട്ടെ. Go to the promises land. രാത്രിയിൽ എത്ര പേരുടെ പ്രത്യാശ വർദ്ധിക്കുന്നു? How many multiply your hope? ആത്മാവിൽ നിറഞ്ഞ പ്രത്യാശയെ പുതുക്കാം. Get from the Spirit in your hope. യേശു വരാറായി. Jesus is coming. യേശു വരാറായി. Jesus is coming. പ്രിയൻ വരുമ്പോൾ അവന്റെ കൂടെ പറന്നു പോയാൽ മതി എനിക്ക്. അമ്മൻ പ്രിയൻ വരുമ്പോൾ എല്ലാവരും കരങ്ങളെ അടിച്ച് പാടിയാട്ടം. എല്ലാവരും കരങ്ങളെ അടിച്ച് പാടിയാട്ടം. അഭിഷേകത്തിൽ പാടിയാട്ടം. അമ്മൻ ഭാരം വിടുവോ വേണ്ടതായ ബലം എനിക്ക്. അമ്മൻ ഭാരം വിടുവോ ബലം ലഭിച്ച മതി. അഭിഷേകത്തിൽ ഓ പ്രിയൻ വരുമ്പോൾ അവന്റെ കൂടെ പറന്നു പോയാൽ മതി എനിക്ക്. അമ്മൻ പ്രിയൻ വരുമ്പോൾ ആത്മാവിൽ നിറഞ്ഞു പാടിയാട്ട്. ശത്രു പരാജയപ്പെടട്ടെ. യേശു ജയിക്കട്ടെ. മതി എനിക്ക്. അമ്മൻ പറന്നിടുവോ വേണ്ടതയാ ബലം ലഭിച്ചാൽ മതി എനിക്ക്. അമ്മൻ പറന്നിടുവോ വേണ്ടതയാ ബലം ലഭിച്ചാൽ മതി എനിക്ക്. ഓ പറന്നിടുവോ വേണ്ടതയാ
Hallelujah. 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 Amen. Hallelujah. നമുക്ക് അധികം സമയമെടുക്കാനില്ല. 2-3 മിനിറ്റ് മാത്രം. 1 മിനിറ്റ് നമുക്ക് ലഭിച്ചോടെങ്കിലും ഈ വചനം നമുക്ക് ഉപകാരമായി തീർന്നെങ്കിൽ അവർക്കൊരു അഭിഷേക ശക്തി ഉണ്ടാകും. ചിലപ്പോൾ നീ പോകുന്ന വഴിയിലായിരിക്കാം കർത്താവിന്റെ വരവെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന സമയത്തായിരിക്കാം യേശുവിന്റെ വരവ് നമ്മുടെ മരണമെങ്കിൽ, എടുക്കപ്പെടുവാൻ നമുക്ക് യോഗ്യരായി തീരട്ടെ. ദീർഘായുസ്സല്ല നമുക്ക് ആഗ്രഹിക്കുന്നത് ദൈവേഷ്ടമാണ്. കർത്താവിനോട് ചേർന്നിരിപ്പാൻ നമുക്ക് കൃപ നൽകട്ടെ. എല്ലാവരും ഉടങ്കാൽ മടക്കിയിരുന്ന ഒരു നിമിഷം ആത്മാവ് സന്തോഷിക്കാം, പ്രാപിക്കാം, ബലം പ്രാപിക്കാം, ശക്തി പ്രാപിക്കാം. ഹല്ലേലൂയ. ആമേൻ. ഒരു പ്രാവശ്യം ഒരു മീറ്റിംഗിൽ കൂടിയതിനു ശേഷം ഒരു സഹോദരൻ ഭവനത്തിലേക്ക് പോയി. അദ്ദേഹത്തിന്റെ ലാസ്റ്റ് മീറ്റിംഗ് ആയിരുന്നു. നല്ല ഉറങ്ങുവാൻ കിടന്നു. നല്ല ശരിക്കാത്മാവിൽ നിറഞ്ഞു, നല്ല ശക്തി പ്രാപിച്ചു, നല്ല ബലം പ്രാപിച്ചു. ആത്മാവിന്റെ നിറഞ്ഞ് സന്തോഷിച്ചു, ആത്മാവിൽ ആരാധിച്ചു. താൻ ഗൾഫിൽ നിന്ന് വന്നപ്പോൾ നേരെ വിശ്വാസ വീട്ടിലേക്കാണ് പോയത്. അവിടെ ചില പ്രാർത്ഥിച്ചിട്ട വീട്ടിൽ പോയത്. അടുത്ത മീറ്റിംഗിൽ കടന്നു വന്നു. ദൈവസ്നേഹത്താൽ നിറഞ്ഞ് ആത്മാവിൽ സന്തോഷിച്ചു. കർത്താവിന്റെ ആത്മാവ് പറയുന്നു, എന്നെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നു. ദൈവമക്കളെ, അത് അവസാനത്തെ മീറ്റിംഗ് ആയിരുന്നു. ഇന്ന് രാത്രികാലം നീ ആത്മാവിൽ നിറയുമ്പോൾ, ദൈവസ്നേഹത്താൽ നിറഞ്ഞ് സന്തോഷിക്കുമ്പോൾ, ദൈവമക്കളെ, നമ്മുടെ യേശു വരാറായെന്നുള്ള ലക്ഷണമാണ്. ഇന്ന് രാത്രികാലം ശുശ്രൂഷകരെ, ദൈവമേ, നിന്നോട് കർത്താവ് സംസാരിക്കുന്നു. നിർമ്മലരായിരിക്കാൻ, സ്നേഹത്തിൽ ജീവിപ്പാൻ, വിശുദ്ധിയോട് ജീവിപ്പാൻ, പ്രത്യാശ നിറഞ്ഞ് ജീവിപ്പാൻ, കർത്താവ് ദൈവപ്രത്യാശയിൽ കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് ജീവിപ്പാൻ, ആത്മനിറഞ്ഞ ശക്തിയോടെ ജീവിപ്പാൻ പരിശുദ്ധാത്മ നിന്നെ ഓർപ്പിക്കുകയാണ്. ഹല്ലേലൂയ. ഒരു ദൃശ്യം ആത്മാവിൽ ശക്തിയെ നിറട്ടെ. എല്ലാ ദൈവമക്കളും ദൈവസ്നേഹത്തെ നിറഞ്ഞ് ഒരു നിമിഷം സന്തോഷിച്ചാട്ടെ. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ലക്ഷ്യങ്ങൾ അനവധി കാണുന്നുണ്ട് അനുദിനം. ലക്ഷ്യങ്ങൾ അനവധി. സഭയെ നീ ഒരുങ്ങിടുക, വേഗം സഭയെ നീ ഒരുങ്ങിടുക. വേഗം സഭയെ നീ ഒരുങ്ങിടുക. സഭയെ നീ ഒരുങ്ങിടുക. സഭയെ നീ ഒരുങ്ങിടുക. Hallelujah. Hallelujah. Hallelujah.